ഗുഡ് ആഫ്റ്റർനൂൺ എവരി വൺ. നമ്മളെ സൺഡേ ചർച്ചകളുടെ സീരീസിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇന്ന് വീണ്ടും ഒരു SEOന്റെ ഇമ്പോർട്ടന്റ് ആയ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു പോർഷൻ ആണ് ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. ആസ് യൂഷ്വൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു മെന്റർ ആണ് ആ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തിന്റെ പേരറിയാം. സോ നമുക്ക് അദ്ദേഹത്തെ വെൽക്കം ചെയ്യാം. കാരണം എന്താ വെച്ചാല് ഓൾറെഡി ഇപ്പോ ഏകദേശം 4 മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ട്. പിന്നെ ജോയിൻ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഇനി ഇങ്ങനെ പതുക്കെ പയ്യെ ജോയിൻ ചെയ്യാം. കാരണം എന്താ വെച്ചാൽ ഇത് റെക്കോർഡ് എന്തായാലും യൂട്യൂബിൽ അവൈലബിൾ ആണ്. സോ വെൽക്കം ശ്യാം സാർ അഗെയിൻ ടു ദ ചർച്ച ആൻഡ് ഹോപ്പ് ഇറ്റ് വിൽ ബി ആൻ ഇൻട്രസ്റ്റിംഗ് സെഷൻ ആസ് ബിഫോർ. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. കേൾക്കാനൊക്കെ പറ്റുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം സാർ. ഓക്കെ. അപ്പോ സിമാന്റിക് കണ്ടന്റ് നെറ്റ്വർക്ക് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വിഷയം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ടോപ്പിക് ആണ് ഇത്. പക്ഷെ ഈ വാക്കുകൾ കേട്ടിട്ടേ ഈ സിമാന്റിക് എന്നും സിമാന്റിക് സെർച്ച്, സിമാന്റിക് ഇൻഡെക്സ്, സിമാന്റിക് റെലവൻസ്, സിമാന്റിക് ഡിസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞ് കുറെ വാക്കുകളൊക്കെ പറയും. ഞാൻ ഇതൊന്നും കേട്ടിട്ട് ആരും അയ്യോ എനിക്കിതിനെ കുറിച്ചൊന്നും ഒട്ടും അറിയില്ല, അല്ലെങ്കിൽ എനിക്കിതൊന്നും അറിയേയില്ല എന്നുള്ള ധാരണ ഒന്നും വെക്കേണ്ട. നിങ്ങൾക്ക് എല്ലാവർക്കും സത്യം പറഞ്ഞ സംഭവം അറിയാം. ഈ വാക്കുകൾ അറിയില്ല എന്നേ ഉള്ളൂ. കാരണം നമുക്ക് ഈ സംഭവങ്ങൾ അറിയാം എന്താന്നുള്ളത്. അതിന് എങ്ങനെയാണ് ഇതിന് ഈ വാക്കുകൾ കൂടെ ഉപയോഗിക്കുന്നത് അതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. കാരണം ഞാൻ എപ്പോഴും പറയുന്നത്, ഞാൻ അങ്ങോട്ടേക്ക് പോകുമ്പോൾ കുറെ കൂടി ടെക്നിക്കലായിട്ട് നമ്മൾ കൂടുതലായിട്ട് പഠിക്കേണ്ടി വരും SEOന്റെ കേസിൽ. അപ്പോ അവിടെ നമ്മൾക്ക് ടേംസുകൾ ഇമ്പോർട്ടന്റ് ആയിരിക്കും. നമ്മൾ ഇതിപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞ ഒരു പേറ്റന്റ് വായിക്കുകയാണെങ്കിൽ, ഗൂഗിളിന്റെ എന്തെങ്കിലും ഗൂഗിളിന്റെ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് വായിക്കുകയാണെങ്കിൽ പോലും നമുക്കത് ഇന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരം വാക്കുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. പക്ഷെ കൺസെപ്റ്റുകൾ നിങ്ങളുടെ ഉള്ളിൽ എല്ലാവരുടെയും ഉള്ളിലുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഓക്കെ, അപ്പൊ ഈ സിമാന്റിക് കണ്ടന്റ് നെറ്റ്വർക്ക് എന്നുള്ളത് എന്താണെന്നുള്ളതാണ് ആദ്യം നോക്കുന്നത്. അപ്പൊ അതിന് നമുക്ക് കുറച്ച് വർഷങ്ങൾ ബാക്കോട്ട് പോയിട്ടുണ്ട്. 2012 മുമ്പ് നമ്മൾക്കറിയാം ഗൂഗിള് പൊതുവെ ഒരു കീവേഡ് സെർച്ച്, കീവേഡ് ആയിരുന്നു എല്ലാം അതിന് മുമ്പ് വരെയായിട്ട്. അതായത് നമ്മളൊരു കീവേഡ് കൊടുക്കുന്നു, ആൾക്കാർ ഒരു കീവേഡ് കൊടുത്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നു. ഗൂഗിൾ ജസ്റ്റ് ആ കീവേഡ് എടുത്തുകൊണ്ട് പോയിട്ട് അവരുടെയിലുള്ള സകല ഡോക്യുമെന്റ്സുകളിലും ഈ കീവേഡ് വെച്ച് സെലക്ട് ചെയ്യുന്നു. ഏതിലാണ് കൂടുതലായിട്ട് ആ കീവേഡ് കൂടുതലായിട്ട് കാണുക മാത്രമല്ല, ആ കീവേഡിന് റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡ് ഉണ്ട്. അങ്ങനെയൊക്കെ ഗൂഗിളിന് അറിയുണ്ടായിരുന്നു. ഒരു കീവേഡ് റിലേറ്റഡ് കീവേഡ്, ആ കീവേഡിന് എത്രത്തോളം ഡെൻസിറ്റി, അതായത് നമ്മുടെ പറയുന്ന കീവേഡ് മുമ്പത്തെ പാർട്ടി പറഞ്ഞില്ലേ സ്റ്റഫിങ്, എത്ര പ്രാവശ്യം കീവേഡ് ഉണ്ടായിരുന്നു, ആ കീവേഡിന്റെ കവറേജ് എവിടെയൊക്കെ ഉണ്ട്, തുടക്കം, കീവേഡിന്റെ ഫ്ലോ, ഇങ്ങനെയൊക്കെയായിരുന്നു ഒരു കാലത്ത് ഗൂഗിള് റാങ്ക് ചെയ്തിരുന്നതൊക്കെ. പക്ഷെ അവർക്ക് നല്ല ആർക്കാണെന്ന് അറിയാം അതിലെവിടെയോ ഒരു ക്വാളിറ്റി കുറവുണ്ട്. ഒരാള് ഒരു SEOക്കാരൻ മനസ്സറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഏത് കീവേഡിനെ റാങ്ക് ചെയ്യാം എന്നുള്ളതായിരുന്നു അന്നത്തെ കാലത്തെ അവസ്ഥ. കാരണം കീവേഡ് സ്റ്റഫിങ് ഒരു പറ്റിക്കാൻ എളുപ്പമാണ്, ആളുകൂടത്തിനെ പറ്റിക്കാൻ എളുപ്പമായിരുന്നു. പക്ഷെ 2012 ഗൂഗിള് നോളജ് ഗ്രാഫ് കൊണ്ടുവന്നു. നമ്മൾ നോളജ് ഗ്രാഫിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, എൻറ്റിറ്റി വാല്യൂസ് ഒക്കെ പറഞ്ഞപ്പോ മുമ്പത്തെ സൺഡേ ചർച്ചയിൽ പറഞ്ഞതാണ്. ഇനി അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ പോയി കാണും. എൻറ്റിറ്റിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എൻറ്റിറ്റി കൂടി മനസ്സിലാവണം ഈ ഇതിനകത്ത് സിമാന്റിക്സിൽ. അപ്പൊ നോളജ് ഗ്രാഫ് വന്നു കഴിഞ്ഞപ്പോ ഗൂഗിളിന് ഈ എൻറ്റിറ്റി നമ്മൾ പറഞ്ഞതാണ് ഓൾറെഡി, ഈ എൻറ്റിറ്റികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, എൻറ്റിറ്റികളുടെ ഓരോ ആട്രിബ്യൂട്ട്സ്, വാല്യൂസ് മാത്രമല്ല അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാനായിട്ട് ഗൂഗിളിന് സാധിച്ചു, എൻറ്റിറ്റികൾ തമ്മിലുള്ള ഇത്. അപ്പൊ ഗൂഗിൾ എന്ത് ചെയ്തു, പതുക്കെ അത് അവരുടെ ഒരു അൽഗോരിതത്തിന്റെ ഭാഗമാക്കി മാറ്റി. റാങ്കിങ്ങിൽ എൻറ്റിറ്റികളുടെ റിലേറ്റഡ് എൻറ്റിറ്റി എന്നൊക്കെ പറയുമ്പോൾ ഗൂഗിൾ മനസ്സിലാക്കാൻ തുടങ്ങി. ഒരു എൻറ്റിറ്റിനെ കുറിച്ച് പറയുമ്പോൾ അതിന് സറൗണ്ടിങ് ആയിട്ടുള്ള വളരെ ക്ലോസ് ആയിട്ടുള്ള എൻറ്റിറ്റീസ് ഉണ്ടെങ്കിൽ ആ ഒരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ ആ ഒരു പീസ് ഓഫ് മെറ്റീരിയൽ, പീസ് ഓഫ് ഇൻഫർമേഷൻ നല്ല കവറേജ് ഉള്ളതാണെന്ന് മനസ്സിലായി. അതിനെക്കുറിച്ച് റെലവെന്റ് ആണ്, ആ ഒരു എൻറ്റിറ്റിനോട് വളരെ റെലവെന്റ് ആണെന്ന് ഗൂഗിൾ മനസ്സിലാക്കാൻ തുടങ്ങി. അതേപോലെ തന്നെ ആ റിലേറ്റഡ് ആയിട്ടുള്ള എൻറ്റിറ്റീസിനെ പരാമർശിക്കുന്നതോടൊപ്പം തന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള എൻറ്റിറ്റീസിനെയും കുറിച്ച് പരാമർശിച്ച് പോകുമ്പോൾ ഡെപ്ത് കൂടുകയാണെന്നും മനസ്സിലാക്കാനായിട്ട് ആ റേഞ്ചൊക്കെ ഗൂഗിളിന് സാധിക്കാനും തുടങ്ങി. പക്ഷെ അപ്പോഴും വേറെ ചില കാര്യങ്ങളിൽ ഗൂഗിളിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ടോപ്പിക് വൈസ് അല്ലെങ്കിൽ ഒരാളുടെ ഇന്റന്റ് വൈസ് അപ്പോഴും ഗൂഗിളിന് കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല.
ആ ഈ ഒരു ഘട്ടത്തിൽ തന്നെ ഈ നോളജ് ഗ്രാഫ്, ഈ എൻറ്റിറ്റി സംഭവങ്ങളൊക്കെ വന്ന സമയത്ത് തന്നെയാണ് സിമാൻറ്റിക് നെറ്റ്വർക്ക് എന്നുള്ള ഒരു കൺസെപ്റ്റുകളൊക്കെ പല പല അത് ഗൂഗിളിന്റെ മാത്രമൊന്നും കേട്ടോ, ഗൂഗിള് കണ്ടുപിടിച്ചതൊന്നുമല്ല ഇത്, അത് പൊതുവേ ഉള്ള കൺസെപ്റ്റുകളാണ് ഇതൊക്കെ. അപ്പൊ അതൊക്കെ അൽഗോരിതങ്ങളുടെ ഭാഗമാകാൻ തുടങ്ങി. അപ്പൊ എന്താണ് സിമാൻറ്റിക് കണ്ടന്റ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ സിമാൻറ്റിക് എന്ന സംഭവം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് തന്നെ ഒരു പർട്ടിക്കുലർ ടൈം അല്ല ഒരു പർട്ടിക്കുലർ അതിനോട് ചേർന്ന് നിൽക്കുന്ന വേറെ ടൈംസ് ഉണ്ട്. നമ്മളെ എൻറ്റിറ്റി ആയിട്ട് നിങ്ങൾ കൂട്ടിക്കുറയ്ക്കരുത്. എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് എൻറ്റിറ്റീസ്, അതവിടെ കഴിഞ്ഞു. അതേപോലെ തന്നെയാണ് ഏകദേശം അതുപോലെ തന്നെ നിങ്ങൾ അതിനെ എൻറ്റിറ്റിയുടെ സ്ഥാനത്ത് ഒരു ടോപ്പിക് ആകാം, ഒരു കീവേഡ് ആയിരിക്കാം, എന്ത് വേണമെങ്കിലും ആയിരിക്കാം, ഒരു എന്താ പറയുക, ഒരു പർട്ടിക്കുലർ ഇൻഫോർമേഷൻ വേണമെങ്കിലാവാം, ആ റേഞ്ചിൽ ആലോചിക്കുക. അപ്പൊ അതിനോട് ചേർന്ന് നിൽക്കുന്ന വേറെയും ടോപ്പിക്കുകളുണ്ടാവും. ഇത് ഗൂഗിള് മനസ്സിലാക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല്, നിലവില് ഗൂഗിളിൽ കുറെ അധികം വെബ് പേജസ് ഉണ്ട്, ഇഷ്ടംപോലെ പേജസ് ഉണ്ട്, കണ്ടന്റ്സ് ഉണ്ട്. ഗൂഗിൾ ഇതിനകത്ത് എല്ലാത്തിനും കാണുന്ന ചില പാറ്റേൺസ് നോക്കും. അതായത് ഈ ഒരു വാക്കുള്ളോടത്ത് ഈ ഒരു വാക്കും കൂടിയും വരാറുണ്ടല്ലോ എന്ന് ഗൂഗിള് വളരെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യും. നമ്മൾ പലപ്പോഴും SEO വിട്ടുപോകുന്ന ഒരു മെയിൻ മിസ്റ്റേക്കാണ് ഞാനിപ്പോ പറയുന്നത്. അതായത് ഗൂഗിൾ നോക്കുമ്പോൾ ഈ ഒരു വാക്കുള്ള പേജുകളിൽ എല്ലായിടത്തും ആ വാക്കിന്റെ പ്രസൻസ് ഞാൻ എല്ലായിടത്തും കാണും, മറ്റൊരു വാക്കും കാണുന്നു, ഈ വാക്കും കാണുന്നു, അങ്ങനെ ഗൂഗിൾ കാണാൻ ഈ ഒരു വാക്ക് പറയുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ആ ഒരു 5 വാക്കുകൾ, 5 8 എത്ര വേണമല്ലോ, ഞാനൊരു നമ്പർ പറയുന്നുള്ളൂ, ആ അത്രയും വാക്കുകളുടെ ഒരു പ്രസൻസ് എനിക്ക് എപ്പോഴും കാണാൻ കഴിയുന്നുണ്ട്. ഇത് ഗൂഗിളിന്റെ തന്നെ ലാർജ് ഡാറ്റയിൽ നിന്ന് ഗൂഗിൾ പഠിക്കുന്ന ഒരു പാറ്റേൺ ആണ്. ഇതിൽ നിന്ന് ഗൂഗിൾ പഠിച്ചെടുക്കുന്ന എന്താണെന്ന് അറിയും, ഈ ഒരു വാക്കുകളും ആ 5 വാക്കുകളും തമ്മിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേഷൻ ആണ് ഉള്ളത് എന്നുള്ളതാണ് ഗൂഗിൾ മനസ്സിലാക്കുന്നത്. ഇതാണ് ഈ സിമാൻറ്റിക് റിലേഷൻ എന്ന് പറയുന്നത്, സിമാൻറ്റിക് റിലേഷൻ. അപ്പൊ ഗൂഗിളിനെ സംബന്ധിച്ച് ഈ ഒരു വാക്കുള്ളവർക്ക് ആ 5 വാക്കുകൾ കൂടി കാണണം. ഒരു ആർട്ടിക്കിളിലോ ഒരു പേജിലോ എന്താണെങ്കിലും ഒരു വെബ്സൈറ്റിലാണെങ്കിലും ഈ ഒരു വാക്കുള്ളവർക്ക്, വാക്കെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു കീവേഡ് എന്ന് വിചാരിക്കരുത്, ടോപ്പിക് ആകാം, എന്ത് വേണേലാവാം. ഈ ഒരു ഇതുള്ളവർക്ക് ആ 5 എണ്ണത്തിനെ കുറിച്ചും പരാമർശിച്ചിട്ടുണ്ടാകണം എന്നുള്ള ഒരു തീരുമാനം കൂടി ഗൂഗിളിൻ്റെത് വരുന്നുണ്ട്. അപ്പോ നമ്മളൊരു ആർട്ടിക്കിൾ എഴുതുന്ന സമയത്ത്, അല്ല നമ്മളൊരു വെബ് പേജോ വെബ്സൈറ്റോ എന്താണെങ്കിലും നമ്മളത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് മിക്ക ആൾക്കാരും വിട്ടുപോകുന്ന ഒരു കേസ് ഇതാണ്. നമ്മൾ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ടീമിനോട് വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന മറ്റൊരു ടീം, ഇത് മോസ്റ്റ്ലി എല്ലാവർക്കും ഇതാണ് ഒരുമിച്ചാണ് വരാറ്. നമ്മളുടെ അബദ്ധത്തിൽ ഇത് മിസ്സായി പോയി എന്ന് വിചാരിക്കുക. നമ്മൾ എഴുതിയപ്പോൾ നമ്മൾ വളരെ ബുദ്ധിപരമായിട്ട് വളരെ ആരും എഴുതാത്ത രീതിയിലൊക്കെ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടൊക്കെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടാവും. പക്ഷെ ഗൂഗിളിന് മുമ്പില് ആ ടീമും വരേണ്ട ടൈംസുകൾ ഇതിനകത്ത് മിസ്സിങ് ആണെങ്കിൽ ഗൂഗിൾ മനസ്സിലാക്കുക ഇത് റെലവന്റ് അല്ല എന്നാണ്. മനസ്സിലായോ? അപ്പൊ ഇതാണ് ഈ സിമാൻറ്റിക്കലി ഈക്വൽ അല്ലെങ്കിൽ സിമാൻറ്റിക്കലി ബന്ധമുള്ള വാക്കുകൾ എന്നൊക്കെ പറയുന്നത്. ഇതാണ് ഈ സിമാൻറ്റിക്, അതിനോട് ചേർന്ന് വരുന്ന അല്ലെങ്കിൽ അതിനോട് അർത്ഥമുള്ള ഒരേപോലത്തെ ഒരുമിച്ച് വരുന്ന എന്നൊക്കെ രീതിയിലുള്ള വാക്കുകളാണ് ഈ സിമാൻറ്റിക്കൽ വേർഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സിമാൻറ്റിക് കണ്ടന്റ് നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല, ആ ഒരു സിമാൻറ്റിക്കിലുള്ള കണ്ടന്റുകൾ നമ്മളുടെ ഇപ്പൊ ഒരു വെബ്സൈറ്റ്, അപ്പൊ നമ്മളുടെ ഒരു ടോപ്പിക് ഉണ്ടാവും. അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ എന്താ പറയാ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോ ദുബായില് ബിസിനസ് സെറ്റപ്പ് ചെയ്തു കൊടുക്കുന്ന ഒരു കമ്പനി വിചാരിക്കുക, ഒരു കമ്പനി അതിന്റെ വെബ്സൈറ്റ് ആണെന്ന് വിചാരിക്കുക, ബിസിനസ് സെറ്റപ്പ് ഇൻ ദുബായ്. അപ്പോ അവരുടെ ഇതെന്താ, ടോപ്പിക് എന്താ നമ്മൾ പറയുന്നത്, ബിസിനസ് സെറ്റപ്പാണ്. ദുബായ് ലൊക്കേഷൻ ലോക്കൽ ഇതിനകത്ത് അതവിടെ നിന്ന് മാർക്കെടുക്കട്ടെ, ബിസിനസ് സെറ്റപ്പ്. ഈ ബിസിനസ് സെറ്റപ്പ് എന്നുള്ള അതിനോട് ചേർന്ന് നിൽക്കുന്ന സിമാൻറ്റിക്കലി അതിന്റെ ശരിക്കുള്ള ഒരു ടോപ്പിക് എന്താ ശരിക്കും പറഞ്ഞത്. ഇവിടെയാണ് പരമായിട്ട് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്. ബിസിനസ് സെറ്റപ്പ് അല്ല, ബിസിനസ് സെറ്റപ്പ് തന്നെയുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാല് ഡൂയിങ് ബിസിനസ്. അവിടെ ബിസിനസ് ചെയ്യുക എന്നുള്ളതാണ് ശരിയായ അതിന്റെ ടോപ്പിക് വരുന്നത്. അവിടെ ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണല്ലോ ബിസിനസ് സെറ്റപ്പ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എടുക്കേണ്ടത് ഇതായിട്ട് വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള സിമാൻറ്റിക് വേർഡ് എന്ന് പറഞ്ഞാൽ ഡൂയിങ് ബിസിനസ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി സിമാൻറ്റിക് കണ്ടന്റ് നെറ്റ്വർക്കിലേക്കാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഈ ഡൂയിങ് ബിസിനസ് എന്നുള്ള അതാണ് നമ്മുടെ മെയിൻ ടോപ്പിക്. നമ്മുടെ വെബ്സൈറ്റ് റാങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്കറിയാം, നമ്മൾ ആ ഒരു ടോപ്പിക്കില് നമ്മൾക്കൊരു ടോപ്പിക്കൽ അതോറിറ്റി ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ടോപ്പിക്കൽ അതോറിറ്റി ബിൽഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ദുബായിൽ ഡൂയിങ് ബിസിനസ് ചെയ്യുക എന്ന കാര്യത്തെക്കുറിച്ച് പരാമർശിക്കുന്നതിൽ നമ്മുടെ വെബ്സൈറ്റ്
ഒരു അതോറിറ്റിയാണ് എന്ന് ഗൂഗിളിന് തോന്നണമെന്നുണ്ടെങ്കിൽ ബിസിനസ് ദുബായിൽ ചെയ്യുന്നതിനെ സംബന്ധിച്ച്, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ചായിരിക്കാം, ബിസിനസ് റൺ ചെയ്യുന്നതിനെ കുറിച്ചായിരിക്കാം, കമ്പനി ക്രിയേഷനെ കുറിച്ചായിരിക്കാം, ടാക്സ് കൺസൾട്ടേഷനെ കുറിച്ചിട്ടായിരിക്കാം, പല പല ഗവൺമെന്റ് സ്കീമുകളെ കുറിച്ചിട്ടുള്ളതായിരിക്കാം, ഒരു ഇന്ത്യക്കാരന് അവിടെ ബിസിനസ് തുടങ്ങുന്നതിനെ കുറിച്ചുള്ള പ്രൊസീജിയേഴ്സ് പറയുന്നതിനെ കുറിച്ചായിരിക്കാം, ലണ്ടനിലുള്ള ഒരാൾക്ക് അവിടെ കമ്പനി തുടങ്ങുന്നതിനെ കുറിച്ച് പറയുന്നതിനായിരിക്കാം. അങ്ങനെ ഇഷ്ടംപോലെ കാര്യങ്ങൾ ബിസിനസ് തുടങ്ങുന്നതിനും ബിസിനസ് നടത്തുന്നതിനെയും കുറിച്ച്, ആ ദുബായിൽ നടത്തുന്നതിനെ കുറിച്ച് ഒരു വെബ്സൈറ്റ് പറയുമ്പോഴാണ് ശരിക്കും ആ വെബ്സൈറ്റ് ടോപ്പിക്കൽ അതോറിറ്റി ആയിട്ട് വരിക എന്ന് പറഞ്ഞത്. ഈ ടോപ്പിക്കൽ അതോറിറ്റി ഗൂഗിൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പടി താഴേക്ക് ഇറങ്ങി ചിന്തിക്കുക. അതാണ് സിമാന്റിക് കണ്ടന്റ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് നിന്നാണ് മനസ്സിലാവുന്നത്. നമ്മൾക്കിതിപ്പോ പറയുമ്പോൾ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും ഇതൊക്കെ വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ളതാണ്. ശരിയാണ്, നമുക്ക് മനുഷ്യർക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റും. ആ ബിസിനസ് ഡൂയിങ് ബിസിനസ്, അവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നു, ബിസിനസ് റൺ ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നു, ടാക്സ് അടയ്ക്കുന്നതിനെ കുറിച്ച് പറയുന്നു, അങ്ങനെ എല്ലാം പറയുന്നത് ഇതെല്ലാം വളരെ ക്ലോസ്ഡ് ആണ്. സിമാന്റിക്കിൽ വളരെ ക്ലോസ്ഡ് ആണ് ഇതെല്ലാം. നമ്മൾക്കറിയാം ഗൂഗിളിന് ഇതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. ഗൂഗിളിന് ഇത് മനസ്സിലാക്കുന്നതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ കേസ്. ഗൂഗിൾ ഇത് മനസ്സിലാക്കുന്നത് നിലവിലുള്ളവരുടെ ഇൻഫോർമേഷനിൽ നിന്ന്, ഇഷ്ടംപോലെ ഇൻഫോർമേഷൻസ് ഉണ്ടാവും അവരുടെ, അതിൽ നിന്ന് ഗൂഗിൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് പറയുന്നവർക്ക് ഇതിനെക്കുറിച്ചും പറയാറുണ്ട്, ഇതിനെക്കുറിച്ച് പറയുന്നതിനെ കുറിച്ച് അതിനെക്കുറിച്ചും പറയാറുണ്ട്, അതിനെക്കുറിച്ച് പറയുന്നത് ഇതിനെക്കുറിച്ചും പറയാറുണ്ട്. ഇങ്ങനെ ഗൂഗിളിന് കുറെ കാര്യങ്ങൾ അറിയാം. ഓക്കെ, ഇത് ഗൂഗിൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ആ വാക്കുകൾ ഒരുമിച്ച് വരിക. ഒരു ആർട്ടിക്കിളിൽ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ അത് അവര് വളരെ ക്ലോസ്ഡ് ആയിട്ട് എപ്പോഴും വളരെ ഫ്രീക്വന്റ് ആയിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക. ഗൂഗിൾ അതിൽ നിന്നും മനസ്സിലാക്കുന്നുണ്ടാവും. രണ്ട്, ലിങ്കിങ്. ഈ ഒരു ആർട്ടിക്കിൾ ഉള്ള സ്ഥലത്ത് നിന്ന് ഈ ഒരു കാര്യത്തെ പരാമർശിക്കുന്ന സ്ഥലത്ത് നിന്ന് സാധാരണ ഇങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് വേറെ ഒരു ആർട്ടിക്കിൾ ആയിരിക്കും, അങ്ങോട്ടേക്ക് ലിങ്ക് ചെയ്യാറുണ്ട്, ഇങ്ങനത്തെ റെഫറൻസ് കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ അതിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് അങ്ങോട്ടേക്ക് വിടാറുണ്ട്. അപ്പൊ ഈ ഇന്റേണൽ ലിങ്കിങ്ങിൽ നിന്നും ഈ വാക്കുകൾ ഒരുമിച്ച് വരുന്നതിൽ നിന്നും എല്ലാമാണ് ഗൂഗിൾ ഇത്തരം പാറ്റേൺസ് മനസ്സിലാക്കുന്നത്. ഇതിനാണ് ഗൂഗിളിന്റെ ഭാഷയിൽ സിമാന്റിക് മാപ്പിംഗ് എന്നാണ് ഗൂഗിൾ പറയുന്നത്. സിമാന്റിക് മാപ്പ് ഗൂഗിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ സിമാന്റിക് മാപ്പ് എന്നുള്ളത് നമ്മൾ കാണുന്നില്ല, അതൊരു വലിയ സ്ട്രക്ചർ പോലെ ഇരിക്കുന്ന സംഭവമാണ്. ഈ സിമാന്റിക് മാപ്പിൽ നിന്നാണ് ഗൂഗിൾ സിമാന്റിക് റിലേഷൻഷിപ്സുകൾ മനസ്സിലാക്കുന്നത്. ഈ സിമാന്റിക് റിലേഷൻഷിപ്പുകളിൽ നിന്നും ഈ സിമാന്റിക് മാപ്പിൽ നിന്നും ആണ് ഗൂഗിൾ ഒരു വെബ്സൈറ്റിന്റെ തന്നെ, അല്ലെങ്കിൽ അവരുടെ തന്നെ ഉള്ള ഡാറ്റയിൽ സിമാന്റിക് കണ്ടന്റ് നെറ്റ്വർക്ക് ഗൂഗിളിന് മനസ്സിലാകുന്നത്. അതായത് നമ്മുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പറയുന്നത്, നമ്മുടെ വെബ്സൈറ്റിൽ ഇപ്പൊ ദുബായിൽ ബിസിനസ് ചെയ്യുന്നതിനെ കുറിച്ച് ഒരു 30ഓളം ആർട്ടിക്കിൾസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇതെല്ലാം വെൽ ഇന്റർ കണക്റ്റഡ് ആണ്. അതായത് ഇപ്പൊ എക്സാമ്പിൾ ടാക്സ് ഫയൽ ചെയ്യുന്നതിനെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ പറയുമ്പോൾ തന്നെ അതിനകത്ത് നിന്ന് വേറെ എന്തെങ്കിലും ഗവൺമെന്റ് സ്കീമുകളെ കുറിച്ച് പറയുന്ന വേറൊരു പേജിലേക്ക് ലിങ്ക് ചെയ്യുന്നു. പിന്നെ ഈ പേജുകളിൽ നിന്ന് എല്ലാ പേജിൽ നിന്നും നമ്മുടെ മെയിൻ ബിസിനസ് പേജ് ഏതാണ്, നമ്മുടെ സർവീസ് പേജ് ആയിരിക്കും. ഇപ്പൊ ബിസിനസ് സെറ്റപ്പ് ഇൻ ദുബായ് എന്നുള്ള മെയിൻ പേജ്. ആ പേജിലേക്ക് ഈ പേജുകളിൽ നിന്നെല്ലാം നമ്മൾ അങ്ങോട്ടേക്ക് ലിങ്ക് ചെയ്യുകയും ചെയ്യും. ഇതെല്ലാം പ്രോപ്പർ ഇന്റേണൽ ലിങ്ക്. അപ്പൊ ഗൂഗിളിലെ ഒരു മനുഷ്യനല്ല, ഗൂഗിളിന്റെ ക്രോളറാണ് ഇത് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇന്റേണൽ ലിങ്കിങ് ഒക്കെ ഇവിടെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത്. കാരണം ഗൂഗിളിന് ഇത് മനസ്സിലാവണം, ഇങ്ങനൊരു നെറ്റ്വർക്ക്, ഇങ്ങനൊരു കണ്ടന്റ് സ്ട്രാറ്റജി ഇവനകത്ത് ബിൽഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അപ്പൊ ഗൂഗിളിന്റെ ക്രോളർ ഒരു വെബ്സൈറ്റ് കയറി ഇറങ്ങുമ്പോൾ ഗൂഗിൾ കാണിക്കണം ആ സർവീസ് പേജ് ഉണ്ട്. അവ നോക്കുമ്പോൾ ബിസിനസ് സെറ്റപ്പിനെ കുറിച്ച് ഒരു ബ്ലോഗ് എഴുതിയിട്ടുണ്ട്, അതിൽ നിന്ന് തന്നെ ടാക്സിനെ കുറിച്ച് മറ്റേ ഒരു ഇത് എഴുതിയിട്ടുണ്ട്. ഈ എല്ലാ പേജുകളിൽ നിന്നും സർവീസ് പേജിലേക്ക് ഉള്ള ലിങ്ക് കാണുന്നുണ്ട്. അപ്പൊ പതുക്കെ ഗൂഗിള് ആ ഒരു വെബ്സൈറ്റിന്റെ സിമാന്റിക് മാപ്പ് ഗൂഗിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ സിമാന്റിക് മാപ്പ് വളരെ റെലവെന്റ് ആയിട്ട് വളരെ അലൈൻഡ് ആയിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ സിമാന്റിക് കണ്ടന്റ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മളിങ്ങനെ ഒരു ടോപ്പിക്കിന് റിലേറ്റഡ് ആയിട്ട്, അതായത് സിമാന്റിക്കിന് വളരെ റിലവന്റ് ആയിട്ടുള്ള മറ്റു ടോപ്പിക്കുകൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ബ്ലോഗ് എഴുതുന്നതാണ്. അത് തന്നെയാണ് സിമാന്റിക് കണ്ടന്റ് നെറ്റ്വർക്ക്. അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ സാധാരണ സിമാന്റിക് കണ്ടന്റ് നെറ്റ്വർക്ക് ഉണ്ടാക്കാം എന്നൊന്നും പറയാറില്ല. നമ്മൾ സാധാരണ പറയാറ് എന്തായിരിക്കും, നമ്മളൊരു ബ്ലോഗ് എഴുതുമ്പോൾ നമുക്ക് നമ്മളുടെ ബിസിനസ് ആയിട്ട് അലൈൻഡ് ആയിട്ടുള്ള കാര്യങ്ങളായ ബ്ലോഗ് എഴുതണം, നമ്മൾ ഇത്രേ പറയാറുള്ളൂ. പക്ഷെ ഇതിനെ ടെക്നിക്കലി പറയുന്നതാണ് സിമാന്റിക് കണ്ടന്റ് നെറ്റ്വർക്ക്. ആ രീതിയിൽ നമ്മൾ കുറച്ചും കൂടി ഇൻഡെപ്ത് ആയിട്ട് ചിന്തിച്ച് വേണം ഇത് ചെയ്യാനായിട്ട്. കാരണം സിമാന്റിക്കിൽ വളരെ റിലവന്റ് ആയിട്ടുള്ള ആ റിലേഷനിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ കാണിച്ചു തരാം, ഒരു സ്ലൈഡ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, അത് കാണിച്ചു തരാം. സിമാന്റിക് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. സിമാന്റിക് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ വാക്ക് അല്ല ടോപ്പിക് എന്തുവാണെങ്കിലും ഇതും ഈ മറ്റൊരു ടോപ്പിക്കും ഇതും തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ ക്ലോസ് ആണെങ്കിൽ വളരെ റെലവെന്റ് ആണെന്ന് അർത്ഥം. ഇതുള്ളടത്ത് ഇത് വളരെ ക്ലോസ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നിടത്ത് SEO
വളരെ ക്ലോസ് ആണ്. അത് സിമാന്റിക് ഡിസ്റ്റൻസ് കുറവാണെന്ന് പറയും. ഇവര് തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറവാണ്. ഗൂഗിൾ ഇങ്ങനെ തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. സിമാന്റിക് ഡിസ്റ്റൻസ് ഒക്കെ നോക്കിയിട്ടാണ് ഗൂഗിള് നമ്മളുടെ കണ്ടന്റ് നെറ്റ്വർക്കിന്റെ ഒരു സ്ട്രെങ്ത്, അതേപോലെ നമ്മുടെ ഓവറോൾ ടോപ്പിക്കൽ അതോറിറ്റി, ഇതെല്ലാം ഗൂഗിൾ കണക്കാട്ടുന്നത് ഈ സിമാന്റിക് ഡിസ്റ്റൻസ് ഒക്കെ വെച്ചിട്ടാണ്. അപ്പൊ ഗൂഗിൾ നോക്കുന്നു ഈ ഒരു ടോപ്പിക്കും വളരെ ക്ലോസ് ആണെന്ന് ഗൂഗിൾ അറിയാം. എല്ലായിടത്തും അതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, ടെസ്ല എന്ന് പറയുന്നിടത്ത് എലോൺ മസ്ക് വളരെ ക്ലോസ് ആണ് അത് തമ്മിലുള്ളത്. ഓക്കെ, പക്ഷെ ടെസ്ല എന്നൊരു വാക്കും ശ്യാം കേസ് എന്നുള്ള വാക്കും തമ്മിലോ ഒന്ന് ആലോചിച്ച് നോക്കി, വളരെ ഡിസ്റ്റൻസ് കൂടുതലായിരിക്കും. ഇത് സിമാന്റിക്കലി ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുതലായിരിക്കും. അപ്പൊ ഒരു ആർട്ടിക്കിൾ ടെസ്ല എന്നുള്ളിടത്ത് എഴുതുന്നു, വേറൊരു ആർട്ടിക്കിൾ ശ്യാമിനെ കുറിച്ച് എഴുതുന്നു, ഇത് തമ്മിൽ ലിങ്ക് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കാം. പക്ഷെ ഗൂഗിളിനെ സംബന്ധിച്ച് ഈ സിമാന്റിക് കണ്ടന്റ് നെറ്റ്വർക്കിൽ ഇത് തമ്മിലുള്ള സിമാന്റിക് റെലവൻസ്, സിമാന്റിക് ഡിസ്റ്റൻസ് കൂടുതലാണ്. സോ സിമാന്റിക് റെലവൻസ് കുറവാണ് ഗൂഗിളിനെ സംബന്ധിച്ചിട്ട്. പക്ഷെ ഇതേ സ്ഥലത്ത് ശ്യാമിനെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ട് SEO എന്നൊരു ആർട്ടിക്കിളിലേക്ക് ചിലപ്പോൾ ലിങ്ക് ചെയ്തില്ല, കുറച്ചും കൂടി എന്നാലും SEO ശ്യാം തമ്മിൽ ഇപ്പോഴും ദൂരം കൂടുതലാണ്. പക്ഷെ എന്നാലും ടെസ്ല എന്നുള്ളതിനേക്കാളും കുറച്ചും കൂടി സിമാന്റിക്കലി ഡിസ്റ്റൻസ് കുറഞ്ഞു കിട്ടും. ശ്യാം എന്നുള്ളവർക്ക് എഴുതിയിട്ട് ബ്രെയിൻ സൈബർ സൊല്യൂഷനെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ ആണെങ്കിലോ ചിലപ്പോ സിമാന്റിക് ഡിസ്റ്റൻസ് പിന്നെയും കുറയും, വളരെ ക്ലോസ് ആയിട്ട് വരും. അപ്പോ ഓവറോൾ ആ കണ്ടന്റ് നെറ്റ്വർക്കിന്റെ സ്ട്രെങ്ത് കൂടും. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്ന് വെച്ചാൽ സിമാന്റിക്കലി വളരെ ക്ലോസ് ആയിട്ടുള്ള ടോപ്പിക്കിലായിരിക്കും നമ്മൾ എപ്പോഴും കണ്ടെത്തേണ്ടത്. പല ആൾക്കാർക്കും വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുന്ന സമയത്താണെങ്കിലും കണ്ടന്റ് സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുന്നത്, അതായത് നമ്മൾ ടോപ്പിക്കൽ മാപ്പ് എന്നൊക്കെ പറയുന്ന സംഭവം പിന്നീട് എപ്പോഴും അതിനെ കുറിച്ച് വേറെ ഒരു സമയത്ത് പറയാം. ഈ ടോപ്പിക്കൽ മാപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്പർ 1 മിസ്റ്റേക്ക് പറ്റാറുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ ഉണ്ടാവില്ല. ടോപ്പിക്കുകൾ കുറെ എഴുതണമെന്നറിയാം. അപ്പൊ ചിലപ്പോ ഇപ്പൊ ഞാൻ എന്റെ ബന്ധുക്കളെ കുറിച്ച് പറയണം, ഞാൻ എന്റെ കേസ് പറയണമെങ്കിൽ ആ ഒരു ടോപ്പിക്കൽ മാപ്പ് നോക്കി ഞാൻ ആദ്യം എന്നെ കുറിച്ച് പറയണം, പിന്നെ എന്റെ ഫാദറിനെ കുറിച്ച് പറയാം, പിന്നെ എന്റെ മദറിനെ കുറിച്ച് പറയാം, പിന്നെ എന്റെ വൈഫിനെ കുറിച്ച് പറയാം, പിന്നെ എന്റെ പിള്ളേരെ കുറിച്ച് പറയാം. ഫസ്റ്റ് ഇതല്ലേ പറയേണ്ടത്. പിന്നെ അടുത്ത ലെവലിൽ ഞാൻ അടുത്ത ലെവലിലേക്ക് കിടക്കുക, എന്റെ അമ്മയുടെ അച്ഛനെ കുറിച്ച് വേണമെങ്കിൽ പറയാം, എന്റെ അമ്മയുടെ അമ്മയെ കുറിച്ച് പറയാം. എന്നിട്ട് അങ്ങനെ പോകേണ്ടത്. അതായത് നമ്മുടെ ഏറ്റവും സിമാന്റിക്കലി വളരെ ക്ലോസ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞ കാര്യങ്ങൾ ആദ്യം പറഞ്ഞാൽ പോകേണ്ടത്. പക്ഷെ പലരും ആൾക്കാർക്കും ഈ സൈറ്റിന്റെ ഇത് പ്ലാൻ ചെയ്യുമ്പോൾ പറ്റുന്ന മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ട്. ഇതേ തന്നെ ഞാൻ ഇങ്ങനെ പറയണമെന്ന് വിചാരിച്ചോ, ഞാൻ ആദ്യം എന്നെ കുറിച്ച് പറഞ്ഞു, ഞാൻ നേരെ അടുത്തതായിട്ട് എന്റെ അമ്മായിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ നേരെ അങ്ങോട്ട് പോയിട്ട് എന്റെ ചിറ്റമ്മയുടെ വീടിന്റെ അടുത്തുള്ള നെയ്ബറെ കുറിച്ച് പറഞ്ഞു, അതിനുശേഷം എന്റെ ഇളയ മകളെ കുറിച്ച് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് കേട്ടിരിക്കുന്നവന്റെ തന്നെ കിളിവും ഇത്, കാരണം കണക്ട് ചെയ്യാൻ പറ്റില്ല, അവന് ഒരു ഇത് കിട്ടുന്നില്ല അവന്. അപ്പൊ ഗൂഗിളിന്റെ പോലത്തെ ഈ പ്രോഗ്രാംസുകളുടെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈസി ആയിട്ട് അതിന് പോലും ഇതിനെ ലിങ്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ടോപ്പിക്കൽ മാപ്പ് മറ്റും നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കണ്ടന്റ് സിമാന്റിക് കണ്ടന്റ് നെറ്റ്വർക്ക് സ്ട്രോങ് ആവാനായിട്ട് നമ്മൾ ഇത്രയും ചെയ്താൽ മതി. നമ്മുടെ മുമ്പിൽ ഒരു ടോപ്പിക് ഉണ്ട്, നെക്സ്റ്റ് സ്റ്റെപ്പ് മാത്രം ആലോചിക്കുക, ഏറ്റവും ക്ലോസ് ആയിട്ട് ഇതിനോട് നിൽക്കുന്ന ആ ടോപ്പിക്കുകൾ ഏതാണ് അതിനെ കുറിച്ച് എഴുതുക. ദെൻ ആ എഴുതിയ ടോപ്പിക്കിലായിട്ട് ഏറ്റവും അടുത്തതായിട്ട് പറയാനുള്ളത് ഏതാണ് അതിനെ കുറിച്ച് എഴുതുക. ഇതെല്ലാം തന്നെ പറഞ്ഞു പോകുമ്പോൾ ഇത് ഫ്ലോ ആണ്, കണ്ടന്റിന്റെ ഫ്ലോ ആണ്. പറഞ്ഞു പോകുമ്പോഴും ഒരു കാര്യം എപ്പോഴും ഉറപ്പുവരുത്തണം, ഏറ്റവും മോളിൽ കിടക്കുന്ന ടോപ്പിക്കിൽ നിന്ന് നമ്മൾ വഴിമാറി വേറെ വഴിക്ക് പോകാൻ. അതായത് നമ്മുടെ ബിസിനസ് സെറ്റപ്പ് ഇൻ ദുബായ് എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞ് അവസാനം ചിക്കൻ 65 ഉണ്ടാക്കുന്നതിലേക്ക് എത്തിയ കാര്യങ്ങൾ പോയി. നമ്മള് ഇങ്ങനെ റിലേഷൻ നോക്കി പോകുമ്പോഴേ പല ടൈപ്പ് റിലേഷൻ കാണാൻ പറ്റും. പക്ഷെ നമ്മളുടെ കോണ്ടക്സ്റ്റിൽ നിന്ന് മാറിപ്പോകരുത്. സിമാന്റിക്കലി ഡിസ്റ്റൻസ് മാറിപ്പോവാതെ തന്നെ നമ്മൾ അത് കീപ്പ് ചെയ്യണം. പലർക്കും പറ്റുന്ന ഇതാണ്. ഞാനിപ്പോ പറയുമ്പോൾ എനിക്കത് വളരെ സ്ട്രേഞ്ച് ആയിട്ട് തോന്നും, അല്ലെ? ഈ ബിസിനസ് നെറ്റ്വർക്ക് ഇതെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എക്സാമ്പിൾ വെറുതെ പറയുന്നതാണ്. ഇപ്പൊ ബിസിനസ് സെറ്റപ്പ് ഇൻ ദുബായിനെ കുറിച്ച് ഞാൻ പറയാൻ തുടങ്ങി. അപ്പൊ ഞാൻ പറയുന്ന ബിസിനസ് സെറ്റപ്പ് കുറിച്ച് പറയുമ്പോൾ ദുബായിലുള്ള ബിസിനസ് ചെയ്യാനുള്ള അവിടുത്തെ ഒരു അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയുന്നു. അവിടുത്തെ ഒരു ആർട്ടിക്കിൾ ഫോർമാലിറ്റീസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയുന്നു. യെസ്. മറ്റൊന്ന് എനിക്ക് തോന്നി അവിടെ ദുബായ് ലൊക്കേഷൻ സ്പെസിഫിക് അല്ല, കുറച്ചും കൂടി ലോക്കലൈസ്ഡ് ഇതിന് വേണ്ടിയിട്ട് അവിടുത്തെ കൾച്ചറിനെ കൂടി കുറച്ചും കൂടി ഒന്ന് പറഞ്ഞേക്കാം. ആ കൾച്ചറും അവിടുത്തെ ബിസിനസ് ഗ്രോത്തിനെ എങ്ങനെ അഫക്ട് ചെയ്യുന്നു എന്നൊരു ആർട്ടിക്കിൾ ഞാൻ പറയണമെന്ന് വിചാരിക്കും. യെസ്, ആ ആർട്ടിക്കിൾ ഞാൻ എഴുതി. ചുമ്മാ പറയുന്നുണ്ടത്, ആരും അങ്ങനെ ചെയ്യില്ല. ഈ ആർട്ടിക്കിൾ ഞാൻ എഴുതി എന്ന് വിചാരിക്കാം. എന്നിട്ട് ഞാൻ പിന്നെ അടുത്ത ലെവലിൽ ആലോചിക്കുന്നു. ഞാൻ അവിടുത്തെ കൾച്ചറിനെ കുറിച്ച് പറഞ്ഞ ആർട്ടിക്കിളിൽ ഞാൻ അവിടുത്തെ ഫുഡിനെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ കുഴിമന്തി, ചിക്കൻ, അതൊക്കെ അൽഫാം, ഇതൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഫുഡാണ്, അതിന്റെയൊക്കെ നാടാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ എഴുതിയിട്ടുണ്ട്.
ഇവിടെ നിന്ന് ഞാൻ പിറകോട്ട് നോക്കിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു വന്നത് ബിസിനസ് സെറ്റപ്പിനെ കുറിച്ചാണ്. നോക്കിയപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഞാൻ അടുത്ത ആർട്ടിക്കിൾ എത്തി. ദുബായിൽ കിട്ടുന്ന ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കോഴികൾ ഏതൊക്കെയാണ്, അവരേറ്റവും കൂടുതൽ ചിക്കൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കോഴി എന്ത് ടൈപ്പ് കോഴിയാണെന്ന് എഴുതി. അവിടെ നിന്ന് ഞാൻ ഈ കോഴിയെ കുറിച്ച്, കോഴി എങ്ങനെ വളർത്താം എന്നുള്ളതിനെ കുറിച്ച് എഴുതി. ഞാൻ അങ്ങനെ പോയി എന്ന് വിചാരിക്കുക. ഇത് എക്സ്ട്രീം ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്, ആരും ചെയ്യില്ല. പക്ഷേ ഇത് കണ്ടാൽ വായിച്ചവന്റെ അവസ്ഥ എന്തായി, ആ ബിസിനസ് സെറ്റപ്പ് തുടങ്ങാൻ വന്നവൻ അവൻ അവസരം കുഴിമന്തി കഴിക്കേണ്ട അവസ്ഥയിലേക്ക് പോകും കാര്യങ്ങൾ. അപ്പൊ ഇത് തന്നെയാണ് മറ്റേ നമ്മുടെ ഗൂഗിളിനും സംഭവിക്കുക. അപ്പൊ ഇത് ആണ് നമ്മളെപ്പോഴും ഒരു സിമാറ്റിക് കണ്ടന്റ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ആ സംഭവം. ഒന്ന് സിമാറ്റിക്കിൽ വളരെ ക്ലോസ് ഡിസ്റ്റൻസ് അവിടെ ഇഷ്യൂ ആണ്. ഡിസ്റ്റൻസ് മാക്സിമം കുറച്ചുകൊണ്ട്, അതായത് സിമാറ്റിക്കിലെ ഡിസ്റ്റൻസ് കുറച്ചുകൊണ്ട് നമ്മളൊരു സെറ്റ് ഓഫ് ആർട്ടിക്കിൾസ് ആണ് നമ്മുടെ വെബ്സൈറ്റിലേക്ക് പബ്ലിഷ് ചെയ്യേണ്ടത്. സെറ്റ് ഓഫ് ആർട്ടിക്കിൾസ്. ഈ സെറ്റ് ഓഫ് ആർട്ടിക്കിൾസ് ഗൂഗിളിന് വേണ്ടിയല്ല, നമ്മൾ ആ യൂസർക്ക് വേണ്ടി, ശരിക്കും ഒരു യൂസർക്ക് വേണ്ടി നമ്മുടെ മനസ്സിൽ ആലോചിച്ച് നമ്മൾ എഴുതി കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു സിമാറ്റിക് കണ്ടന്റ് നെറ്റ്വർക്ക് തന്നെയായിരിക്കും, വളരെ പെർഫെക്റ്റ് ആയിരിക്കും. അപ്പൊ നമ്മുടെ മനസ്സിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് നമ്മുടെ മെയിൻ ബിസിനസ് അല്ലെങ്കിൽ മെയിൻ ഇത് ആ ടോപ്പിക്കായിട്ട് അലൈൻഡ് നമ്പർ 1. ആ ടോപ്പിക്കിൽ നിന്ന് വഴിമാറി പോകുന്നത്, നമ്മൾ പലതും പറഞ്ഞ് കട കയറി പോകുമ്പോൾ പോലും മെയിൻ ടോപ്പിക്കായിട്ട് അലൈൻഡ് ആയിരിക്കണം. 2, ആ ടോപ്പിക്കായിട്ട് സിമാൻറ്റിക്കലി ഡിസ്റ്റൻസ് കുറവുള്ള ഏറ്റവും അടുത്ത് നിൽക്കുന്ന കാര്യങ്ങളെല്ലാം കവർ ചെയ്യാൻ ശ്രമിക്കണം, ഒന്നും വിട്ടുപോകരുത്. 2, ആ സിമാൻറ്റിക്കലി ഡിസ്റ്റൻസ് കുറഞ്ഞ ഇതായിട്ടുള്ള ഇത് കഴിഞ്ഞ് കുറച്ച് സമയം ഉണ്ടാവും കേട്ടോ അനസ്, മറ്റേ അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ളത് ഇടയിൽ ചോദിച്ചു കഴിഞ്ഞിട്ട് അപ്പൊ അത് ഇതൊന്ന് പോകും. അപ്പോ നമ്മുടെ ബേസിക്കലി ഇത്രേ ഉള്ളൂ. നിങ്ങളുടെ വാക്ക് കേട്ടിട്ട് ഭയങ്കരമായ സംഭവം ഒന്നും വിചാരിക്കേണ്ടത്. ഈ സിമാൻറ്റിക്കൽ കണ്ടന്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയണതിൽ വളരെ നമ്മുടെ ടോപ്പിക്കായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ എന്ന് പറയുന്ന സംഭവം തന്നെയാണ്. പക്ഷെ ഗൂഗിള് അവരുടെ അൽഗോരിതത്തിൽ, അവരുടെ നോളജ് ഗ്രാഫുകൾ വെച്ചിട്ടും അവരുടെ നിലവിലുള്ള ഡാറ്റ വെച്ചിട്ടും ഗൂഗിള് അഡീഷണൽ ആയിട്ട് കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. സിമാൻറ്റിക്കൽ മാപ്പ് ഉണ്ടാക്കുന്നുണ്ട്, സിമാൻറ്റിക്കൽ ഡിസ്റ്റൻസ് അവർ മനസ്സിലാക്കുന്നുണ്ട്, സിമാൻറ്റിക്കൽ റെലവൻസ് അവർ മനസ്സിലാക്കുന്നുണ്ട്. ഇതെല്ലാം വെച്ചിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള പേജുകൾ അവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ അവരുടെ കയ്യിലുള്ള നോളജും നമ്മുടെ വെബ്സൈറ്റിലുള്ള ആ ഒരു കണ്ടന്റിന്റെ സ്ട്രക്ചറും ഒത്തുപോകുന്ന സമയത്തുണ്ടല്ലോ, ഗൂഗിളിന് നമ്മുടെ ഈ കണ്ടന്റ്, നമ്മുടെ വെബ്സൈറ്റിലെ ആ കണ്ടന്റുകൾ ഗൂഗിളിന് മനസ്സിലാവും. ഇവൻ പെർഫെക്റ്റ് ആയിട്ട് ഈ ടോപ്പിക്കിനെ കുറിച്ച് എല്ലാ രീതിയിലും പറഞ്ഞു പോകുന്നത് മനസ്സിലാവും. ഇവിടെ നിന്നാണ് ടോപ്പിക്കൽ അതോറിറ്റി എന്ന് പറഞ്ഞ സംഭവത്തിലേക്ക് പോകുന്നത്. പക്ഷെ ഇതാണ് ടോപ്പിക്കൽ അതോറിറ്റി എന്ന് പറയുന്നില്ല. ടോപ്പിക്കൽ അതോറിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് മറ്റൊരു സംഭവം വെച്ചിട്ടാണ്. പക്ഷെ ഇത് ടോപ്പിക്കൽ അതോറിറ്റിനെ സ്വാധീനിക്കും. നമ്മുടെ ഒരു വെബ്സൈറ്റിന്റെ ഈ സ്ട്രോങ് ആയിട്ടുള്ള കണ്ടന്റ്, സിമാൻറ്റിക് കണ്ടന്റ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ടോപ്പിക്കൽ അതോറിറ്റിനെ സ്വാധീനിക്കും ഓട്ടോമാറ്റിക്കലി. ഇതാണ് ടോപ്പിക്കൽ അതോറിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത് സ്ട്രോങ് ആയിട്ടുള്ള സിമാൻറ്റിക്കൽ കണ്ടന്റ് നെറ്റ്വർക്ക് തന്നെയാണ്. പക്ഷെ ടോപ്പിക്കൽ അതോറിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇതിനെ ബേസ് ചെയ്തിട്ടല്ല. അത് മറ്റൊരു സംഭവം, ഞാൻ വേറെ ഏതെങ്കിലും ക്ലാസ്സിൽ പറയാം. ടോപ്പിക്കൽ അതോറിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെ സിമാൻറ്റിക്കലി ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള കുറെ ഡോക്യുമെന്റ്സുകൾ വെച്ചിട്ട് തന്നെയാണ്. പക്ഷെ അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന വേറൊരു സെറ്റ് ടോപ്പിക് വെച്ചിട്ടാണ്. ഈ സംഭവം വെച്ചിട്ടല്ല അത് നോക്കുന്നത്. അത് പിന്നീട് ഒരു സമയത്ത് പറയാം. എന്തായാലും ഇത്ര മനസ്സിലാക്കാം, നമ്മളൊരു സിമാൻറ്റിക്കലി വളരെ ക്ലോസ്ഡ് ആയിട്ട് വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് കണ്ടന്റ്സ് നമ്മുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ട് നമ്മുടെ ആ അതോറിറ്റി വർദ്ധിക്കും, റാങ്ക് ചെയ്യാനുള്ള ചാൻസ് കൂടും. അത് തന്നെയല്ല, ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ സംബന്ധിച്ചിട്ട് ഗൂഗിളിന് അറിയാം ഇവൻ വളരെ അതോറിറ്റീവ് ആണ്, ഇവർ വളരെ സ്ട്രോങ് ആയിട്ട് അതിനെ കുറിച്ച് കവറേജ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മുടെ വെബ്സൈറ്റിലേക്ക് ആ ഒരു ഇതിന്റെ കാര്യത്തിന് റാങ്ക് ചെയ്യാനുള്ള മാത്രമല്ല ക്രോൾ റേറ്റും എല്ലാ ഭാഗവും അത് നമുക്ക് പ്ലസ് ആയിട്ടേ വരും. ഞാനിപ്പോ ഒരു ഇത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പോ ഒരു സ്ലൈഡ് കേട്ടോ. കാണാലോ അല്ലെ? ഇതിന്റെ ജസ്റ്റ് ഒരു സ്ലൈഡ് നിങ്ങൾക്ക് ഇത് പറഞ്ഞു പോകാനായിട്ട് കാണാനായിട്ടൊന്ന് ഉണ്ടാക്കിയതാണ്. ഇതാണ് സിമാൻറ്റിക് കണ്ടന്റ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. സ്ട്രാറ്റജിക് കണ്ടന്റ് ആർക്കിടെക്ചർ, നമ്മുടെ വെബ്സൈറ്റിലുള്ള ഒരു കണ്ടന്റ് ആർക്കിടെക്ചറിനെയാണ് ഈ സിമാൻറ്റിക് കണ്ടന്റ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ആ കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ബാക്കിൽ ഒരു ബുദ്ധി വേണം. നമ്മൾ അതിനാണ് ശരിക്കും പറഞ്ഞാൽ കീവേഡ് റിസർച്ചും കോമ്പറ്റീറ്റേഴ്സിന്റെ സൈറ്റിന്റെ കാര്യങ്ങളും എൻറ്റിറ്റി ബേസ്ഡും ടോപ്പിക് ബേസ്ഡും ഒക്കെ നമ്മൾ റിസർച്ച് ചെയ്യണം.
എന്നിട്ട് നമ്മൾ നമ്മുടെ വെബ്സൈറ്റിലുള്ള ഒരു എന്താ പറയുക അതായത് ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ നമ്മുടെ വെബ്സൈറ്റ് അതോറിറ്റി ആകാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനു വേണ്ടി പ്ലാൻ ചെയ്യുന്ന ഒരു കണ്ടന്റ് നെറ്റ്വർക്കാണ് ഈ ശരിക്കും. അതായത് കണ്ടന്റ് ആർക്കിടെക്ചറാണ് ഈ സിമാറ്റിക് കണ്ടന്റ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അത് പ്ലാൻ ചെയ്യുമ്പോഴത്തെ കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സിമാറ്റിക്കിൽ വളരെ ക്ലോസ് ആയിട്ടുള്ളത് കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാണ്, അതായത് നമ്മളിപ്പോ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സംഭവത്തെ കുറിച്ച് നമ്മൾ എഴുതുകയാണെന്ന് വിചാരിക്കുക, ഒരു ആർട്ടിക്കിൾ എഴുതുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ വളരെ ബുദ്ധിപരമായിട്ട് നമ്മളങ്ങനെ ഓവറായിട്ട് ബുദ്ധി ഉപയോഗിച്ചു നമ്മൾ എന്ന് വിചാരിച്ചു. ഇതുവരെ ആരും എഴുതാത്ത ഒരു രീതിയിൽ ഞാൻ ഇത് എഴുതി, പക്ഷെ എല്ലാത്തിനും കണക്ക് ഓടിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കും. പക്ഷെ ആരും എഴുതാത്ത രീതിയിലാണ് ഞാനത് എഴുതിയിരിക്കുന്നത് എന്ന് വിചാരിക്കുക. അതായത് ഇപ്പൊ എക്സാമ്പിൾ ഞാൻ SEO കുറിച്ച് ഒരു പേജ് എഴുതുകയാണ്, ഒരു ആർട്ടിക്കിൾ എഴുതുകയാണ് SEO കുറിച്ചിട്ട്. പക്ഷെ എന്റെ ഈ ആർട്ടിക്കിളിൽ ഒരിടത്ത് പോലും ഗൂഗിളിനെ കുറിച്ച് പറയുന്നില്ല, സെർച്ചിനെ കുറിച്ച് പറയുന്നില്ല എന്ന് വിചാരിക്കുക, ഓർഗാനിക് ട്രാഫിക്കിനെ കുറിച്ച് പറയുന്നില്ല എന്ന് വിചാരിക്കുക, ബാക്ക് ലിങ്ക് എന്നുള്ളതിനെ കുറിച്ച് പറയുന്നില്ല എന്ന് വിചാരിക്കുക. പൊതുവേ നിങ്ങൾക്കറിയാം, ഒരു SEO എന്ന പേജിൽ അതിനോട് വളരെ അലൈൻഡ് ആയിട്ട് വരുന്ന കുറെ വാക്കുകളുണ്ട്. അതാണ് ഈ ഗൂഗിള്, ഓർഗാനിക് ട്രാഫിക്, ബാക്ക് ലിങ്ക്, ക്ലിക്ക്, അത് ഇത് എന്നൊക്കെ പറഞ്ഞ അത് നമുക്കറിയാം, അതായിട്ട് അലൈൻഡ് ആണ്. പക്ഷെ ഞാൻ ഈ അതീവ രീതിയിൽ എഴുതിയിരിക്കുന്ന ഈ ആർട്ടിക്കിളിൽ ഞാൻ ഗൂഗിളിനെ കുറിച്ചൊന്നും പറയുന്നില്ല. ഞാൻ SEO കുറിച്ച് പറയുന്ന ആ പേജിൽ ഞാൻ സിമാറ്റിക് കണ്ടന്റ് നെറ്റ്വർക്കിനെ കുറിച്ചും ടോപ്പിക്കൽ മാപ്പിനെ കുറിച്ചിട്ടും ആൻസർ കാൻഡിഡേറ്റ് പാസേജിനെ കുറിച്ചും അതിന്റെ അൽഗോരിതത്തിനെ കുറിച്ചും ഞാൻ എൻഗ്രാമുകൾ അനാലിസിസും ട്രൈഗ്രാംസിനെ കുറിച്ചൊക്കെ മാത്രമാണ് ഞാൻ പറയുന്നത് വിചാരിക്കുന്നത്. ഞാൻ വിചാരിക്കുന്നത് എന്താണ്, ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു SEOന്റെ ആർട്ടിക്കിളാണ് ഈ ആർട്ടിക്കിൾ എന്നാണ്. സംഭവം ശരിയാണ്. ഒരാൾ കയറി കഴിഞ്ഞാൽ ചിലപ്പോ അയാൾക്ക് ഈ ആർട്ടിക്കിൾ കൊള്ളാം, മറ്റു പലവർക്കും ഞാൻ പല ആർട്ടിക്കിൾ വായിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ഇത് കൊള്ളാം എന്നാണെന്ന് ഒരാൾക്ക് മനസ്സിലാവും. പക്ഷെ ഗൂഗിളിൽ തുടക്കം മനസ്സിലാവില്ല. ഈ ആർട്ടിക്കിളിനെ മനസ്സിലാക്കാൻ ഗൂഗിളിന് സാധിക്കില്ല. കാരണം ഈ ആർട്ടിക്കിളിലുള്ള മെയിൻ സംഭവം എന്താണ്, ടോപ്പിക് SEO ആണ്. പക്ഷെ ഇതിനകത്ത് കിടക്കുന്ന പല വാക്കുകളും ഗൂഗിളിന് മുമ്പിൽ സിമാൻറ്റിക്കലി ഡിസ്റ്റൻസ് കൂടുതലാണ്. എന്നാലോ ഗൂഗിളിന്റെ കയ്യിൽ കുറെ ഡാറ്റ ഉണ്ട്, അത് വെച്ചിട്ട് ഈ SEO അലൈൻഡ് ആയിട്ട് സിമാൻറ്റിക് ഡിസ്റ്റൻസ് കുറവുള്ള കുറെ സാധനങ്ങൾ ഗൂഗിളിലുണ്ട്, അതൊന്നും കാണാനും ഇല്ല. ഗൂഗിളിന് തുടക്കത്തിൽ കിട്ടുന്നത് ഈ ഒരു ആർട്ടിക്കിൾ റെലവെന്റ് അല്ല എന്നായിരിക്കും ഗൂഗിളിൽ കിട്ടുക. ഇത് നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നിങ്ങൾ ചിലപ്പോൾ നല്ലൊരു ആർട്ടിക്കിളും മറ്റേ ഇതൊക്കെ നമുക്ക് ഹൈ ക്വാളിറ്റി ആണെന്നൊക്കെ തോന്നും, എന്നിട്ടും റാങ്ക് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും അതാവണമെന്നില്ല. റീസണിൽ ഒന്നാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ആർട്ടിക്കിളിലേക്ക് സൂക്ഷിച്ചു നോക്കുക. എല്ലാവരും അതായത് നിലവിൽ ടോപ്പിൽ വരുന്ന വെബ്സൈറ്റുകൾ എടുത്ത് നോക്കുക. അവരിലെല്ലാവരും പറയുന്ന ആ ഒരു വാക്കുള്ളവർക്ക് ചേർന്ന് വരേണ്ട മറ്റൊരു വാക്ക് നിങ്ങളുടെ മിസ്സിംഗ് ആയിരിക്കും മിക്കവാറും. നമ്മൾ എഴുതുമ്പോൾ അത് ആവശ്യമില്ലെന്നൊക്കെ നമുക്ക് തോന്നും, പക്ഷെ ഗൂഗിളിന്റെ മുമ്പിൽ അതിനോട് ചേർന്ന് വരേണ്ട മറ്റൊന്ന് മിസ്സിംഗ് ആണ്. ഇതുകൊണ്ട് മാത്രം റാങ്ക് താഴെ പോകുന്നില്ല കേട്ടോ. കണ്ടന്റിന്റെ ക്വാളിറ്റി മറ്റു കാര്യങ്ങളൊക്കെ വേറെ ഞാൻ പറയുന്നതാണ്. പലപ്പോഴും സിമാറ്റിക്കലി വളരെ ഏറ്റവും ഡിസ്റ്റൻസ് കുറഞ്ഞു കിടക്കുന്ന ചില വാക്കുകൾ മിസ്സാവുമ്പോഴും നമ്മളുടെ കണ്ടന്റിന്റെ റെലവൻസി കുറയും. ഓക്കെ, അപ്പൊ ഇതാണ് സിമാറ്റിക് കണ്ടന്റ് നെറ്റ്വർക്ക് എന്താണെന്നുള്ളത് ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് എല്ലാവരും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവമാണ് സിമാറ്റിക് സെർച്ച്. ഗൂഗിള് സിമാറ്റിക് സെർച്ച് എന്ന് പറയുന്നത് നമ്മൾക്കറിയാം, ഒരു കാര്യം സെർച്ച് ചെയ്യുമ്പോൾ ആ കീവേഡ് നോക്കാതെ പകരം അതെന്താണ് എന്ന് ഗൂഗിൾ അത് മനസ്സിലാക്കിക്കൊണ്ടിട്ട് സെർച്ച് ചെയ്യുന്നത്. അതിന്റെ ഒരു ഇന്റന്റും മറ്റു കാര്യങ്ങളും, ഈ ഇന്റന്റ് ഒക്കെ ഗൂഗിളിന് മനസ്സിലാവുന്നത് ആ സിമാറ്റിക് അതിനായിട്ട് റിലേറ്റഡ് വേർഡ്സ് ഒക്കെ നോക്കിയിട്ടാണ് ഗൂഗിളിന് മനസ്സിലാവുന്നത്. ഇപ്പൊ എക്സാമ്പിള് നമ്മൾ പറയണമെങ്കിൽ ഇപ്പൊ ആപ്പിളിന്റെ റെസിപ്പി എന്ന് പറയുന്നിടത്തുനിന്ന് ഗൂഗിളിന് മനസ്സിലാവും ഈ ബന്ധം, ഈ ആപ്പിളും റെസിപ്പി, ഈ രണ്ട് വാക്ക് കൂടി ഒരുമിച്ച് വരുന്നത് എവിടെയാണെന്ന് ഗൂഗിളിന് അറിയാം. ഗൂഗിളിന്റെ അതിലുള്ള സകല ഡോക്യുമെന്റ്സ് ഉണ്ടെന്ന് ഗൂഗിൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആപ്പിൾ ഫ്രൂട്ടിനെ കുറിച്ച് പരാമർശിക്കുന്ന പേജുകളിലാണ് റെസിപ്പി എന്നൊരു വാക്ക് വരാറ്. അപ്പൊ ഉറപ്പായിട്ട് ഇവനും ഉദ്ദേശിക്കുന്ന സംഭവം ആപ്പിൾ മറ്റേ ഇതാണെന്നുള്ളത് ഗൂഗിളിന് മനസ്സിലാവുന്നുണ്ട്. ഇതേപോലെ തന്നെ എന്തെങ്കിലും ആപ്പിൾ കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ ഗൂഗിളിന് അറിയാം ഈ കോൺഫിഗറേഷൻ എന്നുള്ള വാക്കും ആപ്പിളും സാധാരണ ഒരുമിച്ച് വരാറ് ആപ്പിൾ മൊബൈൽ ഫോണിനെ കുറിച്ച് പറയുമ്പോഴാണ്, അല്ലെങ്കിൽ ആപ്പിളിന്റെ എന്തെങ്കിലും ആ പ്രൊഡക്റ്റുകളെ കുറിച്ച് പറയുമ്പോഴാണ്. ഇങ്ങനത്തെ ഈ സിമാൻറ്റിക് റിലേഷൻ ഉള്ള കീവേഡ്സുകളും മറ്റേതൊക്കെ മനസ്സിലാക്കി ഒരാളുടെ സെർച്ച് ഇന്റന്റ് മനസ്സിലാക്കിയിട്ട് റിസൾട്ട് കാണിക്കാനായിട്ട് ഗൂഗിൾ സ്റ്റാർട്ട് ചെയ്തത് 2012-ലാണ്. അതിനുശേഷം
അതിനുശേഷം ഇത് വെറുതെ കുറച്ച് ഓരോ നിങ്ങൾ കേട്ട് കാണും. ഇതൊക്കെ ഓരോ സമയത്തുണ്ടായിരുന്ന ഒരു അൽഗോരിതം അപ്ഡേറ്റ്സുകളാണ്. ഈ അൽഗോരിതം അപ്ഡേറ്റ്സുകൾ മാത്രം ഞാൻ മെൻഷൻ ചെയ്യാൻ കാരണം ഇതിനകത്തെല്ലാം തന്നെ സിമാറ്റിക് സെർച്ചിനും അതിനൊക്കെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള അൽഗോരിതം അപ്ഡേറ്റ്സുകളാണ്. നോളജ് ഗ്രാഫ് എന്നുള്ളത് 2012 ഹമ്മിംഗ് അപ്ഡേറ്റ്, 2013 അത് നാച്ചുറൽ ലാംഗ്വേജ് ക്വറീസും ഇന്ത്യൻ്റെ ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഹമ്മിംഗ് അപ്ഡേറ്റ്. ഇതിനകത്ത് സിമാറ്റിക്കിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു ഇതായിരുന്നു 2013. പിന്നെ റാങ്ക് ബ്രെയിൻ എല്ലാവരും കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. 2015 ഗൂഗിളിന്റെ ഫസ്റ്റ് മെഷീൻ ലേണിംഗ് സിസ്റ്റം വിച്ച് ഹെൽപ് പ്രോസസ് അൺഫെമിലിയർ ഓർ ലോങ് ടൈൽ ക്വറീസ്. വലിയ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാല് പണ്ട് വലിയൊരു വാക്കൊക്കെ കൊടുത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാല് രസമായിരുന്നു. ഗൂഗിളിനെ പറ്റിക്കാൻ വളരെ എളുപ്പമായിരുന്നു. ഒരു ഇത്ര നീട്ടം കൂടിയ വാക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിൾ എക്സാക്ട്ലി ഏതാണ്ട് അതേപോലുള്ള കീവേഡ് എടുത്തിട്ട് ഒറ്റയടിക്ക് റാങ്ക് ചെയ്യുന്നു. പണ്ട് നമ്മളൊക്കെ ഉപയോഗിച്ചിരുന്ന നല്ലൊരു ഹാപ്പായിരുന്നു അത്. ഒരു 4 വേർഡിനും 5 വേർഡിനും അപ്പുറമുള്ള വാക്ക് എക്സാക്ട്ലി ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് ഇട്ടാൽ ഈസി ആയിട്ട് റാങ്ക് ചെയ്യുന്നു. ഗൂഗിൾ കോംപ്ലക്സ് ആവും. കാരണം 3 വേർഡ്സിന് അപ്പുറമുള്ള കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒരു സിസ്റ്റത്തിന് അത്യാവശ്യം അതിന്റെ പെർമ്യൂട്ടേഷൻസ് ഇതൊക്കെ നോക്കുമ്പോൾ വളരെ ഇതായിട്ട് വരും. അപ്പൊ 4നും 5നും അപ്പുറമൊക്കെ പോകുമ്പോൾ അത് ഇത്രയും ഹാർഡാണ്. എക്സാക്ട്ലി ഉള്ള വാക്കുകളിന് ഗൂഗിള് റാങ്ക് ചെയ്യിക്കുമായിരുന്നു പണ്ട് ഇതുവരെയ്ക്ക് അറിയാൻ പറ്റും. പക്ഷെ റാങ്ക് ബ്രെയിൻ വന്നതോടെ അത് മാറി. എത്ര ലെങ്തി ആയിട്ടുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിൾ അതിന്റെ അർത്ഥം നോക്കി മനസ്സിലാക്കിയിട്ട് എക്സാക്ട് ആ വാക്കൊന്നും ഇല്ലെങ്കിൽ പോലും ഗൂഗിളിന് അത് ഡീൽ ചെയ്യാനായിട്ട് ഗൂഗിളിന് പറ്റും എന്നുള്ളത് തോന്നുന്നു. അവിടെയും സിമാറ്റിക്കിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. പിന്നെ ബെർട്ട് അപ്ഡേറ്റ് 2019 വന്നിരുന്നതാണ്. അവിടെ ഇത് തന്നെ ഇതിന്റെയൊക്കെ കാരണം ഈ NLP നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് അതിന്റെയൊക്കെ അപ്ഡേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. എയുടെ മറ്റേതിനൊക്കെ അതൊക്കെ അതിനകത്തും സിമാറ്റിക്കിന്റെ ഒരു ഇമ്പോർട്ടൻസ് കൂടുതലാണ്. പിന്നെ മൾട്ടി ടാസ്ക് യൂണിഫൈഡ് മോഡൽ 2021 വന്നിരിക്കുന്നത്. അവിടെ കുറച്ചും കൂടിയും കോൺടെക്സ്റ്റ് റിച്ച് ആൻസേഴ്സ് ഫോർ കോംപ്ലക്സ് മൾട്ടി ലെയർഡ് ക്വറീസ്. ഈ മമ്മത്ത് വന്നപ്പോഴാണ് നമുക്ക് മുകളിൽ ഇപ്പോൾ കാണാൻ പറ്റും. എന്തെങ്കിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ആൻസർ കാൻഡിഡേറ്റ് ഏറ്റവും ടോപ്പിൽ ഒരു ആൻസർ ഡയറക്റ്റ് തരും. ഷോർട്ട് ആൻസർ അല്ല ഞാൻ പറയുന്നത്. നമ്മൾ എന്തായാലും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വെബ്സൈറ്റില് ജസ്റ്റ് 1, 2, 3 സെന്റൻസ് ജസ്റ്റ് കാണിച്ചിട്ട് ആ വെബ്സൈറ്റിന്റെ അഡ്രസ് കാണിക്കുന്ന അതിന് ആൻസർ കാൻഡിഡേറ്റ് പാസേജ് എന്നാണ് പറയുന്നത്. ഏറ്റവും ടോപ്പിലുള്ളതിന് ആ പാരഗ്രാഫ്, ആൻസർ കാൻഡിഡേറ്റ് പാരഗ്രാഫ്, ആ പാസേജ് എന്ന് പറയും, പാരഗ്രാഫ് എന്ന് പറയും. അതൊക്കെ ഗൂഗിളിനെ കുറച്ചും കൂടി ഇതാക്കാൻ സാധിക്കുന്നത് മമ്മാണ്. മമ്മില് നമുക്ക് സിമാറ്റിക് റെലവൻസ് വളരെ കൂടുതലാണ്. കാരണം നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ് മെഷീൻസിലൊക്കെ ഈ സിമാറ്റിക് റിലേഷൻ, സിമാറ്റിക് ഡിസ്റ്റൻസ് ഇതെല്ലാം വളരെയധികം ഉപയോഗിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് ഊഹിക്കാം ഈ സിമാറ്റിക്കിന്റെ ആ ഒരു ഇതിന്റെ ഇമ്പോർട്ടൻസ് വളരെ കൂടുതലായിരിക്കും അങ്ങോട്ടേക്ക് മുന്നോട്ട് പോകുമ്പോൾ. ഒരു ചിത്രം നമുക്ക് ഗൂഗിളിൽ കഴിഞ്ഞ വർഷങ്ങളുടെ ഇടയിൽ ഈ നടന്ന കുറച്ച് ഇമ്പോർട്ടന്റ് അപ്ഡേറ്റുകളാണ് സിമാറ്റിക്കിന്റെ കേസിൽ. പിന്നെ ഡിസ്ട്രിബ്യൂഷണൽ സിമാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ വാക്കുകൾ കേട്ട് നേട്ടണ്ട, ഞാൻ നേരത്തെ പറഞ്ഞ സാധനമാണ്. ഹൈപ്പോത്തസിസ് സ്റ്റേറ്റ്മെന്റ് ആണ്. സിമിലർ കോണ്ടെക്സ്റ്റ് ടെൻഡ് ടു ഹാവ് സിമിലർ മീനിങ്സ്. അതായത് ഒരുമിച്ച് വരുന്ന ചില വാക്കുകൾ എപ്പോഴും അതിന് എപ്പോഴും ഒരു കാരണം ഇത് വരുമ്പോൾ അതും കൂടി പറയുകയാണെങ്കിൽ അതിനെപ്പോഴും ഒരേ അർത്ഥമായിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ ഒരു കൊടുത്ത് എന്താ പറയാ ഷാ എന്നുള്ളൊരു വാക്ക് പറയുന്നു. അതേ പേരിൽ തന്നെ ബ്രെയിൻ സൈബർ എന്നുള്ളൊരു വാക്ക് പറയുന്നു. അതേ തന്നെ SEO എന്നുള്ള ഒരു ഇതിന്റെ പറയുന്നു. അതേസമയം ട്രെയിനിങ് എന്നുള്ളതും പറയുന്നു ഒരു പേജിൽ. ഗൂഗിൾ മനസ്സിലാക്കുന്ന എന്താണോ, ഈ പേജിൽ ഷാം പറയുന്നത് ബ്രെയിൻ സൈബർ സൊല്യൂഷനിലെ SEO ട്രെയിനിങ് കോഴ്സിനെ കുറിച്ചിട്ടായിരിക്കും എന്നാണ് ഗൂഗിൾ മനസ്സിലാക്കുക. അതായത് ചില വാക്കുകൾ ഒരുമിച്ച് എന്റെ ഒരു പാറ്റേൺ ഒരു പേജിൽ ഉണ്ടെങ്കിൽ ആ ഇതിന്റെ ഓവറോൾ മീനിങ് സെയിം ആയിരിക്കും എന്ന് പറയുന്ന ഒരു തിയറിയാണ് ഡിസ്ട്രിബ്യൂഷണൽ സിമാറ്റിക്സ് എന്ന് പറയുന്നത് തിയറി. അത് ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതെല്ലാം വളരെ കാര്യമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മള് SEOയിലും പിന്നെ AI ബേസ്ഡ് ഇതിനകത്തൊക്കെ. കുറച്ച് കൂടുതലായിട്ട് വായിക്കാൻ താല്പര്യമുള്ള എനിക്ക് വിക്കിപീഡിയയിൽ എന്റെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ഇതുണ്ട്. ഈ ഡിസ്ട്രിബ്യൂഷണൽ സിമാറ്റിക്സ് വഴിയായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡിസ്റ്റൻസ് കണ്ടോ സിമാറ്റിക് സ്പേസ് വിത്ത് മാത്തമാറ്റിക്കലി കറസ്പോണ്ട് ടു ദ വെക്ടർ സ്പേസ്. ഈ വെക്ടേഴ്സിനെ കുറിച്ച് ഞാൻ വേറെ നിങ്ങളുടെ സമയത്തും പറഞ്ഞുതരാം. ഈ ചാർട്ട് കണ്ടോ, ഇതേപോലെയാണ് ശരിക്കും പറഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞ സിമാറ്റിക് ഡിസ്റ്റൻസും മറ്റും പലതും കണക്കൂട്ടാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഡിസ്ട്രിബ്യൂഷണൽ ഇതൊരു തിയറിയാണ് ആക്ച്വലി. ഡിസ്ട്രിബ്യൂഷണൽ സിമാറ്റിക് ഡിസ്ട്രിബ്യൂഷണൽ ഹൈപ്പോത്തസിസ് എന്ന് വെച്ചാൽ ചില ആൾക്കാർ എതിർക്കുന്നവരുണ്ട്. കുറെ വാക്കുകൾ ഒരു സെറ്റ് ഓഫ് വേർഡ്സുകൾ എപ്പോഴും ഒരുമിച്ച് വന്നാൽ അതിന് സെയിം മീനിങ് ആണോ, അതങ്ങനെ ശരിയാവണമെന്നുണ്ടോ, ഇല്ല എന്ന് തർക്കിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ എന്താ തിയറി ഇങ്ങനെയാണ് അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മുടെ ഏതെങ്കിലും ഒരാളുടെ ആർട്ടിക്കിൾ എടുത്തിട്ട് ഒന്ന് ഷഫളൊക്കെ ചെയ്ത് തെറ്റുമ്പടക്കോട്ടൊക്കെ ഒന്ന് മാറ്റിയിട്ട് കഴിഞ്ഞാൽ ഗൂഗിൾ അത് ചെയ്യുവാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ്. കാരണം എങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഗൂഗിൾ അതിനകത്ത് ആ പാറ്റേൺ നോക്കുമ്പോൾ ആ പാറ്റേൺ കാണും. ഇതും ഇതും ഒരുമിച്ച് വരുന്നുണ്ട്, ഒരേ സാധനം തന്നെയാണ് എന്നുള്ള ഗൂഗിളിന് മനസ്സിലാവുന്നുണ്ട്. അതാണ് ഡിസ്ട്രിബ്യൂഷണൽ സിമാറ്റിക്സ് എന്ന് പറയുന്ന സംഭവം. ഓക്കെ, പിന്നെ
ഞാൻ നേരത്തെ പറഞ്ഞു സിമാൻറ്റിക് റെലവൻസ് എത്രത്തോളം അലൈൻഡ് ആയിട്ട് നിൽക്കുന്നു, അതായത് ഡിഗ്രി വിച്ച് കണ്ടന്റ് അലൈൻ വിത്ത് ദ ഇന്റർനെറ്റ് മീനിങ് ഓഫ് എ ടോപ്പിക്. വളരെ ക്ലോസ് ആയിട്ടുള്ള സിമാൻറ്റിക്കലി റെലവെന്റ് ആണ് എന്ന് പറയുന്നത്. ഇതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് അത്. ഇപ്പൊ ഞാൻ പറയുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് എന്ന് പറഞ്ഞാലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് എന്ന് പറഞ്ഞാലും ഏതാണ്ട് സിമാൻറ്റിക്കലി റെലവെന്റ് ആണ്. സെയിം തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ലേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എല്ലാം ഒരേ റെലവെന്റ് ആണ്, ഒരേ റെലവൻസി ഉള്ള സംഭവമാണ് അതാണ് നിൽക്കുന്നത്. അതാണ് സിമാൻറ്റിക് റെലവൻസ് എന്ന് പറയുന്നത്. സിമാൻറ്റിക് ഡിസ്റ്റൻസ് ഞാൻ ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. സിമാൻറ്റിക് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് എത്രത്തോളം സിമിലാരിറ്റി ആണ് ഇതിനുള്ളത്, അതകന്ന് പോകുന്നതും സിമിലാരിറ്റി ഡിസ്റ്റൻസ് കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇനി കമ്പോണൻസ്, അതായത് സിമിലാരിറ്റി കമ്പോണൻസ് ഇതിന്റെ ഡിഫറെന്റ് കമ്പോണൻസ് എന്ന് പറയുന്നത് നമുക്ക് ഈ കണ്ടന്റ് നെറ്റ്വർക്കിൽ നമ്മൾക്ക് വെബ്സൈറ്റ് അത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള നമ്മുടെ കാര്യങ്ങൾ. ടോപ്പിക്കൽ ക്ലസ്റ്റേഴ്സ് നമ്മൾക്ക് അറിയാം. നമ്മളൊരു വെബ്സൈറ്റിൽ കണ്ടന്റ് പ്ലാൻ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ ക്ലസ്റ്റർ ആയിട്ടായിരിക്കും പ്ലാൻ ചെയ്യുന്നത്. അതായത് നമ്മൾ ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നത് ഒരു കമ്പനി, ആ കമ്പനി ബിസിനസ് ഫോർമേഷൻ എന്നുള്ള ഒരു സംഭവം ഉണ്ട് അവർക്ക്. അതേപോലെ തന്നെ ടാക്സ് കൺസൾട്ടിങ് എന്നുള്ളൊരു സെറ്റപ്പ് ഉണ്ട്. അതേപോലെ ആ കമ്പനിക്ക് ERP സർവീസും ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ഡിഫറെന്റ് ക്ലസ്റ്റേഴ്സ് ആയിട്ട് ഇതിനെ തരംതിരിക്കും. കാരണം നമുക്ക് എന്താണ്, നമുക്ക് ERP എന്ന ആ ഒരു ഏരിയയിലും ഈ വെബ്സൈറ്റിന്റെ ടോപ്പിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. നമ്മൾക്ക് അതേപോലെ തന്നെ എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ടാക്സ് സർവീസിന്റെ ആ ഒരു ഏരിയയിൽ നമുക്ക് ഇതിനകത്ത് ടോപ്പിക്കിലാണ്ട് ബിസിനസ് ഫോർമേഷന്റെയും നമുക്ക് ടോപ്പിൽ വരുത്തേണ്ടതുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഇത് ഓവറോൾ നമ്മൾ കണ്ടന്റ് സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുമ്പോൾ ഏറ്റവും ടോപ്പിൽ നമ്മൾ മനസ്സിലാക്കുന്നു 3 സർവീസ് പേജ്. ഓക്കെ, 3 സർവീസ് പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി ഇതിനകത്തോട്ടുള്ള ഇതിന്റെ അതോറിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കണ്ടന്റ് പ്ലാനിങ് ആണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നു എല്ലാത്തിനെയും കൂട്ടി യോജിപ്പിക്കാൻ പറ്റുന്ന ഒരൊറ്റ സംഭവമുണ്ട്, ഡൂയിങ് ബിസിനസ്. ഓക്കെ, ഞാൻ ഡൂയിങ് ബിസിനസ് എന്നുള്ളത് ഒരു മെയിൻ ഇതായിട്ട് എടുത്തു. അതിന്റെ അടിയിൽ ഞാൻ എഗെയിൻ 3 ക്ലസ്റ്ററുകൾ രൂപപ്പെടുത്തിയിരുന്നു. ഒരു ക്ലസ്റ്റർ കംപ്ലീറ്റ് ടാക്സ് റിലേറ്റഡ് കാര്യത്തെ കുറിച്ച് പറയുന്നു, ഒരു ക്ലസ്റ്റർ കംപ്ലീറ്റ് ERP റിലേറ്റഡ് കാര്യങ്ങളെ കുറിച്ച് പറയുന്നത്, ഒരു ക്ലസ്റ്റർ കംപ്ലീറ്റ് കമ്പനി ഫോർമേഷനെ കുറിച്ച് പറയുന്നത്. അപ്പൊ ആ ഒരു കമ്പനി ഫോർമേഷൻ എന്ന ക്ലസ്റ്ററിൽ അത് സംബന്ധിച്ചിട്ടുള്ള ഒരു 20 ഞാൻ വെറുതെ നമ്പറുകൾ വെറുതെ പറയുന്നതാണ്, ഒരു 20-25 ആർട്ടിക്കിൾസ് ഞാൻ പ്ലാൻ ചെയ്യുന്നു. ടാക്സിന്റെ കേസിൽ ഞാൻ അവിടെ ഒരു 10-25 ആർട്ടിക്കിൾസ് വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്നത്, അതായത് ERP ഞാൻ ഒരു 10-25 ആർട്ടിക്കിൾസ് പ്ലാൻ ചെയ്യുന്നു. ഓക്കെ, ഇത് കൂടാതെ തന്നെ ഞാൻ പറഞ്ഞു മെയിൻ എൻറ്റിറ്റി എന്ന് പറയുന്നത് ബിസിനസ് ഡൂയിങ് ബിസിനസ് ആണ്. അപ്പോൾ ഇതിലൊന്നും പെടാത്ത ഈ കുറച്ചും കൂടി സിമാറ്റിക്കിൽ ചിലപ്പോൾ ഇത്തിരി ഡിസ്റ്റൻസ് ഉണ്ടാവും, എന്നാൽ പോലും ഇതിനോടൊക്കെ വളരെ റെലവെന്റ് ആയിട്ട് നിൽക്കുന്ന വേറെ ഒരു 10-25 ആർട്ടിക്കിൾസ് ബിസിനസ് ദുബായിൽ ബിസിനസ് നടത്തുന്നതിനെ കുറിച്ചിട്ട് ഉള്ള ഒരു പ്ലാൻ ഞാൻ ഉണ്ടാക്കുന്നത്. ഞാനിപ്പോ ഈ വെറുതെ വായിക്കുന്ന ഒരു എക്സാമ്പിളാണ് പറഞ്ഞത്. ഏകദേശം ഇതേപോലെയാണ് നമ്മളുടെ മുമ്പിൽ ഒരു വെബ്സൈറ്റ് വന്നാൽ നമ്മളൊരു കണ്ടന്റ് പ്ലാൻ ചെയ്യേണ്ടത്. പക്ഷെ ഇത് ഞാനൊരു 2 മിനിറ്റ് കൊണ്ട് പറഞ്ഞു. പക്ഷെ സാധാരണ നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്ന ഒരു പരിപാടി ഇത് പ്ലാൻ ചെയ്യണം. മോസ്റ്റ്ലി നമുക്ക് ആഴ്ചകളും ഒക്കെ എടുക്കും ഒരു വെബ്സൈറ്റിന്റെ ഒരു കണ്ടന്റ് പ്ലാൻ ചെയ്യുന്നത്. ഇവിടെ ഈ പ്ലാനിങ്ങിലാണ് നമ്മൾക്ക് കീവേഡ് പ്ലാനറും കോമ്പറ്റീറ്റർ അനാലിസിസും എല്ലാ സംഭവവും നമ്മൾ ചെയ്യേണ്ടി വരുന്നത്. ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും അവിടെ നമ്മൾ ഏതൊരു SEOക്കാരനും പറ്റിപ്പോകുന്ന നമ്പർ 1 മിസ്റ്റേക്ക് ആണ് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു എൻറ്റിറ്റി, അല്ലെങ്കിൽ വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഇത് ഞാൻ പറഞ്ഞ സിമാൻറ്റിക്കലി വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവം മിസ്സായി പോവുക എന്നുള്ളത്. വളരെ നമുക്ക് പറ്റും, പലർക്കും അത് അബദ്ധത്തിൽ പറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മളത് കണ്ടുപിടിക്കുമ്പോഴത്തും വൈകുണ്ടാവും, സൈറ്റ് റാങ്ക് ചെയ്യാതാവും. ഒരു നമുക്ക് ചില സമയത്ത് പിടിയിട്ടില്ല. ഒരു വളരെ ഇതായിട്ട് എഴുതിയിരിക്കുന്ന സൈറ്റ് എനിക്ക് ഇതായിരിക്കും, പക്ഷെ ഒരു ഓടത്തും റാങ്ക് ചെയ്യുന്നുണ്ടാവില്ല. അത് വളരെ ദൂരെ കിടക്കുന്ന കാണാൻ പറ്റും. എന്താണെന്ന് നോക്കുമ്പോൾ സിമാൻറ്റിക്കലി വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഐറ്റം അവിടെ മിസ്സായി കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇതാണ് ടോപ്പിക്കൽ ക്ലസ്റ്റേഴ്സ്. നമ്മുടെ ഒരു വെബ്സൈറ്റിൽ നമ്മളിങ്ങനെ ഒരു ക്ലസ്റ്റർ പോലെ ഇപ്പൊ ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിട്ട് പില്ലർ പേജ് ഓൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വിത്ത് സപ്പോർട്ടിംഗ് പേജസ് ഓൺ SEO കണ്ടന്റ് മാർക്കറ്റിംഗ് ആൻഡ് ഗൂഗിൾ ആഡ്സ്. ഇതൊക്കെ ഇങ്ങനെ ചേരുന്ന ഒരൊറ്റ ഇതിനെ നമുക്ക് ക്ലസ്റ്ററുകൾ രൂപപ്പെടുത്താനായിട്ട് ഇതിന്റെ ഒരു എൻറ്റിറ്റി ഒപ്റ്റിമൈസേഷൻ. എൻറ്റിറ്റി നമ്മൾ മുമ്പത്തെ ഇതിനകത്ത് പറഞ്ഞതാണ്. അതേപോലെ തന്നെ ഇതിനകത്ത് നമ്മളൊരു ടോപ്പിക്, ഈ ഞാൻ അന്നും ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, കീവേഡ് വേറെ, ടോപ്പിക് വേറെ, എൻറ്റിറ്റി വേറെ. ഓക്കെ, നമ്മളൊരു ടോപ്പിക്കൽ അതോറിറ്റി, ടോപ്പിക് വൈസ് ക്ലസ്റ്റർ എന്നൊക്കെ പറയുമ്പോൾ പോലും എൻറ്റിറ്റി വേറെയാണ്. ഓക്കെ, അതിന്റെ ഉള്ളിൽ ഒരു എൻറ്റിറ്റിയുടെ ഒപ്റ്റിമൈസേഷനും നമ്മൾ അഡീഷണൽ ആയിട്ട് ശ്രദ്ധിക്കണം. എൻറ്റിറ്റിയുടെ ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ ടാക്സ് ഒരു എൻറ്റിറ്റിയാണ്, ERP അതൊരു എൻറ്റിറ്റിയാണ്, ദുബായ് അതൊരു എൻറ്റിറ്റിയാണ്. അപ്പൊ ആ എൻറ്റിറ്റികളുടെ ഒപ്റ്റിമൈസേഷൻ നോക്കുക എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ അത് റിലേറ്റഡ് എൻറ്റിറ്റീസ്, ദുബായിനെ കുറിച്ച് പറയുമ്പോൾ പരാമർശിക്കപ്പെടാവുന്ന മറ്റ് എൻറ്റിറ്റീസ് നമുക്ക് അവിടെ പറയാൻ പറ്റും. ടാക്സ് എന്നതിനെ കുറിച്ച് പറയുമ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള എൻറ്റിറ്റീസ്. ഞാൻ അഗെയിൻ റിപ്പീറ്റ് ചെയ്യുന്നു, ടോപ്പിക് അല്ല, ടോപ്പിക് വേറെ, എൻറ്റിറ്റി വേറെ. ഓക്കെ, അപ്പൊ എൻറ്റിറ്റിയും ഒപ്റ്റിമൈസേഷനും നമ്മൾ ഈ സിമാറ്റിക് കണ്ടന്റ് നെറ്റ്വർക്കിന്റെ ഒരു കമ്പോണന്റ് ആണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ്.
അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഇന്റേണൽ ലിങ്കിങ്. നമ്മൾക്ക് കറക്റ്റ് ആയിട്ട് ഈ ഗൂഗിൾ സെർച്ചിന് മാത്രമല്ല സാധാരണ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ പോലും ആ ഒരു നെറ്റ്വർക്കിലെ കണ്ടന്റുകളിലൂടെ നന്നായിട്ട് ഫ്ലോയിൽ വായിക്കാൻ പറ്റണം. എല്ലാം അതിനോട്, അതായത് ഒരു ആർട്ടിക്കിൾ വായിക്കുമ്പോൾ അതിനോട് വളരെ റിലേറ്റ് ആയിട്ട് നിൽക്കുന്ന, വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന മറ്റു ആർട്ടിക്കിളിലേക്ക് കറക്റ്റായ രീതിയിൽ നല്ല ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് അത് കാണുന്ന ഒരുത്തിന് അത് എന്താ, എങ്ങോട്ടേക്കാണ് ഇത്, എന്താണ് ആ പേജിലുള്ളതെന്ന് മനസ്സിലാക്കി ക്ലിക്ക് ചെയ്ത് അവിടെ പോയി വായിക്കാൻ പറ്റണം. അപ്പൊ ഈ പേജിനോട് വളരെ അലൈൻഡ് ആയിട്ട് നിൽക്കുന്ന ഒരു പേജിലേക്ക് മോസ്റ്റ്ലി ആൾക്കാർ ക്ലിക്ക് ചെയ്ത് പോകും. അപ്പോ ആ അത്തരം ലിങ്കുകൾ മറ്റൊന്നിനും കൂടി ഹെൽപ്പ് ചെയ്യും ഗൂഗിളിന് ഇതിന്റെ ഒരു കണ്ടന്റ് ഫ്ലോ, കണ്ടന്റിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കാനും അത് സഹായിക്കും. അപ്പൊ ഇന്റേണൽ ലിങ്കിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നാച്ചുറൽ ആയിട്ട് ചെയ്യുക, അൺനാച്ചുറൽ ആയിട്ട് ചെയ്യാതിരിക്കുക. പിന്നെ കീവേഡ്, ഇന്റന്റ് ആൻഡ് സിനോണിംസ് നമുക്കറിയാം. അത് സാധാരണ ഇതിലുള്ള പോലെ നമുക്ക് അത് റിലേറ്റഡ് ആയിട്ട് അതിന് പകരം നിൽക്കുന്ന വാക്കുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പൊ നമുക്ക് ഒരു വാക്കിന് ഇപ്പോൾ സ്പെഷ്യലിസ്റ്റ് എന്നുള്ളത്, എക്സ്പെർട്ട് എന്നുള്ളത് പറയാം, സ്പെഷ്യലിസ്റ്റ് എന്ന് പറയാം, എഞ്ചിനീയർ എന്ന് പറയാം. അങ്ങനെ പലതും ഒന്നിന് പകരം നിൽക്കുന്ന ഒരേ ഇതിനെ പറയണമെന്നില്ല. നമുക്ക് പല വാക്കുകൾ നമുക്ക് പഠിക്കാം, ഇതാക്കാം. ഇപ്പൊ നമുക്ക് എന്താണ് സാലറി എന്നുള്ള സ്ഥലത്തിന് നമുക്ക് അതിന് പകരം വേണമെങ്കിൽ ഇൻകം എന്നുള്ളത് നമുക്ക് പറയാം. അല്ലെങ്കിൽ എന്താണോ അതിന് പകരം നിൽക്കാവുന്ന പല വേർഡ്സുകളുണ്ട്. അതൊക്കെ നമുക്ക് അത് യൂസ് ചെയ്യാം. കീവേഡ്, ഇന്റന്റ്, ലേറ്റന്റ് സിമാന്റിക് ഇൻഡെക്സിങ് മുമ്പ് ഉണ്ടായിരുന്ന ഗൂഗിള് ശരിക്കും പറഞ്ഞാൽ ഇത് അത്രത്തോളം യൂസ് ചെയ്യുന്നില്ല. ഇത് കുറച്ച് മുമ്പാണ് ഗൂഗിൾ ഇത് യൂസ് ചെയ്തിരുന്നത്. ലേറ്റന്റ് സിമാന്റിക് ഇൻഡെക്സ് 2012-13 ഘട്ടങ്ങളിലൊക്കെ ഗൂഗിൾ യൂസ് ചെയ്തിരുന്നതാണ്. അതായത് ഒരാളൊരു കാര്യം സെർച്ച് ചെയ്യുമ്പോൾ അതിന് പകരം നിൽക്കുന്ന അതായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന വേറെയും വാക്കുകൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളത് കൂടിയും റാങ്ക് ചെയ്യാന്നുള്ളത്. ഈ എക്സാമ്പിൾ നോക്കുക. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേ ഇൻക്ലൂഡ് ടേംസ് ലൈക്ക് മെഷീൻ ലേണിംഗ്, ന്യൂറൽ നെറ്റ്വർക്ക്സ് ആൻഡ് ഓട്ടോമേഷൻ. ഇത് ഗൂഗിൾ എപ്പോഴും പ്രതീക്ഷിക്കും. അപ്പോ എന്തിനാണ് ഈ ലേറ്റന്റ് സിമാന്റിക് ഇൻഡെക്സിങ് എന്നുള്ള സംഭവം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഒരാള് സെർച്ച് ചെയ്യുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ചിട്ട് എന്നതിലേക്കായിരിക്കും അവർ സെർച്ച് ചെയ്താൽ, പക്ഷെ ഒരു ആർട്ടിക്കിൾ, ആ ആർട്ടിക്കിളിൽ ചിലപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നൊരു വാക്ക് പോലും ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ മെഷീൻ ലേണിംഗിനെ കുറിച്ചായിരിക്കും പറഞ്ഞിരിക്കുന്നത് ആ പേജിൽ. അത് ചിലപ്പോൾ റാങ്ക് ചെയ്യാം. അതാണ് ഈ ലേറ്റന്റ് സിമാന്റിക് ഇൻഡെക്സിന്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അതിപ്പോ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഗൂഗിൾ. പക്ഷെ ഈ സംഭവം നമ്മുടെ എഐയുടെ നമ്മുടെ ChatGPT ആണെങ്കിലും ഇതാണെങ്കിലും AI ബേസ്ഡ് സംഭവങ്ങളിൽ ഈ ലേറ്റന്റ് സിമാന്റിക് ഇൻഡെക്സിങ് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്കറിയാം നോളജ് ഗ്രാഫ് എന്താണെന്നുള്ളത്. അത് അത്ര നോളജ് ഗ്രാഫ്, അത് നേരത്തെ പറഞ്ഞ സംഭവം ഒരു ബന്ധമുണ്ട്. എന്റിറ്റിയുടെ കേസിൽ ഞാൻ പറഞ്ഞു. ഈ എന്റിറ്റി ആയിട്ടും നോളജ് ഗ്രാഫും നമുക്കറിയാം സെയിം ആണ്. അപ്പൊ ഗൂഗിളിന് നിലവിലുള്ള, അതായത് ഗൂഗിളിന്റെ നിലവിലുള്ള നോളജ് ഗ്രാഫ് ഉണ്ടല്ലോ, അതായത് ഗൂഗിൾ നിലവിൽ മനസ്സിലാക്കി വെച്ചിട്ടുള്ള ഏതെങ്കിലും എന്റിറ്റി ആയിട്ട് എപ്പോഴും നമ്മൾ കണക്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ ഗൂഗിൾ കുറെ കൂടി ക്ലിയർ ആവും ഇതെന്താ സംസാരിക്കുന്നത്. കാരണം നമുക്ക് എങ്ങനെയാലും ഗൂഗിളിനെ പെട്ടെന്ന്, നമുക്കിപ്പോ ഒരാൾക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ എന്തായിരിക്കും, നമുക്ക് ശരിക്കും അയാൾക്ക് അറിയാവുന്ന ഒരു കാര്യം വെച്ചിട്ടൊക്കെ ആയിരിക്കും നമുക്ക് ഇതാണ്. നമുക്ക് ഒരാളെ നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ മറ്റേ അറിയില്ലായിരിക്കും. അപ്പൊ ഇയാൾ ഇല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല, ആരാണ് അയാൾ. അപ്പൊ ഇയാൾക്ക് അറിയാവുന്നത് വെച്ചോളൂ. എടാ നിങ്ങൾക്ക് മറ്റേ കക്ഷീനെ അറിയില്ല, ബാബുവിനെ അറിയില്ല. അറിയാം. ആ ബാബുവിന്റെ വീടിന്റെ അടുത്ത് പറയുമ്പോഴത്തേക്ക് ഇവന് അവിടെ നിന്നായിരിക്കും മനസ്സിലാക്കുന്നത്. അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്, ഗൂഗിളിന്റെ ഇതിൽ സംഭവിക്കുന്നത്. ഗൂഗിളിന് നമ്മുടെ കണ്ടന്റ് എന്താണെന്നും അതിന്റെ റെലവൻസ് എന്താണെന്നും ഏറ്റവും എളുപ്പം മനസ്സിലാക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിന് ശരിക്കും നന്നായിട്ട് അറിയാവുന്ന ഒരു സംഭവത്തിനെ ശരിക്കും പരാമർശിച്ചിട്ട് അതിനെ ചുറ്റിപ്പറ്റി നമ്മൾ ഇതിനെ പറയാൻ ശ്രമിച്ചാൽ വളരെ എളുപ്പത്തിൽ ഗൂഗിളിന് നമ്മളുടെ കണ്ടന്റിനെ ഇതാക്കാനും ഇത് മനസ്സിലാവും. അതാണ് ഗൂഗിളിന്റെ നോളജ് ഗ്രാഫിനെ നമ്മൾ ഉപയോഗിക്കുക എന്ന് പറയുന്നത്. ഗൂഗിളിന്റെ നോളജ് ഗ്രാഫിലുള്ള ഒരു സംഭവത്തിനെ റിലേറ്റ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റില്ല, എപ്പോഴും പറ്റണമെന്നില്ല. പക്ഷെ പറ്റിയാൽ ഗൂഗിൾ കുറച്ചും കൂടി എളുപ്പത്തിൽ നമ്മളുടെ സംഭവം മനസ്സിലാവും. അതേപോലെ തന്നെ കണ്ടന്റ് ഹൈറാർക്കി ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു വെബ്സൈറ്റിൽ കണ്ടന്റ് ഇടുമ്പോൾ നമ്മൾ അതിന്റെ നല്ലൊരു സ്ട്രക്ചർ കൊടുത്തില്ലെങ്കിൽ നമ്മൾക്ക് യൂസ് ചെയ്യുന്ന ആൾക്ക് തന്നെ ശരിക്കും പറഞ്ഞാല് ഒന്ന് നോക്കി. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ERPയുടെ ഒരു ആർട്ടിക്കിൾസ് ഉണ്ട്, അതേപോലെ തന്നെ എന്താണ് വേറെ പറഞ്ഞ ടാക്സിന്റെ ആർട്ടിക്കിൾസ് ഉണ്ട്, ബിസിനസ് ഫോർമേഷന്റെ ആർട്ടിക്കിൾസ് ഉണ്ടെന്ന് വിചാരിക്കും. ഇതിന് ഞാൻ പ്രത്യേകിച്ച് ഞാൻ ആർട്ടിക്കിൾസ് തോന്നുന്ന പോലെ ഇടുന്നതെന്ന് വിചാരിക്കുക. ഒരാൾക്ക് അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ERPയുടെ മാത്രം കണ്ടാൽ മതി. പക്ഷെ അയാൾ വന്ന് നോക്കുമ്പോ 3 ആർട്ടിക്കിൾ തന്നെ അയാൾ തപ്പേണ്ടി വരും. ഇതിനിടയിൽ അയാൾക്കൊരു നോളജ് ഇതിൽ നിന്ന് റിട്രീവ് ചെയ്യാൻ അയാൾക്ക് സമയം കൂടുതൽ എടുക്കും. ഇതുപോലെ തന്നെ ഗൂഗിളിന് ഒരു നോളജ് റിട്രീവൽ, അതായത് ഇൻഫോർമേഷൻ റിട്രീവൽ എന്നുള്ളതിന് കോസ്റ്റ് ഉണ്ട്, കോസ്റ്റ് ഓഫ് ഇൻഫോർമേഷൻ റിട്രീവൽ. ഗൂഗിൾ അത് കണക്കൂട്ടുന്നുണ്ട്. ഗൂഗിൾ കാശ് നോക്കി തന്നെയാണ് അവരും ചെയ്യുന്ന, ബിസിനസ് നോക്കുന്നുണ്ട്. നമ്മുടെ വെബ്സൈറ്റ് ഒക്കെ സ്ലോ ആവുകയാണെങ്കിലും പലതാണെങ്കിലും അവര് ഇത് കുറയ്ക്കുന്ന എന്തിനാ, അവരുടെ റോൾ റേറ്റ്, ആ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്.
ഗൂഗിളും കാശ് ചിലവുണ്ട് നമ്മുടെ വെബ്സൈറ്റിൽ വന്ന് കണ്ടന്റ് വായിച്ചു പോകാനായിട്ട്. അപ്പോൾ ഗൂഗിൾ അതും നോക്കും. ഒരു വെബ്സൈറ്റിൽ അവൻ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് അവന് ഇൻഫർമേഷൻ റിട്രീവ് ചെയ്യാൻ പറ്റിയ കോസ്റ്റ് കുറവാണ്, ആ വെബ്സൈറ്റിന് അവൻ ഇഷ്ടപ്പെടും. ഒരു വെബ്സൈറ്റിൽ വന്ന് അതിനകത്ത് ഇൻഫർമേഷൻ ഒന്നും എടുക്കണമെങ്കിൽ അവന് കോസ്റ്റ് കൂടിയാൽ എന്ത് പറ്റും, ആ വെബ്സൈറ്റിന് അവൻ മാറ്റി നിർത്താൻ നോക്കും. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ വന്ന ഒരു ഇൻഫർമേഷൻ റിട്രീവ് ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പത്തിൽ പറ്റുന്ന രീതിയിൽ വേണം നമ്മുടെ വെബ്സൈറ്റിനെ സ്ട്രക്ചർ ചെയ്യാനായിട്ട്. അതിനാണ് വേഡ്പ്രസ്സോ അതേപോലത്തെ പ്ലാറ്റ്ഫോമുകൾ ഈ കാറ്റഗറിയും ടാഗുകളൊക്കെ തന്നിരിക്കുന്നത്. അപ്പോ ഈ ഒരു വെബ്സൈറ്റിൽ നമ്മളൊരു കാറ്റഗറി ഉണ്ടാക്കി, ടാക്സിന് വേണ്ടി ഒരു കാറ്റഗറി ഉണ്ടാക്കി, ERPക്ക് വേണ്ടി ഒരു കാറ്റഗറി ഉണ്ടാക്കി, ബിസിനസ് ഫോർമേഷന് വേണ്ടി ഒരു കാറ്റഗറി ഉണ്ടാക്കി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിലോ ആ ഒരു കാറ്റഗറി പേജിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ മാത്രം ഇൻഫർമേഷൻ കിട്ടും. വെൽ സ്ട്രക്ചർഡ് ആണ് ഇപ്പൊ ഈ പേജ്, ഗൂഗിളിന് മനസ്സിലാവും, ഇതിന്റെ സ്ട്രക്ചർ മനസ്സിലാവും. അല്ലാന്നുണ്ടെങ്കിൽ ഒരാൾക്ക് കാണുന്ന അതേ പ്രശ്നങ്ങൾ കൺഫ്യൂഷൻസ് തന്നെയാണ് ഗൂഗിളിന് ഒരാളെക്കാളും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മനുഷ്യന്മാർക്ക് പിന്നെയും കണ്ടുപിടിക്കാൻ കുറച്ച് അവരുടേതായ ഇത് വെച്ച് കണ്ടുപിടിക്കാം. ഗൂഗിളിന് നമ്മൾ ഒരു മനുഷ്യക്കണം ഡബിൾ കണം 10 കണം കൺഫ്യൂഷൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് എപ്പോഴും വെബ്സൈറ്റിലുള്ള ഒരു നല്ലൊരു കണ്ടന്റ് ഹയറാർക്കി ശ്രദ്ധിക്കുക. അത് നമ്മുടെ സ്ട്രോങ് ആയിട്ടുള്ള സിമാറ്റിക് കണ്ടന്റ് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാനായിട്ട് സഹായിക്കും. അതേപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഇൻഫർമേഷൻ റിട്രീവൽ കുറയ്ക്കാനും അത് സഹായിക്കും. ഇത്രയുമാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. കാരണം ഇതില് പറയുകയാണെങ്കിൽ കുറേയധികം ഇതുള്ള ഒരു ടോപ്പിക്കാണ്. ഇത് ഒരു വലിയ ടോപ്പിക്. ഇതിനകത്ത് തന്നെയാണ് ഈ നമ്മുടെ എന്താണ് പറയുന്നത്, നമ്മുടെ ടോപ്പിക്കൽ അതോറിറ്റി അതൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിന് ശേഷം ഈ എംബഡിങ്സ്, അതായത് ഈ വെക്ടേഴ്സിന്റെ ഒരു സംഭവങ്ങളൊക്കെ കയറി വരുന്നത് ഇതിന്റെ ഉള്ളിലാണ്. അതേപോലെ തന്നെ കുറെ വാക്കുകളുണ്ട്. ഈ വാക്കുകളൊന്നും കേട്ട് നിങ്ങൾ പേടിക്കേണ്ട. ഈ ടോപ്പിക്കിലൊക്കെ ഇറങ്ങിയാൽ കുറെ വാക്കുകൾ കേൾക്കും. അങ്ങനെ ക്വസ്റ്റ്യൻ സിമിലാരിറ്റി എന്നൊക്കെ പറയുന്ന കുറെ സാധനങ്ങളൊക്കെ കയറി വരും. വെക്ടേഴ്സ്, എംബഡിങ്സ്, വേറെ എംബഡിങ്സ്. ഓക്കെ, എനിക്ക് അനുവദിച്ച സമയം കഴിഞ്ഞു അല്ലെ? 40 മിനിറ്റ് ആയിരുന്നു. 50 മിനിറ്റ് എടുത്തിട്ടുണ്ട്. 50 ഇല്ല, ഒരു 45 മിനിറ്റ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ എന്താണ് അവസ്ഥ? ഇത് കേട്ടിട്ട് ആകെ ഭയങ്കരമായ സംഭവം തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയായിരുന്നല്ലേ SEO? എനിക്ക് തോന്നുന്നു SEO ചെയ്യുന്നവർക്ക് അറിയാവുന്ന കാര്യം തന്നെയാണിത്. പക്ഷെ ഇങ്ങനെ ഒരു വാക്കുകളൊക്കെ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും. അതേപോലെ അതിനകത്ത് ആ ഒരു ചെറിയ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണം എന്ന് തോന്നില്ലേ? വളരെ അടുത്തുള്ള കറക്റ്റ് ആയിട്ട് ആ ഫ്ലോ, വെബ്സൈറ്റിൽ ഒരു ബ്ലോഗുകൾ പബ്ലിഷ് ചെയ്യുമ്പോൾ പോലും അത് വളരെ ഇതായിട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു സംഭവം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അല്ലാതെ വേറെ വലിയ മാജിക്കുകളൊന്നുമില്ല. നമ്മൾ ആദ്യം 2 ലെവലിലാണ്. ഒന്ന്, നമ്മൾ ഒരു വെബ്സൈറ്റ് നമ്മുടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു പ്ലാൻ, നമ്മുടെ ആ വെബ്സൈറ്റിലെ ഒരു കണ്ടന്റിന്റെ ഒരു ആർക്കിടെക്ചർ എങ്ങനെ ഇരിക്കണം. അതിനുശേഷം നമ്മൾ അതിനകത്ത് ക്ലസ്റ്റേഴ്സ് ടോപ്പിക് വൈസ് ക്ലസ്റ്റേഴ്സ് രൂപീകരിക്കണം. അതായത് ടോപ്പിക്കൽ അതോറിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തിലൊക്കെ അതോറിറ്റി വേണം, ക്ലസ്റ്റേഴ്സ് രൂപീകരിക്കണം. 2, 3, ആ ഓരോ ക്ലസ്റ്ററിന്റെ ഉള്ളിലും എന്തെല്ലാം ടോപ്പിക്കിനെ കുറിച്ച് എഴുതണം. അവിടെയൊക്കെ സിമാറ്റിക്കലി വളരെ റെലവന്റ് ആയിട്ടുള്ള അടുത്തടുത്ത് വരുന്ന ടോപ്പിക്കുകളും എല്ലാം നമ്മളത് സെർച്ച് നടത്തേണ്ടി വരും. പല നമ്മൾ അതിനാണ് നിലവിൽ റാങ്ക് ചെയ്യുന്ന സൈറ്റുകൾ എപ്പോഴും പരിഗണിക്കണം എന്ന് പറയുന്നത്. അത് കാരണം ഗൂഗിൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന നിലവിൽ റാങ്ക് ചെയ്ത സൈറ്റുകളെ വെച്ചിട്ടാണ്. അപ്പൊ അതിൽ നിന്ന് പെട്ടെന്ന് വ്യത്യസ്തമാവാൻ ശ്രമിക്കാതെ കുറെയൊക്കെ അവരിൽ നിന്നും എടുക്കേണ്ടി വരും. കാരണം ഗൂഗിൾ അതേപോലെ അതേ പാറ്റേണൊക്കെ തന്നെ ഗൂഗിൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോ നമുക്ക് അതിൽ നിന്നൊക്കെ കുറെ ഐഡിയാസ് കിട്ടും. പിന്നെ നമ്മുടെ കീവേഡ് റിസർച്ച് പല പരിപാടികളും നമ്മൾ ചെയ്യണം. അപ്പോൾ ക്ലസ്റ്റേഴ്സ് രൂപീകരിച്ച് കഴിഞ്ഞാൽ അതിനുള്ളിലെ കണ്ടന്റുകൾ പ്ലാൻ ചെയ്യും. പിന്നെ അതിന്റെ അടുത്ത ലാസ്റ്റ് സ്റ്റേജിലാണ് ഓരോ പേജിലെയും കണ്ടന്റ് എങ്ങനെ വേണം എന്നുള്ള പ്ലാൻ. എങ്ങനെ അതിന്റെ ഉള്ളിലും ഉണ്ട്. അതിന്റെ ഉള്ളിലും അതിനും ഇതിന്റെ തന്നെ ഒരു സിമാറ്റിക്കില് ഒരു കോണ്ടെക്സ്റ്റൽ ഫ്ലോ എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ഇൻഫർമേഷന്റെ ഒരു ഫ്ലോ, അതൊക്കെ ശ്രദ്ധിക്കണം. അതിന്റെ കവറേജ് ഒക്കെ നോക്കണം. കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ അതിനുള്ളിൽ. എന്നാലും അവിടെയും കാര്യങ്ങളുണ്ട്. അതിന് ടോപ്പിക്കൽ റെലവൻസ് ആണ് അവിടെ വരിക. ഒരു ഡോക്യുമെന്റിനുള്ളിൽ ടോപ്പിക്കൽ റെലവൻസ്, ഒരു ഡോക്യുമെന്റ്, സെറ്റ് ഓഫ് ഡോക്യുമെന്റ്സ്, അതൊരു വെബ്സൈറ്റിന്റെ ഉള്ളിൽ ഓവറോ ടോപ്പിക്കൽ അതോറിറ്റിയുമാണ്. മാറിപ്പോകുന്നത്. ടോപ്പിക്കൽ റെലവൻസ് എപ്പോഴും ഒരു ഡോക്യുമെന്റിനാണ്, ഒരു പേജിനാണ് ഉള്ളത്, സൈറ്റിനല്ല. ടോപ്പിക്കൽ അതോറിറ്റി ഒരു പേജിനല്ല, അതൊരു സൈറ്റിനാണുള്ളത്. 2 ടൈപ്പ് അതോറിറ്റി ഉണ്ട്. ടോപ്പിക്കൽ അതോറിറ്റി വെബ്സൈറ്റിനും ഉണ്ട്, ഓതർക്കും ഉണ്ട്. 2 പേർക്കാണ് എപ്പോഴും അതോറിറ്റി വരിക. വെബ്സൈറ്റ്, ഓർഗനൈസേഷൻ, ഓതർ, 3 പേർക്കും അതോറിറ്റി വരും. അപ്പൊ ഇതും മാറിപ്പോകുന്നത്. ടോപ്പിക്കൽ അതോറിറ്റി ഒരു പേജിന് ഇല്ല, അതൊരു സൈറ്റിനാണ്. ടോപ്പിക്കൽ റെലവൻസ് ഒരു വെബ്സൈറ്റിനല്ല, അതൊരു പേജിനാണ്. ഇതെല്ലാം സിമാറ്റിക്കലി ആണ് ഇതൊക്കെ കണക്ക് കൂട്ടി വെക്കുന്നത് ഗൂഗിൾ. ഇനിയിപ്പോ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ആരോടൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ ആരും? എന്താണ് അവസ്ഥ? ക്ലിയർ ആണോ? ഈ പറഞ്ഞത്ര ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കും. ആർക്കും ഡൗട്ടില്ല? ഒരു ഹാൻഡ് റൈസ് ഉണ്ടായിരുന്നല്ലോ, അനസ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അനസ് ഉണ്ടോ? അതെ, നീരജ് കൈവയ്ക്കോ? ഇല്ല, മാറിപ്പോയതാ. ഓക്കെ,
അനസ് ഉണ്ടോ? ആരോ ഇടക്ക് ഒന്ന് കൈ നോക്കിയായിരുന്നു. പിന്നെ ആ ഫ്ലോ നശിപ്പിക്കാതിരിക്കാനാണ് ഞാൻ എന്തായാലും ചോദിക്കായിരുന്നു. ആർക്കും ഒരു ഡൗട്ടും ഇല്ലേ? ഒന്നില്ലെങ്കിൽ ഡൗട്ട് ചോദിക്കാതിരിക്കണമെന്നല്ലേ? ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. അതല്ലെങ്കിൽ എല്ലാം മനസ്സിലായിരുന്നാണ്. തജ്ജിനു ചോദിച്ചോളൂ. സർ, ഇത് ഫോളോ ചെയ്തിട്ടുള്ള ടോപ്പ് പെർഫോമിംഗ് ബ്ലോഗ്സിന്റെ 1-2 ലിങ്ക് റെഫറൻസിന് വേണ്ടി ചാറ്റ് ബോക്സിൽ ഇടാമോ? എന്താണ് ഇതിനെ കുറിച്ച് പഠിക്കാനുള്ള ലിങ്കാണോ? എനിക്ക് അത് തുടക്കത്തിൽ പറഞ്ഞാൽ ക്ലിയർ ആയില്ല. 1-2 എന്താണ് ഈ ഒരു സ്ട്രക്ചറിൽ എഴുതിയിട്ടുള്ള ടോപ്പ് പെർഫോമിംഗ് ആയിട്ടുള്ള കുറച്ച് ബ്ലോഗ്സിന്റെ ഒരു റെഫറൻസ് ലിങ്ക് ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടാമോ? ചാറ്റ് ബോക്സിൽ ഇടാന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ അത് നോക്കേണ്ടി വരും. ഈ ഒരു റെഫറൻസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന എല്ലാ സൈറ്റുകളും ഈ ഇതിലാണ്. അതിന് വേറൊരു സൈറ്റ് നോക്കണ്ട. ഏറ്റവും നന്നായിട്ട് ഞാൻ പറയണത് വിക്കിപീഡിയ. ഫസ്റ്റ് സൈറ്റ് പറയുന്നത് വിക്കിപീഡിയ. വിക്കിപീഡിയയില് ഒരു പേജിൽ കയറിയിട്ടുണ്ടോ? ആ പേജിൽ കയറി കഴിഞ്ഞാല് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് വായിക്കുന്ന സമയത്ത് ആ ടോപ്പിക്കിലുള്ള ഓരോ എൻറ്റിറ്റിയും ഓരോ ടോപ്പിക്കിനെയും കുറിച്ച് അവര് വെൽ കണക്റ്റഡ് ആയിരിക്കും, ഇല്ലേ? അടുത്ത പേജിൽ അതിന് ഒരു വാക്ക് പോലും അറിയാതെ തജ്നൂന് ഇറങ്ങാൻ സാധിക്കില്ല. വിക്കിപീഡിയ കയറി കഴിഞ്ഞാൽ ഒരു കാര്യം വായിക്കാൻ കയറി കഴിഞ്ഞാൽ അത് വായിക്കുന്നതിന്റെ ഇടയിൽ വേറൊരു കാര്യത്തെ കുറിച്ച് പരാമർശിക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് ലിങ്ക് കാണും. വേറൊരു കാര്യത്തെ കുറിച്ച് പരാമർശിക്കുന്ന അതിലേക്ക് ലിങ്ക് കാണും. ആ ഒരു ടോപ്പിക് വായിക്കുന്ന സമയത്ത് അത് റിലേറ്റഡ് ആയിട്ട് അതായിട്ട് സിമാൻറ്റിക്കലി ഒക്കർ ചെയ്യുന്ന എല്ലാ ടീംസും അതിനകത്തുണ്ടാവും. നമ്പർ 1 വിക്കിപീഡിയ. പിന്നെ ഇപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ ഏതാണ് നമ്മുടെ ഇൻവെസ്റ്റോപീഡിയ സൈറ്റ്. ഇൻവെസ്റ്റോപീഡിയ റാങ്ക് ചെയ്യുന്ന ഒരുമാതിരി എല്ലാ സൈറ്റുകളും നമ്മളിപ്പോ അത്യാവശ്യം ഈ പറയണ ഹോസ്റ്റിംഗിന്റെ ഒക്കെ വലിയ വലിയ കമ്പനികളുടെയും ഇപ്പോ ERP റിലേറ്റഡ് ഏറ്റവും, കാരണം വേൾഡിൽ കുറെ അധികം വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസിൽ പറയുന്നതാണ്. ERP ഞാൻ അത്യാവശ്യം കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ERPയുടെ ഇതാണ് ഒരുമാതിരി IT ഫീൽഡിൽ തന്നെ അല്ലെങ്കിൽ വേൾഡിൽ തന്നെ ഈ SEOയിൽ തന്നെ മേ ബി ഏറ്റവും ഹയസ്റ്റ് കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു ഏരിയ എന്ന് പറയുകയാണെങ്കിൽ വൺ ഓഫ് ദ എന്ന് പറഞ്ഞാൽ ERPയുടെ ഏരിയയിൽ. ERPയുടെ ഇതിനകത്ത് ടോപ്പിൽ വരുന്ന സൈറ്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, എത്ര വെൽ ഇതായിട്ടായിരിക്കും അവർ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നതൊക്കെ കാണാൻ പറ്റും. പക്ഷെ അവിടുത്തെ കോമ്പറ്റീറ്റേഴ്സ് ചെറിയ ടീമുകളല്ല, അത്രമാത്രം കാശ് അവർ മുടക്കുന്നുണ്ട്. SEOന്റെ അൽഗോരിതങ്ങൾ വരെ അറിയാവുന്ന മൈക്രോസോഫ്റ്റും എല്ലാവരും അതിനകത്ത് കളിക്കുന്ന ഇതാണ്. ഒറാക്കിളും മൈക്രോസോഫ്റ്റ് SAP തുടങ്ങിയ എല്ലാ കമ്പനികളും കൂറ്റനടി പരസ്പരം അടിക്കുന്ന ഒരു ERP. ഏറ്റവും മത്സരം നടക്കുന്ന, അതൊക്കെ അഡ്വർടൈസ്മെന്റിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഏരിയ ERP. അപ്പൊ അതിന്റെ ടോപ്പ് വരുന്ന സൈറ്റുകൾ നോക്കിയോ വെൽ കണക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. സിമാറ്റിക്കലി റെലവെന്റ് ആയിട്ടുള്ള സൈറ്റുകളെ റാങ്ക് ചെയ്യുള്ളൂ തജ്നു. അതാണ് അവസ്ഥ. സിമാറ്റിക്കലി ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, SEOനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ കൂടി പ്രതീക്ഷിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അത് അതിനകത്ത് ഉണ്ടാവണം. നമ്പർ 1. നമ്പർ 2, അത് റിലേറ്റഡ് ആയിട്ട് മറ്റു കാര്യങ്ങൾ വായിക്കുക. ഇത് തന്നെയാണ് ശരിക്കും ടോപ്പിക്കൽ അതോറിറ്റി നമ്മൾ എന്ന് പറയുന്ന സംഭവം. ഇത് തന്നെയാണ്. ഇതെല്ലാം ഒറ്റ സംഭവമാണ്. ഈ സിമാറ്റിക് റെലവൻസ് എന്ന് പറഞ്ഞിട്ട് ആ വാക്കുകൾ നമുക്ക് പുതിയതാണെന്നേ ഉള്ളൂ. സിമാറ്റിക് നെറ്റ്വർക്ക് എന്നൊക്കെ പറയുന്നത് വാക്കുകൾ പുതിയതല്ല, നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുകയാണ്. പക്ഷെ ആ ആശയം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നുണ്ട്. നമ്മുടെ SEOന്റെ ബേസിക് ആണ് ശരിക്കും ഇതൊക്കെ. ഓക്കെ, വേറെ സുമേഷ്. സാറേ, എനിക്കറിയാലോ സാറ് ടോപ്പിക്കൽ അതോറിറ്റിയെ പറ്റിയിട്ട് ലാസ്റ്റ് ഒരു സെഷൻ പറഞ്ഞിരുന്നില്ലേ? പേജസിന് വേറെയാണ് അങ്ങനെ കവർ ചെയ്തിട്ടൊരു അതൊന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യും. ആ ഒരു ഏരിയ എനിക്ക് വിട്ടുപോയിരുന്നു. ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് മനസ്സിലായി. ഞാൻ പറയാം ടോപ്പിക്കൽ. അത് ഞാൻ പിന്നീട് ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിച്ച ഒരു സംഭവമാണ്. ടോപ്പിക്കൽ അതോറിറ്റി എങ്ങനെയാണ് ഗൂഗിൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഗൂഗിളിന്റെ 2 പേറ്റന്റ് ഉണ്ട്. ആ 2 പേറ്റന്റ് ഞാൻ എപ്പോഴും പിന്നീട് സമയത്ത് കാണിച്ചു തരാം. ആ പേറ്റന്റ് എങ്ങനെയാണ് ഗൂഗിൾ അത് കാൽക്കുലേറ്റ്, വളരെ സിമ്പിൾ ആയിട്ടാണ് ഗൂഗിൾ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ബ്ലോഗുകൾ വായിച്ചു കഴിഞ്ഞാൽ ടോപ്പിക്കൽ അതോറിറ്റി നമുക്ക് വേറെ എന്തെങ്കിലും ആയിപ്പോകും. ഗൂഗിൾ വളരെ സിമ്പിൾ ആയിട്ടാണ് കാര്യത്തിൽ നിൽക്കുന്നത് ടോപ്പിക്കൽ അതോറിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് പോട്ടെ. അപ്പൊ ടോപ്പിക്കൽ അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് എത്രത്തോളം അതോറിറ്റി ആണ് ഇവനുള്ളത് എന്നാണ് ഗൂഗിൾ നോക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ ഇവൻ എന്നുള്ളത് വ്യക്തിയാകാം, വെബ്സൈറ്റ് ആകാം, ഓർഗനൈസേഷൻ ആകാം. എത്ര നമ്മളുടെ റിയൽ ലൈഫിൽ നമ്മൾ അങ്ങനെ തന്നെയല്ലേ. ആ ഒരാളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാല് അതിനെക്കുറിച്ച് എന്തറിയണം എന്നുണ്ടെങ്കിലും എന്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അയാളുടെ അടുത്ത് ചോദിച്ചാൽ നമുക്ക് ആ ഒരു സംഭവത്തെ കുറിച്ച് ചോദിച്ചാൽ എന്ത് ചോദിച്ചാലും ഉത്തരം കിട്ടും എന്ന് പറയുന്ന ഒരാൾ, ഒരു വെബ്സൈറ്റ്, ഓർഗനൈസേഷൻ, അതാണ് ഒരു അതോറിറ്റി. അപ്പൊ ആലോചിക്കുക, അവിടെ ആ ഒരു ടോപ്പിക്കിനെ സംബന്ധിച്ച എന്ത് ചോദിച്ചാലും ശ്രദ്ധിക്കുക, എന്ത് ചോദിച്ചാലും ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചല്ല. എനിക്ക് ഇപ്പൊ
ഒരമ്മൂമ്മ ഉണ്ട് എനിക്ക് പരിചയത്തിലെന്ന് വിചാരിക്കുക. ആ അമ്മൂമ്മ എല്ലാ ടൈപ്പ് അച്ചാറുണ്ടാക്കും. എല്ലാ ടൈപ്പ് ലോകത്തുള്ള എന്ത് സംഭവത്തിൽ കിട്ടിയാലും അച്ചാറുണ്ടാക്കുന്ന ഒരു അമ്മൂമ്മയുണ്ടെന്ന് വിചാരിക്കും. എന്റെ അറിവിൽ തന്നെ ആ അമ്മൂമ്മ, ഞാൻ വെറുതെ വായിത്തോന്ന നമ്പറൊക്കെ പറയട്ടെ, 750 ടൈപ്പ് അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എന്റെ അനുഭവത്തിൽ എനിക്കറിയാം. അപ്പൊ പിന്നെ എന്റെ മനസ്സിൽ അച്ചാർ എന്ന് പറഞ്ഞാൽ ആ അമ്മൂമ്മയാണ്. കാരണം ആ അമ്മൂമ്മ അത്രമാത്രം അച്ചാറുണ്ടാക്കും. അപ്പൊ ഈ അച്ചാറിന്റെ എന്ത് ടോപ്പിക്കിനെ കുറിച്ച് എനിക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ അമ്മൂമ്മയുടെ അടുത്താ ചോദിക്കാം. കാരണം എന്താണ്, അമ്മൂമ്മ അത്രമാത്രം അതോറിറ്റിയാണ് അച്ചാർ എന്ന ടോപ്പിക്കിൽ. കാരണം എങ്ങനെയാണ് അതോറിറ്റി വന്നത്? അമ്മൂമ്മ ഉണ്ടാക്കിയ 750 അച്ചാറുകളിലൂടെയാണ് അമ്മൂമ്മക്ക് അതോറിറ്റി ഉണ്ടായിരുന്നത്. ഒരു അച്ചാറിലൂടെ അല്ല, 750ഓളം അച്ചാർ ഉണ്ടാക്കിയത് കൊണ്ടാണ് ആ അമ്മൂമ്മ അച്ചാറിന്റെ കേസ് എന്ന ടോപ്പിക്കിൽ അതോറിറ്റി ആയിരുന്നു. നേരെ മറിച്ച് വേറൊരു കേസ് ആലോചിക്കാം. എനിക്ക് വേറൊരു അമ്മൂമ്മനെ പരിചയമുണ്ട്. ആ അമ്മൂമ്മ ഒരൊറ്റ അച്ചാറേ ഉണ്ടാക്കുള്ളൂ. അതൊരു ചെമ്പരത്തി അച്ചാറാണെന്ന് വിചാരിക്കും. ചെമ്പരത്തി പൂച്ചിട്ട് അച്ചാർ ഉണ്ടാക്കുമെന്ന് വിചാരിക്കും. ആ അമ്മൂമ്മ അത് മാത്രമേ ഉണ്ടാക്കുള്ളൂ. എനിക്ക് ഇവിടെ അറിയാം ചെമ്പരത്തി അച്ചാർ എന്ന് പറഞ്ഞാൽ ആ അമ്മൂമ്മയാണ്. പക്ഷേ വേറെ അച്ചാറിന്റെ എൻ്റെറായിട്ട് അറിയണമല്ലോ മറ്റേ അമ്മൂമ്മയാണ്. ഇവിടെ ടോപ്പിക്കില് ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിന് റെലവെന്റ് ആയിട്ട് നിൽക്കുന്ന, ചെമ്പരത്തി അച്ചാർ എന്ന ടോപ്പിക്കിന് റെലവെന്റ് ആയിട്ട് നിൽക്കുന്ന ആരാണ്? ഈ അമ്മൂമ്മയാണ്. അച്ചാർ എന്ന ടോപ്പിക്കില് അതോറിറ്റി ആരാണ്? ആ അമ്മൂമ്മയാണ്. ഇനി ഇത് സൈറ്റുകളിലേക്ക് വന്നു കഴിഞ്ഞാല് നമ്മുടെ വെബ്സൈറ്റിൽ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ അതോറിറ്റി ആവുക എന്ന് പറയുന്നത്, നമ്മുടെ വെബ്സൈറ്റിൽ ഇപ്പൊ ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ ആർട്ടിക്കൽ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ERP കുറിച്ച് ആർട്ടിക്കൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ERP-യിലെ ഏറ്റവും മികച്ച 10 സോഫ്റ്റ്വെയറെ കുറിച്ച് ഒരു ആർട്ടിക്കൽ ഉണ്ട്. ERP ഇൻസ്റ്റാൾ ചെയ്യുന്നതിനെ കുറിച്ച് ഒരു ആർട്ടിക്കൽ ഉണ്ട്. ഡിഫറെന്റ് ERP സോഫ്റ്റ്വെയറെ കുറിച്ചിട്ടുണ്ട്. ERP-യുടെ കമ്പാരിസൺ ഉണ്ട്. അങ്ങനെ ഞാൻ എഴുതുന്ന ഒരു 250ഓളം ബ്ലോഗുകൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് പറ്റി, ഈ ERP എന്നൊരു ടോപ്പിക്കിൽ ഈ വെബ്സൈറ്റിന്റെ അതോറിറ്റി സ്കോർ കൂടെ അസൈൻ ചെയ്യും. നമ്പർ 1 അവിടെ നിന്നില്ല, പക്ഷെ ഒരു സ്കോർ അസൈൻ ചെയ്യും. അത് ആ സ്കോർ അസൈൻ ചെയ്യുന്നത് എൻ്റെ വെബ്സൈറ്റിനാണ്, ഒരു പേജിനല്ല. കാരണം ഓരോ പേജിലെയും ഉള്ള ടോപ്പിക് എടുത്തിട്ട് ടോപ്പിക്കിന്റെ ഒരു സ്കോർ, ആ പേജിലുള്ള വെയിറ്റേജ് നോക്കും. ഇത് പിന്നീട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തരാം പേറ്റന്റ് വെച്ചിട്ട്. ആ വെയിറ്റേജ് നോക്കിയിട്ട് ഒരു സ്കോർ അസൈൻ ചെയ്യും ഓരോ ടോപ്പിക്കും. ഈ സ്കോർ കൂട്ടി നമ്മുടെ വെബ്സൈറ്റിൽ എത്ര പേജ് ഉണ്ടോ അത്രയും പേജിന് സ്കോർ കൂട്ടിയാണ് മൊത്തത്തിലൊരു ടോപ്പിക്കൽ അതോറിറ്റി എന്ന സ്കോർ അസൈൻ ചെയ്യുന്നത്. ഈ ടോപ്പിക്കൽ അതോറിറ്റി എന്ന സ്കോർ ഗൂഗിൾ അസൈൻ ചെയ്യുന്നത് ഒരു വെബ്സൈറ്റിനാണ്, ഒരു പേജിനല്ല. ഒരു വെബ്സൈറ്റിന് മൊത്തത്തിലാണ് അതോറിറ്റി. ആ വെബ്സൈറ്റിൽ ഇത്രത്തോളം പേജസിൽ ഇത്രത്തോളം കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലൊക്കെ വെച്ചിട്ടാണ് ഇന്ന ടോപ്പിക്കിന് ഇത്ര സ്കോർ, ഇന്ന ടോപ്പിക്കിന് ഇത്ര സ്കോർ, ഇങ്ങനെയാണ് ടോപ്പിക്കൽ അതോറിറ്റി സ്കോർ വരാം. അപ്പോ ഈ ടോപ്പിക്കൽ അതോറിറ്റി എന്ന സ്കോർ കൊടുക്കുന്നത് വെബ്സൈറ്റിന് കൊടുക്കും, അതേപോലെ എഴുതിയ ആൾ കൊടുക്കും. അയാൾ ഇന്ന കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ എഴുതാറുണ്ട്. അപ്പൊ അയാൾക്കും എഴുതുന്ന ആൾക്കുണ്ട് ഓർഗനൈസേഷൻ, ഓർഗനൈസേഷൻ ഇന്ന കാര്യങ്ങളെ കുറിച്ച് പറയാറുണ്ട്. അപ്പൊ ടോപ്പിക്കൽ അതോറിറ്റി എന്നുള്ളത് പോകുന്നത് ഒരു വ്യക്തിക്ക് പോകും, ഓർഗനൈസേഷന് പോകും, വെബ്സൈറ്റിനും പോകും. ഓക്കെ, ഇനി ഇത് ടോപ്പിക്കൽ അതോറിറ്റി. അത് ഒന്നിലധികം ഡോക്യുമെന്റ്സിന്റെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ടോപ്പിക്കൽ അതോറിറ്റി വരിക. ടോപ്പിക്കൽ റെലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെന്റ് ആണ്. ഒരു പർട്ടിക്കുലർ പേജ് മാത്രം, ഒരു പേജിലെ മാത്രമാണ് നോക്കുന്നത്. ആ പേജ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ചെമ്പരത്തി അച്ചാറുണ്ടാക്കുന്ന ആ ഒരു പേജിലെ കണ്ടന്റ് എത്രത്തോളം റെലവെന്റ് ആണെന്നാണ് ഗൂഗിൾ നോക്കുന്നത്. അപ്പൊ ഇത് രണ്ടും ചേർന്നിട്ടൊക്കെ ആണ് ഗൂഗിളിന്റെ അൽഗോരിതങ്ങൾ പ്രവർത്തിക്കുന്നത്. ടോപ്പിക്കൽ അതോറിറ്റി നോക്കും, ടോപ്പിക്കൽ റെലവന്റ് നോക്കും. കാരണം ഗൂഗിളിന്റെ മുമ്പിൽ ഒരു വെബ്സൈറ്റിൽ ERP-നെ കുറിച്ച് 250 ആർട്ടിക്കൽ ഉണ്ട്. ഓക്കെ, പക്ഷെ ഇവന്റ് സെർച്ച് ചെയ്യുന്ന ആ ഒരു അവന്റെ ഇന്റന്റിന് ഏറ്റവും അലൈൻഡ് ആയിട്ടുള്ള പേജ് ഏതാണ്? ഈ 250 ആർട്ടിക്കിൾസ്. അതാണ് ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള പേജ്. അപ്പൊ ടോപ്പിക്കൽ റെലവെന്റ് ആയിട്ടുള്ള ഒരു പേജ് വേറെയാണ്, അത് ഇൻഡിവിജ്വൽ പേജാണ്. ടോപ്പിക്കൽ റെലവൻസി വരുന്നത് എങ്ങനെയാണ്? ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ, ഒരു പർട്ടിക്കുലർ എൻറ്റിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള എൻറ്റിറ്റി, അതിന്റെ കവറേജ്, അതിന്റെ ഫ്ലോ, ആ ഇൻഫർമേഷൻ ഫ്ലോ, കുറെ കാര്യങ്ങളുണ്ട്. അത് നമുക്ക് പിന്നീട് വേറെ എപ്പോഴെങ്കിലും ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പൊ അതോറിറ്റി വെബ്സൈറ്റിന് എൻ്റെ ആയിട്ട് റെലവൻസ് പേജിന്. ക്ലിയർ അല്ലേ? ആരെയാണ് ഡൗട്ട്? ഓക്കെ സാർ, താങ്ക് യു. കിട്ടി കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഗ്രാസ്പ് ചെയ്യാൻ പറ്റി. താങ്ക് യു സോ മച്ച്. വേറെ പ്രിയദർശിനി? ഗുഡ് ഈവനിങ് സർ. ഇങ്ങനെ ടോപ്പിക്സ് ഇപ്പം എല്ലാ വെബ്സൈറ്റിലും നമ്മൾ ആ ടോപ്പ് റാങ്കിങ് ആയിട്ടുള്ള വെബ്സൈറ്റ്സിനെ റെഫർ ചെയ്തിട്ട് ഒരു കോൺസെപ്റ്റില് കോണ്ടന്റ് എഴുതുമ്പോൾ അപ്പൊ നമ്മുടെ കോണ്ടന്റിനകത്ത് ഒരു യൂണീക്നെസ് ഉണ്ടോ? ഇത് എന്തൊക്കെ ക്രൈറ്റീരിയസ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്? ടോപ്പ് ആയിട്ടുള്ള വെബ്സൈറ്റുകൾ നോക്കുമ്പോ നമ്മുടെ വെബ്സൈറ്റില് അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്താലും മിക്കവരും ആ വെബ്സൈറ്റിൽ നിന്നുള്ള കോണ്ടന്റ്സ് അല്ലേ, ടോപ്പിക് അതൊക്കെ അല്ലേ വെച്ചിട്ട് നമ്മളും ബ്ലോഗ് ഉണ്ടാക്കുക. അങ്ങനെയല്ല കുറെ കാര്യങ്ങൾ നോക്കണം. നമ്മൾ കുറെ കാര്യങ്ങൾ. ഇപ്പോ പ്രിയദർശിനിക്ക് അറിയാത്ത സംഭവം ആലോചിക്കും.
പ്രിയദർശിനിക്ക് ആ ടോപ്പിക്കിനെ കുറിച്ച് അറിയില്ല എന്ന് വിചാരിക്കും. ആ ടോപ്പിക്കിനെ കുറിച്ച് അറിയില്ല. പ്രിയദർശിനി നെറ്റില് 10 വെബ്സൈറ്റ് എടുക്കുന്നു. അപ്പൊ അതിനകത്ത് ഇപ്പൊ ഞാൻ പറയണത് പ്രിയദർശിനിക്ക് അറിയാത്ത ഒരു കക്ഷി ദാമോദരനെ കുറിച്ചിട്ടാണ് പ്രിയദർശിനി റിസർച്ച് ചെയ്യാനിരിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ സൈറ്റ് എടുത്തു. അവിടെ ദാമോദരനെ കുറിച്ച് പറയുന്നിടത്ത് പ്രിയദർശിനി കാണുന്നു, തങ്കപ്പനെ കുറിച്ച് പറയുന്നുണ്ട്, പത്മനെ കുറിച്ച് പറയുന്നുണ്ട്, രാഗിണിനെ കുറിച്ച് പറയുന്നുണ്ട് എന്ന് വിചാരിക്കാം. ദാമോദരനെ കുറിച്ച് ഇത് 3 പറയുന്നുണ്ട്. ദാമോദരൻ പാല് കുടിക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. 3 കിലോമീറ്റർ എല്ലാ ദിവസവും 5 കിലോമീറ്റർ ഓടുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ദാമോദരന്റെ വരുമാനം മന്ത്രി 15,000 രൂപയാണെന്ന് പറയുന്നുണ്ട്. പ്രിയദർശിനി ഇതാണ് മനസ്സിലാക്കുന്നത്. പ്രിയദർശിനി രണ്ടാമത്തെ സൈറ്റ് എടുത്തു. രണ്ടാമത്തെ സൈറ്റിലും പ്രിയദർശിനി കാണുന്നു ദാമോദരൻ 3.5 കിലോമീറ്റർ ഓടുമായിരുന്നു. ചെറിയ വ്യത്യാസം, 3 കിലോമീറ്റർ 3.5 കിലോമീറ്റർ ഓടുമായിരുന്നു, പാല് കുടിക്കുമായിരുന്നു. രാവിലിനെ കുറിച്ച് പറയുന്നുണ്ട്, ദാമോദരനെ കുറിച്ച് പറയുന്നുണ്ട്, വേറെ അഡീഷണൽ ആയിട്ട് വേറെ ബിൽ ക്ലിന്റൺ ആയിട്ട് വരെ പറ്റിയിട്ടുണ്ടെന്നൊക്കെ ആണ് അതിനകത്ത് പറയുന്നത്. മൂന്നാമത്തെ സൈറ്റ് എടുത്തപ്പോ അങ്ങനെ വായിച്ചു പോവുകയാണ്. പ്രിയദർശിനി വായിച്ചു പോകുമ്പോൾ ഇവിടെ കുറെ സിമിലർ സാധനങ്ങൾ കാണുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ പ്രിയദർശിനി വേറൊരു സൈറ്റ് എടുത്തപ്പോ ദാമോദരനെ കുറിച്ച് പറയുന്ന അവിടെ ഇതൊന്നും പ്രിയദർശിനിക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ എന്തായിരിക്കും പ്രിയദർശിനിയുടെ അവസ്ഥ? ആലോചിക്കേണ്ട. ഒന്നുമില്ലല്ലോ പ്രിയദർശിനി വിചാരിക്കുന്നത് ഇത് റെലവെന്റ് അല്ല എന്നേ വിചാരിക്കും. കാരണം പ്രിയദർശിനിക്ക് അറിയാത്ത ടോപ്പിക്കാണ്. നമുക്ക് അറിയാവുന്ന ടോപ്പിക്കാണെങ്കിൽ നമുക്ക് ഉത്തരം. നമുക്ക് അറിയാത്തൊരു ടോപ്പിക്ക് നമ്മൾ റിസർച്ച് നടത്തുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവില്ലല്ലോ ഇത് ഏതാണ് ഇതിനകത്ത് റെലവെന്റ്. നമ്മളിത് കൂടുതൽ ആൾക്കാരും പറയുന്ന സംഭവങ്ങൾ കറക്റ്റ് ആണെന്നല്ലേ നമ്മൾ വിശ്വസിക്കുക. ഇതെല്ലാവരും ഇതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ദാമോദരൻ 3 കിലോമീറ്റർ ഓടും ഡെയിലി. ദാമോദരൻ പാല് കുടിക്കും. ശരി, പാല് കുടിക്കും. അപ്പൊ നമ്മള് ആ ഒരു കോണ്ടെക്സ്റ്റില് നമ്മൾ റെലവെന്റ് ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ അത് ദാമോദരനെ കുറിച്ച് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മളും പറഞ്ഞിരിക്കണം. നമ്പർ 1. രണ്ടാമത്തെ അതിനുശേഷം കടന്ന് ചിന്തിക്കേണ്ട കേസാണ്. അതാണ് പ്രിയദർശിനി ചോദിച്ചത്. നമ്മളുടെ കണ്ടന്റ് ഇന്റർനെറ്റിൽ ലോകത്ത് ഗൂഗിളിന് മുമ്പിൽ ഒന്ന് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ കണ്ടന്റിന് ഒരു ഇൻഫോർമേഷൻ ഗെയിൻ എന്ന് പറയുന്ന സാധനം വേണം. മറ്റുള്ളവർ ആരും കൊടുക്കാത്ത ഒരു എന്തെങ്കിലും ഒന്ന് നമ്മളുടെ കണ്ടന്റ് കിട്ടണം. യൂസറെ കുറിച്ച് ചിന്തിക്കും. അപ്പോൾ ദാമോദരൻ പാല് കുടിക്കുമായിരുന്നു, ദാമോദരൻ അവരെയൊക്കെ പരിചയമുണ്ട് എന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ ഞാൻ റിസർച്ച് നടത്തി മനസ്സിലാക്കി ദാമോദരനാകെ 3 മണിക്കൂർ ഉറങ്ങാറുള്ളൂ. അതാരും പറഞ്ഞിട്ടില്ല. ചിലപ്പോ അങ്ങനെ ഒന്നും സംഭവിക്കുന്നവരും ഉണ്ടാവില്ലല്ലോ. പക്ഷെ ഞാൻ പറയുന്നു, ദാമോദരനെ കുറിച്ച് കൂടുതലായിട്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്കറിയാൻ സാധിച്ചത് അദ്ദേഹം 3 മണിക്കൂർ മാത്രം ഉറങ്ങുകയുള്ളായിരുന്നു. എല്ലാ ദിവസവും 3 മണിക്കാണ് എഴുന്നിട്ട് രാവിലെ 3 മണിക്ക് എഴുന്നിട്ടാണ് നടത്തും, റോട്ടിൽ കൂടെ നടത്തും. ഈ പറയുന്ന 3 കിലോമീറ്റർ അദ്ദേഹം ഓടുന്നത് എല്ലാവരും ഉറങ്ങുന്ന സമയത്താണ്. ഇതാരും പറയുന്നില്ല. ഈ ഒരു പോയിന്റ് ഞാൻ പറയുന്നു. ഞാൻ ഈ പറയുന്ന പോയിന്റുകൾ നേരത്തെ പറഞ്ഞ സംഭവങ്ങളായിട്ട് കണക്ട് ചെയ്യാൻ എനിക്ക് പറ്റി. ദാമോദരന്റെ 3 കിലോമീറ്റർ ഓട്ടത്തെ കുറിച്ചും ഞാൻ കണക്ട് ചെയ്തു. ആ ഓട്ടം കഴിഞ്ഞ് വന്നവരിക്കാണ് ദാമോദരൻ പാല് മേടിക്കാറ് എന്ന് പറഞ്ഞിട്ട് മുമ്പ് പറഞ്ഞ പാലായിട്ടും കൂടി ഞാൻ കണക്ട് ചെയ്തു. അപ്പൊ നിലവിൽ ദാമോദരനെ കുറിച്ച് പറഞ്ഞ പാൽ എന്നതും ഓട്ടം എന്നുള്ള സംഭവത്തിനെ ഞാൻ എന്ത് ചെയ്തു, ആരും പറയാത്ത ഒരു സംഭവം പറഞ്ഞു. ദാമോദരൻ 3 മണിക്കൂറേ ഉറങ്ങാറുള്ളൂ എന്നുള്ളത് പറഞ്ഞുകൊണ്ടിട്ട് നിലവിൽ പറഞ്ഞതുമായിട്ട് കണക്ട് ചെയ്തു. സിമാൻറ്റിക്കലി റെലവെന്റ് ആക്കാൻ, സിമാൻറ്റിക്കൽ ഡിസ്റ്റൻസ് കുറയ്ക്കാൻ. മനസ്സിലായോ? ഈ രീതിയിലാണ് കണ്ടന്റ് പ്ലാൻ ചെയ്തത്. പറയാൻ എപ്പോഴും ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കണ്ടന്റ് റൈറ്റർ കൊണ്ട് ഇത് എഴുതിച്ചെടുക്കാൻ നല്ല അസൽ കണ്ടന്റ് ബ്രീഫ് ഉണ്ടാക്കണം. പക്ഷെ സത്യം പറയാൻ ആരും അത്ര മെനക്കെടില്ല. ഞാൻ വേറെ ആരോ അതിനകത്ത് എന്താ ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, നോക്കട്ടെ. What type of content are most effective for e-commerce SEO? ഇ-കൊമേഴ്സ് എസ്ഇഒയില് ശരിക്കും പറഞ്ഞാല് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കേസ്, ഇ-കൊമേഴ്സ് എസ്ഇഒയിൽ വലിയ എസ്ഇഒ ഇല്ല എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ട കേസ്. ഇ-കൊമേഴ്സ് എസ്ഇഒയില് വലിയ എസ്ഇഒ ഇല്ല. ഇ-കൊമേഴ്സ് എസ്ഇഒ പ്യുവർലി മറ്റുള്ള നമുക്കറിയാം യൂസർ ഇന്റന്റ് നമുക്കറിയാം ഇൻഫോർമേഷണൽ, കൊമേഴ്സ്യൽ, ട്രാൻസാക്ഷണൽ, നാവിഗേഷണൽ, ലോക്കൽ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ ബേസിക്കൽ എസ്ഇഒന്റെ കാര്യങ്ങളൊക്കെ വരുന്നത് കംപ്ലീറ്റ് നമുക്ക് ശരിക്കും പറഞ്ഞാല് ഈ മറ്റേ ഇൻഫോർമേഷനിലും കൊമേഴ്സ്യലിലുമാണ് നമ്മുടെ സാധാരണ എസ്ഇഒ എന്ന് പറയുന്ന സാധനങ്ങൾ വരുന്നത്. കാരണം ഒരു ഇൻഫോർമേഷൻ റിട്രീവലും എല്ലാ സംഭവം നടക്കുന്ന അവിടെയാണ്. ഇത് ട്രാൻസാക്ഷണൽ ഇന്റന്റിൽ ഒറ്റ സാധനമല്ലേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. ട്രാൻസാക്ഷൻ അവിടെ വന്ന സാധനം വെബ്സൈറ്റിന്റെ ട്രസ്റ്റ് ആണ്. അവിടെ നമ്മളുടെ വെബ്സൈറ്റിന്റെ ഒരു ട്രസ്റ്റ്, നമ്മുടെ വെബ്സൈറ്റിലെ ആളുകൾ കയറുന്നു, മേടിക്കുന്നു, നല്ല അനുഭവം ഉണ്ടാക്കുന്നു ഉണ്ടെങ്കിൽ അതാണ് നോക്കുന്നത്. പിന്നെ ഈ പ്രൊഡക്റ്റിന്റെ കാര്യങ്ങൾ വരുമ്പോൾ അവിടെ ബേസിക്കലായിട്ട് കീപ്പ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടല്ലോ. ഒരു പ്രൊഡക്റ്റ് റിലേറ്റഡ് ആയിട്ട് ആ ട്രാൻസാക്ഷണൽ ഇന്റന്റിനനുസരിച്ച് ആ പ്രൊഡക്റ്റ് സെറ്റ് ചെയ്യുക എന്നുള്ള സംഭവം. ഇതാണ് ഒരു ഇ-കൊമേഴ്സ് സൈറ്റില് മെയിൻ ആയിട്ടുള്ള സംഭവങ്ങൾ ഇതാണ്. പക്ഷെ
നമ്മൾക്ക് പുതിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു ടോപ്പിക്കൽ അതോറിറ്റി എന്ന് പറയുന്ന സംഭവങ്ങൾ ഇതിനകത്ത് ഇല്ല കേട്ടോ. മിക്സ് ചെയ്യരുത്. ട്രാൻസാക്ഷണൽ ഇന്റന്റ് ബേസ്ഡ് സംഭവങ്ങളിൽ ടോപ്പിക്കൽ അതോറിറ്റി എന്ന് പറയുന്ന സംഭവമില്ല. ടോപ്പിക്കൽ അതോറിറ്റി ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു ഇൻഫോർമേഷൻ സെർച്ച് ചെയ്തിരുന്നെങ്കിൽ ആമസോൺ കാണിച്ചാണ്. എങ്ങനെ ആലോചിച്ച് നോക്കിയിട്ടുണ്ടാവും. മൊബൈൽ ഫോൺസിന് ഒരു ടോപ്പിക്കൽ അതോറിറ്റി ഉണ്ടായിരുന്നെങ്കിൽ അത് ഈ കൊമേഴ്സ് സൈറ്റിലൂടെ കൊണ്ടുപോയിരുന്നില്ലേ? അങ്ങനെ പിന്നെ എന്തുകൊണ്ടാണ് അതിന്റെ കോൺഫിഗറേഷനോ മറ്റോ എന്തെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ ആമസോണിന്റെ സൈറ്റ് കാണിക്കാത്തതെന്ന് എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. ആമസോണിന്റെ സൈറ്റിൽ കോൺഫിഗറേഷൻ ഇല്ലേ? ഉണ്ട്. ആ പർച്ചേസ് ചെയ്യാനുള്ള പേജിൽ കോൺഫിഗറേഷൻ ഉണ്ടാവും. പക്ഷെ നമ്മുടെ മൊബൈൽ ഫോണിന്റെ കോൺഫിഗറേഷൻ സെർച്ച് ചെയ്തല്ല അത് കാണിക്കില്ല. കാരണം ഇന്റന്റ് വേറെയാണ്. അപ്പോൾ എഗെയിൻ എന്നാലും നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് നമ്മളിലേക്ക് ഒരു സെക്കൻഡറി കീവേഡ് പോലെ നമ്മളുടെ ഈ പ്രൈമറി, അതായത് ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഉണ്ട്, ആ പ്രോഡക്റ്റിലേക്ക് നമ്മൾക്ക് ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും സിമാൻറ്റിക്കലി റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളെ കുറിച്ച് ബ്ലോഗ് എഴുതുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ്. ഇപ്പൊ എക്സാമ്പിൾ നമ്മുടെ മൊബൈൽ ഫോൺ വിൽക്കുന്ന ഒരു ഇതാണെന്ന് വിചാരിക്കുക, ഈ കൊമേഴ്സ് സൈറ്റ് ആണെന്ന് വിചാരിക്കുക. ഉറപ്പായിട്ടും നമുക്ക് അവിടെ ആ ആളുകളുടെ തീരുമാനത്തിന് സ്വാധീനിക്കുന്ന കുറെ ആർട്ടിക്കിൾസ് ഉണ്ടാവും. 20,000 രൂപയിൽ താഴെ ഉള്ള എന്നാൽ അത്യാവശ്യം വ്ലോഗിങ്ങിനൊക്കെ പറ്റിയ മൊബൈൽ ഫോൺസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ട്രാവലേഴ്സിന് പറ്റിയ മൊബൈൽ ഫോൺസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഈ മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുക്കുമ്പോൾ അതിന്റെ ഷട്ടർ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ കുറെ ഈ നമുക്ക് മൊബൈൽ ഫോൺ വിൽക്കുന്നതാണ്. അപ്പൊ മൊബൈൽ ഫോൺ റിലേറ്റഡ് എൻറ്റിറ്റി, അതായത് റിലേറ്റഡ് എൻറ്റിറ്റിയും സിമാൻറ്റിക്കലി റെലവെന്റ് ആയിട്ടുള്ളതും കണ്ടന്റ് എഴുതുന്നത് ഉറപ്പായിട്ടും അതിനകത്ത് വേറെ ഒരു എന്താണ് പറഞ്ഞത് വേറൊരു ഐഡിയ വേറൊരു സംഭവവും ഇല്ല. കമ്പാരിറ്റീവ്ലി മറ്റുള്ളതിനെ അപേക്ഷിച്ച് SEOന്റെ സംഭവം കുറവാണ് ഈ കൊമേഴ്സിൽ. നിങ്ങൾ നോക്കി കാണാൻ പറ്റും. ഈ കൊമേഴ്സിലുള്ളത് കംപ്ലീറ്റ് ആ ബ്രാൻഡിന്റെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യലാണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ്. കാരണം ഗൂഗിൾ നോക്കുന്നത് ട്രാൻസാക്ഷനിൽ ഇന്ത്യന്റെ ഏറ്റവും നന്നായിട്ട് സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഒരു സൈറ്റിന് ഈ ആമസോണിനൊക്കെ ബ്രേക്ക് ചെയ്യാൻ പറ്റാത്തത്. പക്ഷെ എന്നാലും ബ്രേക്ക് ചെയ്യാൻ പറ്റും ഒരു പർട്ടിക്കുലർ നിഷിൽ മാത്രമായിട്ടുള്ള ഒരു വേറൊരു സംഭവം ഇറക്കി എന്ന് വിചാരിക്കുക. ഞാനിപ്പോ നാരങ്ങ അച്ചാർ മാത്രം വിൽക്കുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി. ആ നാരങ്ങച്ചാറ് ഒരു 36-50 ടൈപ്പ് നാരങ്ങച്ചാറ് വിൽക്കുന്ന ഒരു കമ്പനി ആണ് എന്റേത്. ഉറപ്പായിട്ടും ഈ ട്രാൻസാക്ഷണൽ ഇന്ത്യയിൽ തന്നെ ആ പ്രൊഡക്റ്റ് വൈസ് ഒരു അതോറിറ്റി എന്ന് പറയുന്നത് ഗൂഗിളിന് മനസ്സിലാവുന്നുണ്ട്. ഓ, നാരങ്ങച്ചാറിന് മാത്രമാണ് 19 നാരങ്ങച്ചാർ ഡെഡിക്കേറ്റഡ് നാരങ്ങച്ചാറിനെ കുറിച്ചിട്ട് 19 ബ്ലോഗ് എഴുതിയിട്ടുണ്ട്. ഉറപ്പായിട്ടും അത് ചിലപ്പോ നാരങ്ങച്ചാർ എന്നുള്ളത് ആമസോണിന്റെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ടോപ്പിക്കൽ അതോറിറ്റി സ്കോർ പോലെ ഒരു അതോറിറ്റി സ്കോർ ഉണ്ടല്ലോ. ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഇവിടെ എന്റെ സൈറ്റ് കുറച്ച് മുമ്പിലായിരിക്കും. ഇനി എന്റെ സൈറ്റിലേക്ക് കുറച്ച് ആളുകൾ വരികയും അത്യാവശ്യം റിവ്യൂ ചെയ്യുകയും ഗൂഗിളിന് പല സിഗ്നൽസും കിട്ടി ഇതൊരു ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു സോഴ്സ് ആണെന്ന് കിട്ടിയാൽ ചിലപ്പോൾ നാരങ്ങച്ചാറിൽ ഞാൻ ആമസോണിനെ ബീറ്റ് ചെയ്യും. അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതല്ലാത്ത പക്ഷം കുറെ അധികം നാളെടുക്കും ഞാൻ ആമസോണിനെ ബീറ്റ് ചെയ്യാനായിട്ട്. ഞാൻ അതിന് ആയിരക്കണക്കിന് ബ്ലോഗ് എഴുതിക്കൊണ്ടൊന്നും കാര്യമില്ല. എന്റെ വെബ്സൈറ്റിലേക്ക് ആളുകൾ വരണം, ആളുകൾ മേടിക്കണം, ആളുകൾക്ക് ഈ സാധനത്തിന് വിശ്വാസം ഉണ്ടെന്നുള്ളത് മനസ്സിലാവണം, മെൻഷൻസ് കിട്ടണം. മറ്റൊരു ഭാഷ പറഞ്ഞാൽ ബാക്ക് ലിങ്ക് എന്നുള്ളത്. പക്ഷെ ഗൂഗിൾ അതിനൊന്ന് നോക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ഈ കൊമേഴ്സ് ട്രാൻസാക്ഷൻ എങ്ങനെയൊക്കെ നടക്കണമെന്ന് അറിയാനായിട്ട് ഗൂഗിളിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. മൊബൈലിലെല്ലാം നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിലും മറ്റൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, ക്രോമൊക്കെ അവിടെ ഗൂഗിളിന് വേണ്ട സിഗ്നലൊക്കെ ഗൂഗിൾ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഞാൻ ഓക്കെ. വേറെ എന്തോ ചോദിച്ചല്ലോ ആരോ. FAQ വർക്ക് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. നമ്മളെപ്പോഴും നമ്മൾ ഗൂഗിളിനെ കുറിച്ച് ചിന്തിക്കാതെ നമ്മുടെ യൂസറെ കുറിച്ച് ചിന്തിച്ചാൽ മതി. നമ്മൾക്ക് FAQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതിനകത്ത് ഒരുത്തിന് വരുന്ന ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഇതിനെ കുറിച്ച് ഉണ്ടാകാനിടയുള്ള കുറച്ച് സംശയങ്ങളുണ്ട്. നമുക്ക് അത് ചിലപ്പോൾ എഴുതി വരുമ്പോൾ അത് വൃത്തികേടായി പോകും. ഞാൻ പറഞ്ഞത് ചിലപ്പോൾ സിമാൻറ്റിക്കലി നമുക്ക് ബന്ധിപ്പിക്കാനും പറ്റില്ല, ചിലപ്പോൾ കണ്ടന്റിന്റെ ഫ്ലോയിൽ നിന്ന് പോകും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ കുറച്ച് ചോദ്യങ്ങളും കുറച്ച് ഉത്തരങ്ങളും സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കണം ആ യൂസർക്ക്. ഇപ്പൊ നമുക്ക് എപ്പോഴും ഒരു പ്രൊഡക്റ്റ് മേടിക്കുന്നവർക്ക് എന്ത് സംശയം ഉണ്ടാവും, ഇതിന് വാറന്റി ഉണ്ടോ? ഉണ്ട്, 2 വർഷം വാറന്റി ഉണ്ട്. ഇത് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ? ഉണ്ട്, ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്. എങ്ങനെയാണ് സംഭവം? ഇത് എന്റെ മാനുവൽ ഇതിന്റെ കൂടെ കിട്ടുമോ? ഉണ്ട്, മാനുവൽ കൂടെ കിട്ടും. ഇത് കേടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യാണ്ട് കളഞ്ഞോളൂ. അങ്ങനെയൊക്കെ പറയുന്നത് നേരെ ക്വസ്റ്റ്യൻ അതിനുള്ള നേരെ സ്ട്രേറ്റ് ആൻസേഴ്സ് യൂസർക്ക് കൊടുക്കണം. അതൊരു നല്ല സിഗ്നലാണ്. മറ്റേ ഗൂഗിളിന് പണ്ടത്തെ അത്ര ഇഷ്ടമൊന്നുമില്ല. നിങ്ങൾക്കറിയാം, പണ്ട് ഗൂഗിൾ വെബ്സൈറ്റിന്റെ താഴെ തന്നെ FAQs ഒക്കെ കാണിക്കുമായിരുന്നു. അത് അത്യാവശ്യം ആൾക്കാർ സ്പാം ചെയ്യാൻ തുടങ്ങിയപ്പോൾ വാട്ട് അബൌട്ട് കസ്റ്റമർ റിവ്യൂ കണ്ടന്റ് ഹെൽപ്ഫുൾ. ഉറപ്പായിട്ടും കസ്റ്റമർ റിവ്യൂ അതിന്റെ ആ സ്കീമ മാർക്കപ്പുകൾ അത് സ്കീമയിലൂടെയാണ് പൊതുവെ കിട്ടുന്നത്. അതിൽ തന്നെ ഗൂഗിള് ഒരു പടി മുമ്പിലേക്ക് പോയിട്ടുണ്ട് കാരണം സ്കീമ മാർക്കപ്പിലൂടെ കസ്റ്റമർ റിവ്യൂ
ഫേക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മൾ കൊടുക്കുന്ന അക്കൗണ്ട് നമ്മൾ കൊടുക്കുന്ന റേറ്റിംഗ് ഓട്ടോമാറ്റിക്കലായിട്ട് ഗൂഗിളിൽ കാണിക്കും, ഗൂഗിൾ ആ സ്കീമിൽ. അതുകൊണ്ട് തന്നെ ഗൂഗിൾ പലപ്പോഴും ഈ വെബ്സൈറ്റിലുള്ള ആ സ്കീമിലുള്ള ഡാറ്റ വെബ്സൈറ്റിലെ ഇതിനകത്ത് ഇന്റർഫേസിൽ നിന്ന് അവർക്ക് റീഡ് ചെയ്യാനും അതിന് തുല്യമായ രീതിയിലുള്ള എൻഗേജ്മെന്റ് ഈ വെബ്സൈറ്റിൽ ഉണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്യുന്ന ഹൈലി ഗൂഗിളിന് വേണ്ട പെർഫെക്റ്റ് സിഗ്നലാണ് അത് കിട്ടുന്നത്. ഇപ്പൊ ഇങ്ങനെ ആലോചിക്കുക, ഗൂഗിളിന് അറിയാം, നമ്മൾ ഗൂഗിൾ അനാലിറ്റിക്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ടിരിക്കുന്ന സൈറ്റിൽ ഗൂഗിൾ നോക്കുമ്പോൾ ഒരു മാസം കൊണ്ട് ആകെ കയറിയത് 10 പേര്. ഗൂഗിളിനറിയാലോ അനാലിറ്റിക്സിലില്ലേ ഡാറ്റ, ഇല്ല ക്രോമിലില്ലേ, എന്തിനുള്ളൂ. ഗൂഗിളിൽ കാണുന്നത് 10 പേരെ കയറിയിട്ടുള്ളൂ. റിവ്യൂ കണ്ടാൽ 650. എങ്ങനെ ഉണ്ടാവും? 650 പേര് റിവ്യൂ ചെയ്തിട്ടുണ്ട്, 10 പേര് ആ സൈറ്റിൽ കയറിയിട്ടുള്ളൂ. ഗൂഗിളിന് അറിയാം. ഇതിനെ ഗൂഗിൾ കാണുന്നത് മറ്റൊരു രീതിയിലായിരിക്കും. പക്ഷെ ഇല്ലെന്നല്ല, കുറച്ചൊക്കെ ഗൂഗിളിനെ പറ്റിക്കാനൊക്കെ പറ്റുന്നുണ്ട് പലർക്കും. പക്ഷെ അതൊന്നും ഒരു ശാശ്വതമായ പരിപാടിയല്ല. പക്ഷെ നേരെ മറിച്ച് ഗൂഗിളിന് സിഗ്നൽ കിട്ടിയാണ് ഈ വെബ്സൈറ്റിലേക്ക് ഇഷ്ടംപോലെ ആൾക്കാർ കയറുന്നു. 2000-ഓളം പേര് കയറിയിട്ടുണ്ട്. 2000-ഓളം പേര് കയറിയതിൽ ഈ സ്കീം പ്രകാരം ഗൂഗിളിന് കിട്ടിയ സിഗ്നലിൽ എന്ന് വെച്ചാൽ 650 പേര് റിവ്യൂ ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ല റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. ഇത് ഗൂഗിളിന് സ്കീം അവിടെയും കാണാൻ പറ്റി. പ്ലസ് ഗൂഗിളിന് ഇന്റർഫേസ് റെൻഡർ ചെയ്തപ്പോൾ ആ ഇന്റർഫേസിലും സെയിം തന്നെ ഗൂഗിളിന് കാണാൻ പറ്റി. അതേപോലെ റിവ്യൂ ചെയ്തിരിക്കുന്ന ആളുകളുടെ പാറ്റേൺ ഗൂഗിളിന് ഉറപ്പാണ്. അവരെ വളരെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഗൂഗിൾ അങ്ങേറ്റം പോകുന്നുണ്ട്. നമ്മുടെ ഗൂഗിൾ ബിസിനസ് ലിസ്റ്റിംഗിലുള്ള അതേ സാധനങ്ങളൊക്കെ തന്നെ ഇവിടെയും വർക്ക് ചെയ്യുന്നുണ്ട്. ഗൂഗിൾ ബിസിനസ് ലിസ്റ്റിംഗിലാണ് ഇത് കൂടുതൽ വർക്ക് ചെയ്യുന്നത്. അത് തന്നെ കുറെ സംഭവം വെബ്സൈറ്റിലേക്കും വരുന്നുണ്ട്. വെബ്സൈറ്റിന്റെ ഒക്കെ ട്രസ്റ്റും മറ്റൊക്കെ കണക്കൂട്ടാനും മറ്റൊക്കെ ആയിട്ടൊക്കെ നമ്മളിപ്പോ ബിസിനസ് ലിസ്റ്റിംഗിന്റെ നമ്മൾക്കുള്ള റിവ്യൂ കൗണ്ട് വരെ ശരിക്കും ആ വെബ്സൈറ്റിനെയും സ്വാധീനിക്കുന്നുണ്ടെന്നുള്ളതാണ് കുറേയൊക്കെ. വേറെ പിന്നെന്തോ What about customer review content is how publishing frequency help us here? What about with e-commerce platform? പബ്ലിഷിംഗ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് ശരിക്കും പറഞ്ഞ പബ്ലിഷിംഗ് ഫ്രീക്വൻസി. കാരണം ഈ ഫ്രീക്വൻസിയുടെ കേസ് പറയുമ്പോൾ ഈ ഫ്രീക്വൻസി സെറ്റ് ചെയ്യുന്നതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ചിന്തിച്ചാൽ ഈസിയായിട്ട് മനസ്സിലാവും. ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താ പറയാ, ഇൻസ്റ്റാഗ്രാമില് വെറുതെ ഒരു എക്സാമ്പിൾ പറയുന്നതാണ്, ചിലപ്പോൾ തെറ്റി പോകും. ഞാൻ ഇൻസ്റ്റാഗ്രാമില് കിട്ടുന്നില്ലല്ലോ, എന്താണ് പറയാ, ഇൻസ്റ്റാഗ്രാമില് മൊബൈൽ ഫോൺ റിപ്പയർ ചെയ്യുന്നതിനെ കുറിച്ച് വ്ളോഗ് ചെയ്യണമെന്ന് വിചാരിക്കാം. ഞാൻ മൊബൈൽ ഫോൺ റിപ്പയർ ചെയ്യുന്നതിനെ കുറിച്ച് വ്ളോഗ് ചെയ്യണം. ഈ മൊബൈൽ ഫോൺ റിപ്പയർ ചെയ്യുന്ന അത് കാണാനായിട്ട് അതിനോട് ഇൻട്രസ്റ്റ് ഉള്ള 1,00,000 ആളുകൾ ഉണ്ടെന്ന് വിചാരിക്കാം ഇൻസ്റ്റാഗ്രാമിൽ. പക്ഷെ മൊബൈൽ ഫോൺ റിപ്പയറിംഗ് എന്ന ആ നീഷിൽ വീഡിയോ ചെയ്യുന്ന എന്നെ പോലെ വേറെ ഒരുത്തരം കൂടിയേ ഉള്ളൂ, 2 പേരോ എന്ന് വിചാരിക്കും. ഓക്കെ, ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആ ഒരു നീഷിൽ അധികം ഡെലിവറി ചെയ്യാനുള്ള മെറ്റീരിയൽ ഇൻസ്റ്റാഗ്രാമിൽ ഇല്ല. എന്നാലോ വ്യൂവേഴ്സ് ഇഷ്ടംപോലെ ഉണ്ട്. ഞാനിത് ഒരെണ്ണം ഇട്ടാൽ പോലും ഗൂഗിളിന് അറിയാം ഇത് എത്രത്തോളം ഇതില് അവര്, കാരണം 1,00,000 ആളുകളിലേക്ക് ഞാൻ ആഴ്ചയിൽ ഒരിക്കലും വെച്ചിട്ടാണ് ഇടണമെന്ന് വിചാരിക്കുക. ഗൂഗിളിന് അറിയാം 1,00,000 ആൾക്കാരാണ് ഉള്ളത്. 1,00,000 ആളുകളിലേക്ക് ഈ ഒരു ടോപ്പിക്ക് എപ്പോൾ എത്തിച്ചാൽ മതി, കാരണം ഒരാഴ്ചക്കുള്ളിൽ എത്തിച്ചാൽ മതി, കാരണം ഇവന്റെ ഒരു ഫ്രീക്വൻസി അതാണ്. ഓക്കെ, ഇത് തന്നെ നേരെ ഒന്ന് ഉൾട്ട ചിന്തിച്ചു നോക്കാം. അതായത് ആ ആളുകൾക്ക് എന്റെ മൊബൈൽ റിപ്പയറിംഗ് വീഡിയോ മാത്രം കണ്ടാൽ പോരാ, അവന് വേറെയും വീഡിയോസ് ഒക്കെ കാണാനുള്ളതാണ്. അപ്പൊ അതും കൂടിയും ഗൂഗിൾ ഈ പ്ലാറ്റ്ഫോം കണക്കൂട്ടും. ഇനി നേരെ മറിച്ച് നോക്കുക, എന്നെ പോലെ വേറെ ഇതിനകത്ത് 10,000-കണക്കിന് ആൾക്കാരുണ്ടെന്ന് വിചാരിക്കുക, ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടെന്ന് വിചാരിക്കുക. ഒരു ദിവസം 1,00,000-ഓളം വീഡിയോസാണ് ഈ ഒരു നീഷിൽ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് വിചാരിക്കും. 1,00,000-ഓളം ആൾക്കാരുണ്ട്. ഇപ്പൊ എന്തായിരിക്കും ഇവന്റെ അവസ്ഥ? കാരണം ഓരോ ദിവസവും ലക്ഷക്കണക്കിന് വീഡിയോസാണ് ഈ നീഷിൽ വരുന്നത്. അപ്പോ അത് ഏർലിയസ്റ്റ് ഡെലിവറി ചെയ്യണം ഇത്. കാരണം എന്താണെന്ന് വെച്ചാൽ പിറകെ വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ ചില ടോപ്പിക്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. ആ ടോപ്പിക്കിൽ അത്രമാത്രം ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ വീഡിയോസ് മിക്കവാറും നിങ്ങളെ പ്രാന്ത് പിടിച്ചുകൂട്ടായിരിക്കും കാണിക്കുന്നത് ഇൻസ്റ്റാഗ്രാമൊക്കെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അടിച്ച് പിടിയാണ് എല്ലാവരും. ഞാനടക്കം എല്ലാവരും ഇങ്ങനെ വീഡിയോസ് പിടിയാണ്. കാരണം അവനറിയാം പിറകെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് കാണിച്ച് ക്യൂന്ന് വരും. അപ്പൊ ആ ഒരു നീഷില് അവന്റെ ഫ്രീക്വൻസി ഒന്നാണ്. മറ്റേതിലോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫ്രീക്വൻസി മറ്റൊന്നാണ്. ഓക്കെ, ഇത് തന്നെ ഇനി കേസിലേക്ക് വരാം. ഒരു പർട്ടിക്കുലർ നീഷിൽ നമുക്ക് എല്ലാ വെബ്സൈറ്റിനും ഒരേ ഫ്രീക്വൻസി അല്ല. ഓക്കെ, അത് ആദ്യം മനസ്സിലാക്കും. ഒരു പർട്ടിക്കുലർ നീഷിന് ആ നീഷിന് ഒരു ഫ്രീക്വൻസി ഉണ്ട്. വേണ്ടി ന്യൂസ് വെബ്സൈറ്റ് ആലോചിക്ക്. ഒരു ന്യൂസ് വെബ്സൈറ്റ് ഗൂഗിളിൽ അറിയാം എത്രത്തോളം ഫ്രീക്വന്റ് ആയിട്ട് അതിനകത്ത് ന്യൂസ് വരുന്നുണ്ട്. അവരുടെ കയ്യിലുള്ള ഒരു ബെഞ്ച് മാർക്ക് ഉണ്ട്.
ടൈംസ് ഓഫ് ഇന്ത്യ, അങ്ങനത്തെ കുറെ വെബ്സൈറ്റുകൾ അവരുടെ കയ്യിലുള്ളത്. അതിന്റെ ഒരു ഡാറ്റയുടെ ബേസ് ചെയ്ത് ഗൂഗിളിന് അറിയും ഏകദേശം ഒരു അന്തസ്സുള്ള ഒരു ന്യൂസ് വെബ്സൈറ്റിൽ ഏകദേശം ഇത്രത്തോളം ന്യൂസാണ് വരുന്നത്. അപ്പൊ ഞാനൊരു ന്യൂസ് വെബ്സൈറ്റ് തുടങ്ങിയിട്ട് ആഴ്ചയിൽ ഒരു ന്യൂസ് ഇടണമെന്ന് വിചാരിച്ചാൽ ഗൂഗിളിന് മുമ്പിൽ അത് നല്ലൊരു ന്യൂസ് സൈറ്റ് ആണോ? ഗൂഗിളിന് അത് ചിലപ്പോൾ അടിപൊളി ന്യൂസ് ആയിരിക്കും, പക്ഷെ ഒരേ ന്യൂസ് അത് ന്യൂസ് സൈറ്റ് ആട്ടെ ഗൂഗിളിന് കണക്കൂട്ടാൻ പറ്റില്ല. എന്നതുപോലെ തന്നെ നമ്മൾ ചില ടോപ്പിക്കുകളെ കുറിച്ച് എഴുതുമ്പോൾ ആ ടോപ്പിക്ക് ഇൻഡസ്ട്രിയിലൊരു ഫ്രീക്വൻസി ഉണ്ട്. ആ ഫ്രീക്വൻസി ഗൂഗിളിനെ സംബന്ധിച്ച് അത് ഗൂഗിൾ അങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത്. എല്ലാവരും ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഇത്ര ഫ്രീക്വന്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്, ഇവ മാത്രം എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് പറയും. കാരണം അപ്പൊ നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ്, നമ്മൾ ഇൻഡസ്ട്രി ബെഞ്ച് മാർക്കിൽ നിന്ന് അത്രയധികം പിറകോട്ട് പോവാതിരിക്കുക എന്നുള്ളത് ഒരു പ്ലസ് ആണ്. രണ്ടാമത്തത്, ഗൂഗിളിനെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ സിമാൻറ്റിക്കലി റെലവെന്റ് എന്നുള്ളതില്ലേ, ആ റെലവൻസി എപ്പോഴും കണ്ടന്റ് ഫ്രഷ്നെസ്സും കൂടി വരുമ്പോൾ ഗൂഗിളിന്, അതായത് നമ്മൾ നോർമൽ എസ്ഇഒയുടെ കേസ് ആയിരിക്കും, കണ്ടന്റ് ഫ്രഷ്നെസ് എപ്പോഴും ബെറ്റർ ആണ് ഗൂഗിളിന് മുമ്പിൽ. ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മളൊരു ടോപ്പിക്കിൽ അതോറിറ്റി ആയിട്ട് നിൽക്കുന്നത് എപ്പോഴാണ് ആലോചിച്ച് നോക്കി. ഒരു ടോപ്പിക്കിൽ അതോറിറ്റി എന്ന് നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ പെട്ടെന്ന് ഞാനിപ്പോ നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ എസ്ഇഒ എന്ന് പറയുമ്പോൾ ഇതിനെ കുറിച്ച് ഓർമ്മ വരികയാണെന്ന് വിചാരിക്കും. വരണമെന്നുണ്ടെങ്കിൽ എന്താണ്, ഞാൻ ഈ അടുത്തും കൂടി എസ്ഇഒനെ കുറിച്ച് എന്തായാലും പറഞ്ഞിട്ടുണ്ടാവണം നിങ്ങളുടെ അടുത്ത്, അല്ലെ? പണ്ട് 6 വർഷം മുമ്പ് എസ്ഇഒനെ കുറിച്ച് ആധികാരികമായി ഒരു സംസാരിച്ച ഒരാളായിരിക്കില്ല നിങ്ങളുടെ മനസ്സിലെ അതോറിറ്റി ആയിട്ട് വരിക. ഇപ്പോഴും അതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഇതായിരിക്കും. അതായത് ഈ ഒരു ടോപ്പിക്കിൽ അതോറിറ്റി ആവുക, അല്ലെങ്കിൽ ആ ടോപ്പിക്കിൽ അവരിപ്പോഴും ആക്റ്റീവാണ്, അല്ലെങ്കിൽ അവർ ആ ടോപ്പിക്കിൽ വളരെ റെലവെന്റ് ആണ്, റീസൻസി അവരിലുണ്ട്, ഫ്രഷ്നെസ് ഉണ്ട് എന്നുള്ള പല സിഗ്നൽസും കിട്ടണം എന്നുണ്ടെങ്കിൽ അവര് പുതിയ കണ്ടന്റുകൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. അത് മാത്രമല്ല, ക്രോളിംഗ്, നമ്മുടെ ഗൂഗിളിലെ ക്രോളിംഗ് നിങ്ങൾക്ക് അറിയാം, ഡിസ്കവറി ഉണ്ട്, റിഫ്രഷിംഗ് ഉണ്ട്. അതിനകത്ത് ഡിസ്കവറി ക്രോളിന്റെ റേറ്റ് കൂടുക എന്നുള്ളത് നമ്മുടെ സൈറ്റിന്റെ റാങ്കിങ്ങിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പലരും മിസ്സാവുന്ന ഒരു സംഭവം. ഡിസ്കവറി ക്രോള് താഴേക്ക് പോവുകയും റിഫ്രഷിംഗ് ക്രോള് മുകളിലേക്ക് കയറിയിട്ട് നേരെ നിൽക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ഏറ്റവും ഡെഡ്ലി ആയിട്ടുള്ള പാറ്റേൺ ആണ്. സൈറ്റ് വിതിൻ 1-2 months സൈറ്റിന്റെ റാങ്കിൽ താഴേക്ക് പോകാൻ പോകുന്നതിന്റെ നമ്പർ 1 സിഗ്നൽ അത്. അപ്പൊ ഇതൊന്നും സംഭവിക്കാതിരിക്കാനും ഗൂഗിളിന്റെ ക്രോൾ ബഡ്ജറ്റ് നമുക്ക് കിട്ടണം. ഗൂഗിൾ ക്രോൾ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഗൂഗിൾ നമ്മളെ വിശ്വസിച്ച് കുറച്ച് കാശ് ചെലവാക്കുകയാണ്. ഗൂഗിള് നമ്മളെ വിശ്വസിച്ച് കാശ് കൂടുതൽ ചെലവാക്കാൻ തീരുമാനിച്ചാൽ നമ്മൾ വിജയിച്ചു, അങ്ങനെ വിചാരിക്കുക. അതാണ് ക്രോൾ റേറ്റ് എപ്പോഴും ഇതിന്റെ ഒരു ഫണ്ടമെന്റൽ ആണെന്ന് ഞാൻ പറയാൻ കാരണം. അപ്പൊ ഈ ക്രോൾ റേറ്റ് നിലനിർത്താനും കൂട്ടാനും നമ്മൾ ഇതിനെല്ലാം തന്നെ നമുക്ക് ഫ്രീക്വൻസി ആവശ്യമുണ്ട്. പിന്നെ പഴയ കാലത്തെ ഒരു പരിപാടി എത്രത്തോളം റെലവെന്റാണെന്ന് പറയാൻ പറ്റില്ല. പണ്ടൊക്കെ നമ്മൾ പറയും തോന്നുമ്പടി ചെയ്യാൻ പറയും, അതായത് തോന്നുന്ന പോലെയൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ പറയും. ഗൂഗിളിന് ഒരു ഹിന്റ് കിട്ടരുത്, എപ്പോഴാണ് നമ്മൾ തീർന്നത്. ഇന്ന് 12 മണിക്ക് കിട്ടാതെ പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് ഒരു 6 എണ്ണം ഒരുമിച്ചിട്ടിട്ട് പിന്നെ കുറച്ച് ദിവസത്തേക്ക് ഇടാതിരിക്കുക. അതൊക്കെ എത്രത്തോളം ഇതാണെന്ന് എനിക്ക് അറിയില്ല. അങ്ങനെ പറയുന്നവരുണ്ട്. ഞാനും പണ്ട് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു, ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാതെ. പക്ഷെ ഇപ്പോ കൺസിസ്റ്റൻസി ആണ് നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പണ്ടത്തെ ഒരു പ്രിൻസിപ്പിൾ അങ്ങനെയായിരുന്നു കേട്ടോ. മുമ്പൊക്കെ അങ്ങനെ തോന്നുമ്പടിയൊക്കെ ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട്. ഗൂഗിളിലെ ഹിന്ദി കിട്ടരുത് എപ്പോഴാണെന്നുള്ളത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഗൂഗിളിലെ ക്രോളിംഗ് ഒരേപോലെയൊക്കെ ആയിരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നിയിരിക്കുന്ന എന്റെ എക്സ്പീരിയൻസിൽ അത് തെറ്റാണ്. ഗൂഗിൾ വൺസ് ഒരു ക്രോൾ ബഡ്ജറ്റ് അലോക്കേറ്റ് ചെയ്താൽ കുറെ ആഴ്ചകളോളം ഗൂഗിൾ ആ ക്രോൾ ബഡ്ജറ്റ് ആയിരിക്കും നിലനിർത്തുക. അൺടിൽ ഗൂഗിളിൽ പെട്ടെന്ന് ഒരു സഡൻ ആയിട്ടുള്ള ഒരു വൻ സിഗ്നൽ എങ്ങനെ കിട്ടുമ്പോൾ, ഒരു സിഗ്നല് എന്ന് വെച്ചാൽ ഹെവി ആയിട്ട് എവിടെ നിന്നൊരു ബാക്ക് ലിങ്ക് ആണ്. വിക്കിപീഡിയയിലൊരു എലോൺ മസ്ക് ഒക്കെ നമ്മളെ കുറിച്ച് പരാമർശിക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും വലിയ സിഗ്നലാണ്. അതല്ലെങ്കിൽ അടാര സിഗ്നൽ ആയിരിക്കും നമ്മുടെ സൈറ്റ് ഹാക്ക് ചെയ്യപ്പെടുമ്പോൾ. ആ സമയത്ത് ക്രോള് നിങ്ങൾ നോക്കിയാൽ പറ്റും, നിങ്ങളുടെ ക്രോളിൽ ആധാരമായിട്ട് കയറിപ്പോയിട്ടുണ്ടാവും. അത് സഡൻ സ്പൈക്ക് സംഭവിക്കണം ക്രോൾ റേറ്റ്. അപ്പൊ അത് അങ്ങനത്തെയൊക്കെ വരുമ്പോൾ, അല്ലാതെ നോർമൽ കാര്യത്തിൽ എപ്പോഴും അതൊരു ഏകദേശം ചെറിയ റേഞ്ചിനുള്ളിലായിരിക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ പബ്ലിഷിംഗ് ഫ്രീക്വൻസി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും വെബ്സൈറ്റിൽ കണ്ടന്റ് പുതിയതായിട്ട് എടുക്കുക എന്നുള്ളത് എന്തായാലും മസ്റ്റാണ്. അതെല്ലാവരും കീപ്പ് ചെയ്യുക. എത്രത്തോളം ഫ്രീക്വൻസി കീപ്പ് ചെയ്യണം എന്നുള്ളതിന് ഒന്ന് നമ്മളുടെ മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സിനെ പഠിക്കുക. നമ്മുടെ എത്രത്തോളം കണ്ടന്റ് ആ ടോപ്പിക്കിൽ അതോറിറ്റി വരുത്താൻ എത്രത്തോളം കണ്ടന്റ് ഇടണം എന്നുള്ളതിനനുസരിച്ചിരിക്കും. ഏറ്റവും അവസാനം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ക്ലയന്റിന്റെ പോക്കറ്റ് അനുസരിച്ചിരിക്കും. കണ്ടന്റ് ഇടാനുള്ള പൈസ തരണം, അതും കൂടി അനുസരിച്ചിരിക്കും. നമ്മൾ പറയുന്ന എത്ര കണ്ടന്റ് ഇടാൻ ചിലപ്പോൾ ക്ലയന്റ് പറ്റണമെന്നില്ല. ഏറെ എന്താണിത്, വാട്ട് അബൌട്ട് വിക്സ് ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം? അല്ല, പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പറയുന്നത് ഞാനാണല്ല. ഞാനങ്ങനെ പ്ലാറ്റ്ഫോമുകൾ അങ്ങനെ വിക്സ് ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം എന്താണ്, നല്ലതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി
ഒന്നും പറയാനില്ല എന്നുള്ളതാണ്. എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ പേഴ്സണലി അത് അറിയാം, പ്ലാറ്റ്ഫോം അറിയാം, അല്ലാതെ ഞാൻ അതിനകത്ത് ഏതെങ്കിലും സൈറ്റ് അങ്ങനെ ചെയ്തോ ഇത് ചില അതിനകത്തൊക്കെ ഒന്നും ചെയ്യാനില്ല. എല്ലാം നമുക്ക് ലിമിറ്റഡ് ഇതാണ് ഉള്ളത് അതിനകത്തൊക്കെ. നമ്മളിപ്പോ ഒരു കൊമേഴ്സിലൊക്കെ നമ്മളൊരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ചെയ്യണമെങ്കിൽ നമുക്ക് കുറേയധികം കാര്യങ്ങൾ നമുക്ക് എല്ലാം നമ്മുടെ കൈവെള്ളയുടെ ഉള്ളിലാണ് നമുക്കെല്ലാം ചെയ്യാൻ സാധിക്കും. ഷോപ്പിഫൈയിലേക്ക് എത്തുമ്പോഴേക്കും നമുക്ക് കുറെ കൂടി കുറച്ച് ലിമിറ്റഡ് ആവും, എന്നാലും കുറച്ചൊക്കെ നമുക്ക് ചെയ്യാം. വിറ്റ്സില് അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല, പേഴ്സണലി എനിക്ക് അങ്ങനത്തെ ചെയ്യേണ്ട ഒരു അവസരം കിട്ടിയിട്ടില്ല. നല്ലതാണോ ചീത്തയാണോ എന്നാണോ ചോദിക്കുന്നത്, എനിക്ക് മനസ്സിലായില്ല. എന്താണ് അതിനെ കുറിച്ച് അഭിപ്രായം ചോദിക്കുന്നതാണെങ്കിൽ ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയും എന്താണ് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത്. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വേറെ ആരും എന്തോ ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ. ഒരു സുജിത്ത് ചോദിച്ചോ. ആക്ച്വലി ഞാൻ കുറച്ചു കാലം മുന്നേ, കുറച്ചധികം കാലം മുന്നേ ഞാനൊരു വെബ്സൈറ്റിന് വേണ്ടിയിട്ടൊരു നോർമൽ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ടെക്നിക്കൽസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇപ്പോഴും നോക്കുമ്പോൾ അത് റാങ്ക് ചെയ്തിട്ട് നിൽക്കുന്നുണ്ട് സെയിം കീവേഡില്. അത് ഇപ്പോ അതിന്റെ മുകളിൽ ആരെങ്കിലും ചെയ്യണ്ടോ എന്നുള്ള ഒരു കാര്യം എനിക്ക് അറിയില്ല പ്രോപ്പറായിട്ട്. കാരണം ഞാൻ ഇപ്പോ റെഗുലർ അപ്ഡേറ്റ് ഇല്ല പറഞ്ഞിട്ട് ഒരുപാട് മുന്നേ ഉണ്ടായിരുന്ന ഒരു ക്ലൈന്റാ. അപ്പൊ അത് എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇങ്ങനെ റാങ്ക് ചെയ്ത് നിൽക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള കേസ് സ്റ്റഡി എനിക്ക് ചെയ്യാൻ പറ്റുമോ? അതിന് ഉറപ്പായിട്ടും നിങ്ങൾ നോക്കേണ്ടത് ആ ഇതിനകത്തുള്ള കോമ്പറ്റീഷൻ. ഉറപ്പായിട്ടും ആ ഒരു കീവേഡില് നിങ്ങൾ അങ്ങനെ റാങ്ക് ചെയ്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോഴും, കാരണം അങ്ങനത്തെ കുറെ കീവേഡ്സ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഞാൻ ഇവിടെ പഠിപ്പിക്കുമ്പോൾ കാണിച്ചു കൊടുക്കുന്ന ഒരു സൈറ്റ് ഉണ്ട്. ആ സൈറ്റില് ഞാനത് അങ്ങനെ പറയാൻ പാടില്ല, എന്നാലും ഞാൻ ആ സൈറ്റിൽ കുറച്ച് നല്ല കണ്ടന്റ് ആണ്, നല്ല ഉള്ള കണ്ടന്റുകൾ നല്ലതാണ്. കുറെ വർഷങ്ങൾക്ക് മുമ്പാണ് അത് സംഭവം പറഞ്ഞാൽ എന്റെ വൈഫ് തന്നെ ചെയ്തിരുന്ന സൈറ്റാണ് അത്. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ആ സൈറ്റിൽ അപ്ഡേഷൻ ഇല്ല, ഒന്നും ഒരു പോസ്റ്റ് ഇടാറില്ല, ഒന്നുമില്ല, വെറുതെ. പക്ഷെ ആ സൈറ്റിന് നല്ല ബാക്ക്ലിങ്കുകൾ കിട്ടിയിട്ടുണ്ട്. മഹാരാഷ്ട്ര ഗവൺമെന്റിൽ നിന്നും രാജസ്ഥാൻ ഗവൺമെന്റിൽ നിന്നും വിക്കിപീഡിയയിൽ നിന്നും പുറത്തുള്ള പല യൂണിവേഴ്സിറ്റികളിൽ നിന്നൊക്കെ റെഫറൻസ് ബാക്ക്ലിങ്കുകൾ കിട്ടിയിട്ടുണ്ട്. ആ സൈറ്റിലുള്ള പല കീവേഡ്സുകൾ എന്ന് പറയുന്നത് വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള കീവേഡ്സ് ആണ്. പക്ഷെ ഇത് റാങ്ക് ചെയ്യുന്നുണ്ട് അതിനകത്ത്. പക്ഷെ ഞാൻ നോക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സൈറ്റ് മരിക്കുന്നതാണ്. എന്നുവെച്ചാൽ അങ്ങനെ പറയാൻ പാടില്ല. ഞാൻ പറഞ്ഞ ക്രോൾ റേറ്റിന് ഞാൻ കഴിഞ്ഞ ഇത്രയും വർഷമായിട്ട് ഞാൻ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഇവിടെ പഠിപ്പിക്കുന്നവർക്ക് കാണിച്ചു കൊടുക്കാനുള്ളത് സിങ്ക് ചെയ്യുന്നത് പതുക്കെയായിരിക്കും അത് മരിക്കുന്നത്, എനിക്ക് ഉറപ്പാണത്. അത് ഇനിയും ചിലപ്പോൾ 1 വർഷമോ 2 വർഷം എടുക്കും, പക്ഷെ ആ സൈറ്റ് മരിക്കും. അത് ഇങ്ങനെ പതുക്കെയാണ് അത് രസകരമാണ് അത് മനസ്സിലാക്കാനുണ്ട് ക്രോൾ റേറ്റിനനുസരിച്ച്. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സൈറ്റിൽ കഴിഞ്ഞ ഇത്രയും വർഷമായിട്ട് അപ്ഡേഷൻ ഇല്ല. അതിനകത്തെ കണ്ടന്റുകളാണെങ്കിൽ കുറച്ച് അപ്ഡേഷൻ ആവശ്യപ്പെടുന്ന ടോപ്പിക്കുകളാണ്, കുറച്ച് റീസൻസി ആവശ്യവും ആനുകാലികമായ കാര്യങ്ങൾ കൂടി പരാമർശിക്കപ്പെടേണ്ട ഒരു സൈറ്റും ടോപ്പിക്കുകളുമാണ് അത്. അപ്പൊ റീസൻസി ഇല്ല, ഫ്രഷ്നസ് ഇല്ല, ഒന്നുമില്ല. ആ ടോപ്പിക്കിലാണെങ്കിലോ വേൾഡില് മത്സരിക്കുന്ന പറഞ്ഞ സൈറ്റ് മത്സരിക്കുന്ന വിക്കിപീഡിയ, ബ്രിട്ടാനിക്ക തുടങ്ങിയ അങ്ങനത്തെ ഇന്റർനാഷണൽ അങ്ങനത്തെ സൈറ്റുകളൊക്കെ ആയിട്ടാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അത്തരം സൈറ്റുകളൊക്കെ ആയിട്ടാണ്. അപ്പോ അവിടെയൊക്കെ ആണെങ്കിൽ ശക്തമായ കണ്ടന്റുകളും ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ല? അപ്പൊ ഇവിടെ ഞാൻ കാണുന്ന പ്രതിഭാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ ഓൾറെഡി കോമ്പറ്റീഷൻ കൂടുതലാണ്, റീസൻസി ആവശ്യമുള്ളതാണ്, ഈ എല്ലാം നടക്കുന്നുണ്ട്. ഈ സൈറ്റിന് ഇങ്ങനെ എന്താ പറഞ്ഞ ഒരു 3-5 മാസം കൂടുമ്പോ ഒന്ന് പ്രോഡറേറ്റ് പതുക്കെ ഒരു കുറയ്ക്കും ഗൂഗിൾ, ബഡ്ജറ്റ് കുറയ്ക്കണം ഗൂഗിൾ. എന്നിട്ട് ആ പ്രോഡറേറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്കും എനിക്ക് വിതിൻ 2-3 വീക്സ് എനിക്ക് കാണാൻ പറ്റും, പ്രതീക്ഷിക്കുക. അപ്പോഴേക്കും അതിന്റെ റാങ്ക് കുറച്ച് കീവേഡ്സിൽ കുറച്ച് പോകും, കുറച്ച് ചിലപ്പോ 1ാമതോ 2ാമതോ ഉണ്ടായിരുന്നു ഒരു പടി പുറകോട്ടാകും. പിന്നെ 3-4-5 മാസം കഴിഞ്ഞാൽ പതിക്കുന്ന, അതായത് നമ്മുടെ ആ സൈറ്റ് മരിക്കുന്നത് നമ്മൾ അറിയ പോലും ഇല്ല. ആഡ്സൻസ് ഒക്കെ ചെയ്യുന്നവർക്ക് പലർക്കും കത്തും. ഇങ്ങനത്തെ ഒരു പാറ്റേൺ അവരുടെ സൈറ്റിൽ കാണാൻ പറ്റും. സിങ്ക് ചെയ്ത് അതായത് 2000 പേര് വന്ന സൈറ്റിൽ പതുക്കെ 1500 ആവും, പതുക്കെ 1200 ആവും, പതുക്കെ 900 ഇതാവും. അപ്പൊ ഞാൻ ഈ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് സൈറ്റിൽ അപ്ഡേഷൻ ഇല്ല എന്ന് വെച്ചാലും അതിന് ഒറ്റയടിക്ക് ഇല്ലാതാക്കുന്നില്ല ഗൂഗിൾ. അതായത് ആ കണ്ടന്റിന്റെ ഒരു ക്വാളിറ്റിയും, കണ്ടന്റിന്റെ ക്വാളിറ്റി മാത്രമല്ല സൈറ്റിന്റെ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, ഈ ബാക്ക് ലിങ്കുകളും മറ്റെല്ലാം കൂടി കൊണ്ടിട്ട് നമ്മുടെ മുമ്പിൽ ഗൂഗിളിന് ഒരു ഇതുണ്ട്, എന്തൊക്കെ പറഞ്ഞാൽ ഒരു വിലയുണ്ട്. ആ വില ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ ഈ സൈറ്റിൽ നിന്ന് പോകുന്നതും സുജിത്തിന്റെ സൈറ്റും നിന്ന് പോകുന്നതും. അതിലെന്തോ ആ കണ്ടന്റ് ഓക്കെയാണ്, അതുകൊണ്ടാണ് ഗൂഗിളിൽ നിന്ന് പോകുന്നത്. ഇനി രണ്ടാമത്തെ കേസ് ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നതാണ് സുജിത്തിന്റെ. അതെന്താണെന്ന് വെച്ചാൽ പല കാരണങ്ങളുണ്ടാവും. ഒന്ന്, ആ ടോപ്പിക്കില് മറ്റുള്ള ആരും തന്നെ അത്ര നന്നായിട്ട് കണ്ടന്റുകൾ ഇട്ടിട്ടില്ല എന്നുള്ളതാണ്. രണ്ടാമത്തത്, ആ ടോപ്പിക്കിൽ മറ്റാരും കണ്ടന്റുകൾ ഇടുന്നില്ല, അതായത് പുതിയതായിട്ട് ആ ഏരിയയിലേക്ക് കണ്ടന്റുകൾ വരുന്നില്ല എന്നുള്ളതായിരിക്കും.
അപ്പോ മൂന്നാമതായിട്ട് ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് കണ്ടന്റുകൾ ഇടാത്തതിന്റെ ആ റീസൻസി സ്കോറും ഫ്രഷ്നെസ് സ്കോറും എല്ലാം സുജിത്തിന്റെ സൈറ്റിന് കുറഞ്ഞിട്ട് പോലും മറ്റെന്തോ ഒരു സ്കോറ് സുജിത്തിന്റെ സൈറ്റിനെ താങ്ങി നിർത്തുന്ന എന്തോ ഒരു സ്കോർ, നല്ല സ്കോർ സുജിത്തിന് അവിടെ കിടക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ശക്തമായ ബാക്ക് ലിങ്കുകൾ വഴി കിട്ടിയിരിക്കുന്ന സ്കോർ ആയിരിക്കാം, അല്ലെങ്കിൽ സുജിത്തിന്റെ കണ്ടന്റ് അത്രമാത്രം അടിപൊളിയായിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ സുജിത്തിന്റെ കണ്ടന്റ് സൈറ്റ് ആ ഒരു ടോപ്പിക്കിൽ അതോറിറ്റി ആയിട്ടുണ്ടാകാം. അതല്ല എന്നുണ്ടെങ്കിൽ സുജിത്തിന്റെ സൈറ്റിൽ ആ ടോപ്പിക്ക് ഒരു ഫ്രഷ്നെസ് ഡിമാൻഡ് ചെയ്യാത്ത സൈറ്റ് ആയിരിക്കും. കാരണം എല്ലാ കാലം അത് അങ്ങനെ തന്നെയാണ്. അതിനകത്തൊരു ഫ്രഷ്നെസ് ഇല്ലെങ്കിൽ ചില ടോപ്പിക്കുകൾ അങ്ങനെയാണ്, അതിനകത്തൊരു ഫ്രഷ്നെസ് ആവശ്യമില്ല. ഇപ്പൊ ചില കമ്പനി സൈറ്റിലൊക്കെ ഉണ്ടല്ലോ, ഇപ്പൊ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ചെറിയ സർവീസ് ചെയ്യുന്ന കമ്പനി സൈറ്റ്, ആ സൈറ്റിന്റെ സർവീസ് ചിലപ്പോൾ യൂണീക്ക് ആയിരിക്കും, അത്ര ഇതൊന്നും ഉണ്ടാവില്ല. ആ കമ്പനിയുടെ ഒരു 5 പേജ് സൈറ്റ്, ഒരു 3-4 പേര് ബ്ലോഗ് എഴുതി ചിലപ്പോൾ അവിടെ ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അത് ചിലപ്പോ കുറെ വർഷം കഴിഞ്ഞാൽ അത് അങ്ങനെ റാങ്ക് ചെയ്യുന്നുണ്ടായിരിക്കും. കാരണം ഇത് മാത്രമല്ല അതിനെ സ്വാധീനിക്കുന്ന ലോക്കൽ ബേസ്ഡ് സെർച്ച് ക്വറീസ് ആണെങ്കിൽ, ഇപ്പൊ ഇന്റീരിയർ ഡെക്കറേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന സ്ഥലം എന്നൊക്കെ പറയുന്ന ലോക്കൽ ബേസ്ഡ് ആകുമ്പോൾ അത് ഗൂഗിൾ മറ്റേ ബിസിനസ് ലിസ്റ്റിംഗിലെ സെർച്ചിനെ വരെയും ബിസിനസ് ലിസ്റ്റിംഗിലെ റിവ്യൂസും പിന്നെ അതേപോലെ ലോക്കൽ മെൻഷൻസ് ഒക്കെ സ്വാധീനിക്കും. അപ്പൊ ചിലപ്പോൾ പുതിയ ബ്ലോഗുകൾ ഇട്ടില്ല, അപ്ഡേഷൻ ഇട്ടില്ല എന്നുള്ളത് നോക്കൂല ഗൂഗിൾ. എന്തായാലും ഇത് മനസ്സിലാക്കാനായിട്ട് ഞാൻ ഈ പറഞ്ഞത് ഏതോ ഒരു കാരണം അവിടെ ഉണ്ടാവും, അത് നോക്കണം, നോക്കിയാലേ മനസ്സിലാവുള്ളൂ എന്തുകൊണ്ടാണ് അതിപ്പോഴും അവിടെ നല്ല കാര്യമില്ല അതിപ്പോഴും അങ്ങനെ റാങ്ക് ചെയ്യുന്നത്. അതൊരു 3 കൊല്ലമായി ആക്ച്വലി. ഞാൻ പറഞ്ഞില്ല മറ്റേ സൈറ്റ് ലാസ്റ്റ് എന്റെ ഓർമ്മ അപ്ഡേറ്റ് ചെയ്തത് 2001-ലോ ഏതാണ്ട് ഇത്ര തന്നെ 3 വർഷത്തിന് മുകളിലൊക്കെ ആ സൈറ്റ് അതിപ്പോഴും റാങ്ക് ചെയ്യുന്നുണ്ട്, അത് ഇങ്ങനെ നിർത്തുന്നുണ്ട് ആ സൈറ്റ്. ഞാൻ ചെയ്തിട്ടുള്ള പരിപാടികൾ ഞാൻ ഇപ്പോ വരുന്ന എന്റെ ക്ലയൻസിന് ചെയ്യുന്നോണ്ട് വല്ല നേട്ടം ഉണ്ടാവും? അതിൽ ചെയ്ത പരിപാടികൾ എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു കണ്ടന്റ് സ്ട്രക്ചറാണ്. കണ്ടന്റ് സ്ട്രക്ചർ ആണെങ്കിൽ അതെ, ഞാനിപ്പോ ടെക്നിക്കൽ SEO ആണെങ്കിൽ അതെ, അതിൽ ഞാൻ കുറച്ചധികം FAQs കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. മേ ബി അതുകൊണ്ടായിരിക്കും. ഇല്ല, അത് സെയിം അപ്രോച്ച് എടുക്കണ്ട. 3-4 വർഷം മുമ്പ് ചെയ്ത കാര്യമല്ലേ, വളരെയധികം മാറ്റം വന്നു. ഇതിന്റെ ഇടയിൽ 2 നല്ല അപ്ഡേഷൻ ഒക്കെ നടത്തി കുറെ അധികം മാറ്റം വന്നു. അപ്പൊ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക, ആ സൈറ്റ് എന്തുകൊണ്ടാണ് അത് റാങ്ക് ചെയ്യുന്നത് എന്നുള്ളതൊന്നും നോക്കുക. അധികം ബുദ്ധിമുട്ടേണ്ടതില്ല, അതിന് താഴെ നിൽക്കുന്ന സൈറ്റുകൾ ഒന്ന് നോക്കുക. എന്നിട്ട് ജസ്റ്റ് ആ റാങ്ക് ചെയ്യുന്ന കീവേഡ് കൊടുത്തിട്ട് ഗൂഗിളിൽ അഡ്വാൻസ് സെർച്ചിൽ പോയിട്ട് ഈ കാലഘട്ടത്തിനിടയിലുള്ള പബ്ലിഷ് ചെയ്തിട്ടുള്ള എത്ര ഡോക്യുമെന്റ്സ് ഉണ്ടെന്ന് പരിശോധിച്ചു, ഇതിന്റെ ഉള്ളിൽ ഉത്തരം കിട്ടും. അങ്ങനെ കുറവായിരിക്കും. ഓക്കെ, താങ്ക് യു. വേറെ വേറെന്താണ്? ഓക്കെ, ഇനി ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ SEO റിലേറ്റഡ് ആയിട്ടോ? അല്ലെങ്കിൽ നമുക്ക് ഓപ്പൺ ഡിസ്കഷനിലേക്ക് പോവാം. മറ്റു ടോപ്പിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സോ ക്വസ്റ്റ്യൻസോ ഉണ്ടോ? ആഡ്സ് റിലേറ്റഡ് അല്ലെങ്കിൽ പെർഫോമൻസ് മാർക്കറ്റിംഗ് മെറ്റാ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്തോളൂ. ആരും ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടല്ലോ? സുമേഷ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, ചോദിച്ചോളൂ. ഞാനായിരുന്നു, സുമേഷ് ആയിരുന്നു. എനിക്കൊരു ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ കണ്ടൊരു കാര്യമായിരുന്നു, ഇപ്പം നമ്മൾ ഗൂഗിളിൽ ലിസ്റ്റ് ചെയ്യാന്ന് പറയുമല്ലോ, അതേപോലെ ചാറ്റ് GPT ലിസ്റ്റ് ചെയ്യുന്ന ഒരു കാലത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാനൊരു വീഡിയോ കണ്ടിരുന്നു. ആക്ച്വലി അങ്ങനെയുണ്ടോ? ചാറ്റ് GPT നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ കഴിയുമോ നമ്മുടെ സംരംഭങ്ങളോ കാര്യങ്ങളോ? അങ്ങനത്തെ ഒരു ഇതുണ്ടോ? നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നതാണോ അതോ ചാറ്റ് GPT ഓട്ടോമാറ്റിക്കലി എടുക്കുന്നതാണോ? അങ്ങനെ ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഹലോ, ആർക്കെങ്കിലും അതിനെ പറ്റി അറിവുണ്ടോ? ചാറ്റ് GPT ലിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിജിറ്റൽ മാർക്കറ്റിൽ തന്നെ പറയുന്നതാണ് കണ്ടിരുന്നു. ഞാൻ കേട്ടിട്ടില്ല കേട്ടോ, ലിസ്റ്റിങ്ങിനെ കുറിച്ച് കേട്ടിട്ടില്ല, കമ്പനിയുടെ ലിസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് കേട്ടിട്ടില്ല. പിന്നെ വെബ്സൈറ്റുകളും മറ്റു ഇൻഫോർമേഷനും ചാറ്റ് GPTക്ക് കിട്ടുന്നത് ചാറ്റ് GPTയിൽ അങ്ങനെ ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ് ഇതുവരെ ആയിട്ടില്ല. ഇല്ലല്ല, അതാരും പറഞ്ഞ അറിയില്ല. പിന്നെ സൈറ്റുകൾ കിട്ടുന്നത് അവർക്ക് മൈക്രോസോഫ്റ്റിന്റെ നമ്മുടെ ബിങ്ങിന്റെ സെർച്ച് റിസൾട്ടില്ല ടോപ്പ് N ആണ്. N എത്രയാണെന്ന് അറിയില്ല, 20, 30, 40, 50 ആയിരിക്കാം. അപ്പോ ചാറ്റ് GPTക്ക് ഉള്ള ഫീഡിങ് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റിന്റെ സെർച്ച് റിസൾട്ടാണ്. അവിടെ ആ സെർച്ച് റിസൾട്ടിനെ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ചാറ്റ് GPTയിൽ ഒരു കാര്യം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന് റിലേറ്റഡ് നമുക്ക് സിമാന്റിക്കലി റെലവെന്റ് ആയിട്ടുള്ള അതിന് ഒരു 4-5 കൊറീസ് ആക്കും ഇവൻ ചാറ്റ് GPT. അങ്ങനെ അത് നമ്മളൊരു കാര്യം സെർച്ച് ചെയ്യുമെങ്കിലും ചാറ്റ് GPT വിങ്ങി പോയിട്ട് അതിനുവേണ്ടി 10-20 സെർച്ച് ചെയ്യും. ആ 10-20 സെർച്ചിൽ നിന്ന് അവന് ഓരോ സെർച്ച് റിസൾട്ടിലും ടോപ്പ് N നമുക്ക് തൽക്കാലം 20 എന്ന് വിളിക്കാം, 20 റിസൾട്ട് വെച്ചിട്ട് എടുത്തിട്ട് ഏകദേശം 200, 300, 400, 500ഓളം ചിലപ്പോൾ 1000ഓളം ആയിരിക്കും. ആ 1000ഓളം പേജസിലെ കണ്ടന്റിനെ അവൻ
പ്രോസസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ കാണിച്ചിരുന്നത്. എല്ലാം ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നടക്കും. എനിക്കറിയാവുന്ന ഇതാണ്ടോ, മറ്റേ ലിസ്റ്റിംഗ് ഞാൻ കേട്ടിട്ടില്ല, എവിടെയും കണ്ടിട്ടില്ല. ഓക്കെ, ബിങ് മാത്രമേ റെഫറൻസ് ആയിട്ട് എടുക്കുന്നുള്ളൂ അല്ലെ ChatGPT? ChatGPTക്ക് ബിങ്, കാരണം മറ്റേ നമ്മുടെ ജെമിനി ഗൂഗിൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, റൈറ്റ് റൈറ്റ് റൈറ്റ്. പക്ഷെ ആക്ച്വലി കുറച്ചു മുന്നേ ഞാന് ഒരു ക്ലയന്റിന്റെ ഒരു പേര് ഞാൻ ജസ്റ്റ് ChatGPT നോക്കി. ക്ലയന്റിന്റെ പേര് പ്ലസ് അതായത് കമ്പനിയുടെ പേര് പ്ലസ് ലൊക്കേഷൻ ടൈപ്പ് ചെയ്ത സമയത്ത് വെബ്സൈറ്റിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഡാറ്റാസ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സ്കോപ്പ് ഉണ്ട് തോന്നുന്നു. എന്താണ് നമ്മള് അതായത് നമ്മുടെ കമ്പനിയുടെ പേര് പ്ലസ് ഇപ്പോ ഒരു കമ്പനിയുടെ പേര് അത് കാക്കനാടാണ് സിറ്റുവേറ്റ് ചെയ്യുന്ന കമ്പനിയുടെ പേര് പ്ലസ് നമ്മൾ കാക്കനാട് എന്ന് ടൈപ്പ് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ, എന്നിട്ട് നമ്മളൊരു ക്വറി പോലെ ChatGPT ചോദിക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ എന്ത് ഡാറ്റ ആണോ നമ്മൾ കൊടുത്തിട്ടുള്ളത് ആ സെയിം ഡാറ്റ ChatGPT തരുന്നുണ്ട്. അങ്ങനെ ഒരു അങ്ങനെ ഒരു ലിസ്റ്റിംഗ് എന്നുള്ള ഒരു പരിപാടി അല്ലാതെ ഇങ്ങനെ ഒരു പരിപാടി ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയാമോ? അല്ലല്ല, ChatGPT എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം സെർച്ച് ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞത്, നമ്മളിപ്പോ ഒരു എന്താണ് SEO എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന്റെ പ്രോസസ്സ് ഇതാണ്. പക്ഷെ അവന്റെ ജോലി അതിൽ മാത്രം നിൽക്കുന്നില്ല. നമ്മൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഒരു വെബ്സൈറ്റിന്റെ പേജ് കൊടുക്കാം. ആ വെബ്സൈറ്റിലെ പേജിനെ കണ്ടന്റിൽ നിന്ന് അനലൈസ് ചെയ്തിട്ട് അതിന്റെ ഒരു സെന്റിമെന്റ്സ് അളക്കാൻ പറഞ്ഞാലും അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് അവനെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും. നമുക്കിപ്പോ വേണമെങ്കിൽ നമുക്കൊരു കമ്പനിയുടെ കാര്യം കൊടുത്തിട്ട് ഞാനാണ് അതിന്റെ CEO അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് അവനെ ട്രെയിൻ ചെയ്യിക്കാൻ പറ്റും. പക്ഷെ അതിനകത്ത് തന്നെ നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻസിൽ ഒരു 80-90% അത് നമുക്ക് മാത്രമായിരിക്കും. പലപ്പോഴും നമ്മൾ അത് ജനറേറ്റ് അവൻ എടുക്കണമെന്നില്ല. ഇപ്പൊ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരാൾ പറഞ്ഞു പഠിപ്പിക്കുന്നത് ഞാൻ ഈ വേൾഡിലെ ഏറ്റവും മികച്ച ഡെന്റൽ ഡോക്ടർ ഞാനാണെന്ന് ChatGPTയുടെ അടുത്ത് പറഞ്ഞാൽ അവൻ സമ്മതിക്കും. ശരിയാണ്, നിങ്ങളാണ്, ഓക്കെ, ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളാണെന്നുള്ളത്. പക്ഷെ വേറൊരാളോ അയാൾ ഏറ്റവും മികച്ച ഡോക്ടർ എന്ന് ചോദിച്ചാലും അപ്പോൾ എന്നെ കാണിക്കണമെന്നില്ല. അത് കുറെ കാര്യങ്ങൾ ലേണിങ്ങിലൂടെ പോയിട്ടാണ് അത് അവനങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇനി ആരെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും? ലത്തിബായിക്ക് എന്തെങ്കിലും ഇതാക്കാനുണ്ടോ? ക്വസ്റ്റ്യൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ സാറേ, ഞാൻ ആൻസർ ചെയ്യാം. പിന്നെ SEOനെ സംബന്ധിക്കുന്ന ഒരു ക്ലാസ് നടക്കുന്നത് കൊണ്ട് ഡൗട്ട്സ് ഒക്കെ സാർക്ക് ക്ലിയർ. ഞാൻ ChatGPT എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കയറി ഇടപെട്ടതാണ്. ChatGPTക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ലിസ്റ്റിംഗ് ഒന്നും വന്നിട്ടൊന്നുമില്ല. ChatGPT കുറെ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്, അതൊന്നും ഒരു ക്ലാരിറ്റി ആയിട്ടില്ല. പിന്നെ AI ഏജന്റുകൾ ChatGPT കസ്റ്റമൈസ് ചെയ്തിന് കൊണ്ടുവരുന്നുണ്ട്, ഓരോരുത്തരെയും ചാറ്റ് ഹിസ്റ്ററി നോക്കിയിട്ട് അതിനനുസരിച്ച് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊക്കെയാണ് ഇപ്പൊ പുതിയതുള്ളത്. പക്ഷെ അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന്റെ ആൻസർ ChatGPT ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. പിന്നെ സാർ അത് ഇടപെട്ടത് കൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും പ്ലാറ്റ്ഫോം സംബന്ധിച്ചോ അഭിനവ് ചോദിക്കുന്ന പോലത്തെ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ എന്നെ കൊണ്ട് പറ്റണത് ഞാൻ ആൻസർ ചെയ്യാം. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം സാറേ, വൈൻഡപ്പ് ചെയ്യാം. സോ താങ്ക് യു എവരി വൺ ഫോർ യുവർ 1.5 hours. എന്തായാലും ഹോപ്പ് ഇറ്റ് ഈസ് ഗ്രേറ്റ് ഫോർ യു. അടുത്ത ആഴ്ച ഇതിനെക്കാട്ടി നല്ലൊരു ടോപ്പിക് ആയിട്ട് SEOയിൽ നമ്മൾ വരും. SEOയിൽ ഇതിലും ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക് ശ്യാം സാർ തന്നെ സംസാരിക്കുന്ന രീതിയിലൊരു ടോപ്പിക് ആയിട്ട് വരും. ആൻഡ് സോഷ്യൽ മീഡിയയിലെ ഓർഗാനിക് കണ്ടന്റ് എൻഗേജ്മെന്റ്, അതുപോലെ തന്നെ ആമസോണിന്റെ SEO പോലത്തെ എന്തെങ്കിലുമൊക്കെ ടോപ്പിക്കുകൾ വേണമെന്നുണ്ടെങ്കിൽ മുൻകൂട്ടി പറഞ്ഞാൽ കുറച്ചൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്ത് വരാം. കാരണം ഇപ്പൊ സ്പീക്കേഴ്സ് വളരെ കുറവാണ്. അപ്പോ ഉള്ളവര് എന്ത് ചെയ്യാം, എക്സ്പെർട്ടൈസ് ഉള്ളവർ പുതിയ ആൾക്കാരും വരും. പിന്നെ ഞാനും കുറച്ച് ടോപ്പിക്സ് എടുക്കാം. നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഐ വുഡ് ബി ഓൾസോ ഹാപ്പി ടു പാർട്ടിസിപ്പേറ്റ്. ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ശ്യാം സാർ ക്ലാസ് എടുക്കും. സാർ അത് ഏത് ഗ്രൂപ്പ്, ഏതിലാണ് ഇതിന്റെ അപ്ഡേഷൻ വരുന്നത്? ഇങ്ങനെ ക്ലാസ് നടക്കുന്നതിന്റെ ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇതിങ്ങനെ സെഷനിൽ ജോയിൻ ചെയ്യുന്നത്. ഞങ്ങൾക്ക് 4 ഗ്രൂപ്പുകളുണ്ട്. അതായത് ഡിജിറ്റൽ ബൈറ്റ്സ് എന്ന് പറയുന്ന 3 ഗ്രൂപ്പ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഹബ്ബ്, ഷീ ലീഡ്സ്, 5 ഗ്രൂപ്പുകളിൽ ഇതിന്റെ എൻഗേജ്മെന്റ് വരും. പിന്നെ യൂട്യൂബ് ചാനൽ ഉണ്ട്. യൂട്യൂബ് ചാനല് അഭിനവ് അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് തരും. ആ യൂട്യൂബ് ചാനൽ ഈ ഡിസ്കഷൻ നടത്തിയത് കംപ്ലീറ്റ് റെക്കോർഡിംഗ്സും അതിലുണ്ടാവും. ഓക്കെ ഓക്കെ. അല്ല, ഇങ്ങനെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വല്ലതും ഉണ്ടോ ഇതുമാതിരി സെഷൻ ലൈവ് അറിയാൻ? 5 ഗ്രൂപ്പ് ഉണ്ട്. അതിൽ ലിങ്ക് ഷെയർ ചെയ്യാൻ പറ്റും. ലത്തീഫ് എന്ന് പറയുന്ന 3 ഗ്രൂപ്പ് ഉണ്ട്. അത് അഭിനവ് ഇതിൽ ഈ ലിങ്ക് ഷെയർ ചെയ്തോളൂ അഭിനവേ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഹബ്ബ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. ശരി ശരി. നിങ്ങൾക്ക് ഈ ലിങ്ക് കിട്ടിയ ചാറ്റ് ലിങ്ക് കിട്ടിയതിന്റെ മെസ്സേജിന് റിപ്ലൈ ഇട്ടാൽ ഞാൻ ഗ്രൂപ്പ് ലിങ്ക് അയച്ചു തരാം. ശരി ശരി. ഓക്കെ, താങ്ക് യു. Okay, thank you participants. Thank you. See you next Sunday. Thank you.